السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസിനികളെ, പരിശുദ്ധ റമദാനിൻ്റെ രണ്ടാമത്തെ പത്തിനോടും വിട പറയാൻ പോകുന്ന ലൈലത്തുൽ ഖദറിനോട് അവസാനത്തെ പത്തിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇന്ന് ഇവിടെ സംസാരിക്കാൻ വേണ്ടി നിർദ്ദേശിച്ച വിഷയം റമദാനുമായോ നോമ്പുമായോ ലൈലത്തുൽ ഖദറുമായോ തറാവീഹുമായോ ഒന്നും ബന്ധപ്പെട്ട ഒരു വിഷയമല്ല. ഇപ്പോൾ അറബ് രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും നമ്മളത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അതിൽ ഒരു ഭാഗത്തുള്ളത് ഷിയഈ ഭരണകൂടമായ ആയത്തുള്ള റൂഹുള്ള എന്നൊക്കെ ഷിയാക്കൾ വിശേഷിപ്പിക്കുന്ന ഖുമൈനിയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട ഇറാനിലെ ഷിയഈ ഭരണകൂടവും, മറുപക്ഷത്ത് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ തൊട്ടടുത്ത തുലാസിൽ, അടുത്ത തുലാസിൽ വെക്കാൻ പറ്റുന്ന ഇസ്രായേലും, അതിനെ പോറ്റി വളർത്തുന്ന അമേരിക്ക, ഇത് രണ്ടും ഒരു ഭാഗത്ത് ഇറാനും ഇറാനി ഷിയയും കൂടി ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ അല്ലെങ്കിൽ രണ്ട് കക്ഷികൾ തമ്മിലാണ് യുദ്ധമെങ്കിലും അതിൻ്റെ അനന്തരഫലങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പറയുന്നത് അമേരിക്കയുടെ സൈനിക താവളങ്ങളുള്ള അറബ് രാജ്യങ്ങളിൽ ആ സൈനിക താവളങ്ങളെ മാത്രമേ ആക്രമിക്കുകയുള്ളൂ എന്നാണ് പ്രഖ്യാപനമെങ്കിലും അറബ് രാജ്യങ്ങളിലെ എയർപോർട്ടുകൾ, അതുപോലെ തന്നെ എണ്ണക്കിണറുകൾ, എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ, അതുപോലെ മറ്റ് ഉയർന്ന ബിൽഡിങ്ങുകൾ, സ്ഥാപനങ്ങൾ എന്നിവയിലേക്കൊക്കെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇറാൻ പറയുന്നത് പോലെയല്ല നടന്നുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ഏറ്റവും ഒടുവിലായി ഇന്നലെ ഇറാൻ പ്രസിഡന്റിന്റെ പ്രസ്താവന വന്നു, അയൽ രാജ്യങ്ങളിലേക്ക്, അറബ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തിയാൽ ഖേദിക്കുകയും മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു, ഇനി ആക്രമണം ഉണ്ടാവുകയില്ല എന്ന് ഇറാൻ പ്രസിഡന്റായ പെഷസ്കിയാന്റെ പ്രസ്താവന വന്നതിന് ശേഷം തന്നെ ഇറാൻ സൈന്യം സൗദിയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് വീണ്ടും ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിനി അവരുടെ ആക്രമണമാണോ? ഇതിന്റെ മറവിൽ ഇസ്രായേലി ചാരന്മാർ അറബ് രാജ്യങ്ങളിൽ ഇറാന്റെ പേരിൽ നിന്ന് വരുത്താൻ വേണ്ടി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള സംസാരങ്ങളുണ്ട്. അതിന്റെ വസ്തുത നമുക്കറിയില്ല. അതൊക്കെ ഇനി ചിലപ്പോൾ പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ കഴിഞ്ഞിട്ടേ ഇതൊക്കെ പുറത്തു വരുള്ളൂ. അതാണ് ലോകം. അപ്പൊ ഞാനതൊന്നും പറയല്ല. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ മുസ്ലിങ്ങളിൽ തന്നെ വലിയ ഒരു വിഭാഗം ആളുകൾ ഷിയാക്കളെ പിന്തുണക്കുകയും അവരാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ പ്രകാശമെന്നും സ്രോതസ്സെന്നും വീര്യമുള്ളവരെന്നും മുട്ടുമടക്കാത്തവരെന്നും നെഞ്ചുവിരിച്ചവരെന്നുമൊക്കെ ഉള്ള പ്രചാരണങ്ങളും വിശേഷണങ്ങളുമൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്തിൽ മൊത്തത്തിൽ അവരെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രസ്താവനകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലും അതിൻ്റെ പ്രചാരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഖുർആനും സുന്നത്തും പ്രമാണമായി അംഗീകരിക്കുന്ന അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെ ഷിയഈ മതക്കാരായ ആളുകളെയും അവരുടെ പ്രവർത്തനങ്ങളെയും എങ്ങനെ മനസ്സിലാക്കണം? അവരെ ഇങ്ങനെ വാഴ്ത്താൻ മാത്രമുള്ള ഒരു സംഗതിയാണോ എന്നത് പലർക്കും അറിയില്ല. അമേരിക്കയ്ക്ക് മുന്നിൽ പതിറ്റാണ്ടുകളായി മുട്ടുമടക്കാതെ, കീഴ്പ്പെടാതെ ധൈര്യത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുകയും അവരുടെ, അതുപോലെ ഇസ്രായേലിൻ്റെയും കുതന്ത്രങ്ങൾക്കെതിരിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന തൻ്റെ ഇടമുള്ള ആൾ എന്നാണ് പലരും ഇപ്പോൾ കൊല്ലപ്പെട്ട ഖാംനയെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. അത് ഒരു നിലക്ക് നമുക്ക് അംഗീകരിക്കാം. പക്ഷേ അതും വിട്ട് ഇവിടുത്തെ
സുന്നി സമസ്ത ഭൂരിപക്ഷ വിഭാഗത്തിന്റെ നേതാവിന്റെ പ്രസ്താവനയും ജമാഅത്തെ ഇസ്ലാമി അമീറിന്റെ ആഹ്വാനവുമൊക്കെ പ്രസ്താവനകളും നമുക്ക് കാണാം. ജമാഅത്ത് അമീറിന്റെ പ്രസ്താവനകളിൽ, അവരുടെ എഴുത്തുകളിലും പ്രസ്താവനകളിലും കുറിപ്പുകളിലുമൊക്കെ ഖാംനായി ഷഹീദാണ്, രക്തസാക്ഷിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിശേഷണങ്ങളും ആ രാജ്യത്തിന് രക്ഷയ്ക്ക് വേണ്ടി കുനൂത്ത് നടത്താൻ, ഏത് വിത്തറിലെ കുനൂത്തല്ല, നാസിലത്തിന്റെ കുനൂത്ത് 5 വക്തിലും നടത്താൻ വേണ്ടി ആഹ്വാനമുണ്ട്. പല പള്ളികളിലും, അവരുടെ പള്ളികളിലും സമസ്തയുടെ പള്ളികളിലും എല്ലായിടത്തും ഇല്ല, പല സ്ഥലങ്ങളിലും 5 വക്തിലും കുനൂത്ത് ഓതുന്നുണ്ട്. ഏത് നാസിലത്തിന്റെ കുനൂത്ത്. നാസിലത്തിന്റെ കുനൂത്ത് എന്നാൽ നാസിലത്ത് എന്നാൽ പെട്ടെന്നുണ്ടാകുന്ന വന്നിറങ്ങുന്ന വിപത്ത് എന്നർത്ഥം. അപ്പൊ അങ്ങനൊരു വിപത്ത് ആണ് ഇപ്പോ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് അവർക്ക് രക്ഷയ്ക്ക് വേണ്ടി അവരുടെ പേരുകൾ പറഞ്ഞുകൊണ്ടും ഒക്കെ തന്നെ പല സ്ഥലങ്ങളിലും പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് എന്നാണ് കേൾക്കാൻ സാധിച്ചത്. പ്രസ്താവന ഏതായാലും നമ്മളൊക്കെ വായിച്ചതാണ്. അപ്പൊ ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ രക്തസാക്ഷിയായി കണക്കാക്കപ്പെടേണ്ട, വാഴ്ത്തപ്പെടേണ്ട വിഭാഗമാണോ ഈ ഷിയാക്കൾ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇനി ആരായാലും ശരി, ഷിയ അല്ല സുന്നിയാണ് എന്ന് തന്നെ വിചാരിക്കുക, വഹാബിയാണ്, മുജാഹിദാണ്, സലഫിയാണ്, ആരായാലും ശരി, മരിച്ചാൽ ഒരാളെക്കുറിച്ച് അയാൾ ഷഹീദാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായ ആളാണ് എന്ന് പറയണമെങ്കിൽ അതിന് നമുക്ക് ആർക്കും അധികാരമല്ല. അപ്പൊ അത് ഷിയാക്കളെക്കുറിച്ച്, ഖാംനായിയെക്കുറിച്ച് പറഞ്ഞത് കൊണ്ടുള്ള വെറുപ്പ് കൊണ്ടാണ് ഇതിനെ സലഫികൾ എതിർക്കുന്നത് എന്നുള്ള ചില പ്രതികരണങ്ങളും 2 ആളുടെ എഴുത്തുകളും വായിക്കാൻ സാധിച്ചു. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഒരു സ്ഥലത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരാൾ. അപ്പോ അത് ഖാംനായിയോടുള്ള എതിർപ്പല്ല, രക്തസാക്ഷിയാണ്, അങ്ങനെ മരിച്ചു എന്ന് ഒരാൾക്ക് രക്തസാക്ഷിത്വ സ്ഥാനപ്പട്ടം നൽകാൻ ഇസ്ലാമിൽ യാതൊരു അധികാരവും നമുക്കാർക്കില്ല. ഇന്നയാൾ രക്തസാക്ഷിയാണ് എന്ന് പറയേണ്ടത് അത് അള്ളാഹുവിന്റെ പ്രവാചകന് പറയാൻ പറ്റും. പ്രവാചകൻ മരിച്ചുപോയി. അള്ളാഹുവിന്റെ വഹി കിട്ടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ ആരാണ് രക്തസാക്ഷി എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധം നടത്തിയ സഹാബികളിൽ ധീരധീരം പോരാടിയ ആളുകൾ, മുറിവേറ്റ് രക്തമൊലിക്കുന്ന ആളുകൾ, അവരെയൊക്കെ ചൂണ്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവൻ നരകത്തിന്റെ ആളാണ് എന്ന് പറഞ്ഞ ഹദീസുകളൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. അപ്പൊ സഹാബികൾ ആശ്ചര്യപ്പെടുകയും നമ്മോടൊപ്പം യുദ്ധം ചെയ്യുന്ന ഈ മുറിവേറ്റ അല്ലെങ്കിൽ ആ മരിച്ചു കിടക്കുന്ന ആളെ കുറിച്ചാണോ ഇയാൾ നരകക്കാരനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? അത് കേട്ട് അയാളുടെ പിന്നാലെ പോയി നോക്കി എന്താണ് അങ്ങനെ പറയാൻ കാരണം. ഇതൊക്കെ ഹദീസുകൾ നമുക്ക് കാണാം. ചില ആളുകൾ പുതപ്പ് കട്ടതാണ്, ഗനീമത്ത് സ്വത്തിൽപ്പെട്ട പുതപ്പ് കട്ടെടുത്തു, അവൻ നരകത്തിലാണ് എന്ന് നബി പറഞ്ഞു. ആരാ? നബിന്റെ കൂടെ യുദ്ധം ചെയ്ത ആള്. മറ്റൊരാൾ മുറിവേറ്റിട്ട് അതിന്റെ വേദന സഹിക്കാൻ കഴിയാതെ അയാളുടെ വാള് മൂർച്ചയുള്ള ഭാഗം മേലോട്ടാക്കി, വാൾപിടി താഴോട്ടും മൂർച്ചയുള്ള ഭാഗം മേലോട്ടുമാക്കി കുത്തി നിർത്തി അതിൽ നെഞ്ച് അമർത്തി കിടന്ന് ആത്മഹത്യ ചെയ്തു. അയാൾ എന്തിനാ ആത്മഹത്യ ചെയ്ത്? നബിന്റെ കൂടെ യുദ്ധം ചെയ്തിട്ട് എന്റെ മുറിവിന്റെ വേദന സഹിക്കാൻ പ്രയാസമായതുകൊണ്ട്. അയാളെക്കുറിച്ച് നബി പറഞ്ഞത് അയാൾ നരകത്തിലാന്നാണ്, രക്തസാക്ഷിയാന്നല്ല. അപ്പൊ ഇത് രണ്ടും പറയാൻ അള്ളാഹുവിന്റെ പ്രവാചകനെ അധികാരമുള്ളൂ, നമുക്ക് ആർക്കും വഴിയില്ല. അതുകൊണ്ട് തന്നെ നമുക്കാർക്കും അത് പറയാനും പറ്റൂല. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ചെറിയ കുട്ടിയുടെ മയ്യത്ത് മരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഇത് സ്വർഗത്തിലെ പൈങ്കിളിയാണ്, ഉസ്ഫൂറാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. ആരാ പറയുന്നത്? നബിന്റെ ഭാര്യ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിനക്കെന്തറിയാം ഈ കുട്ടി സ്വർഗത്തിലാണെന്ന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ തിരുത്തിയത് സ്വഹീഹായ ഹദീസുകൾ നമുക്ക് കാണാം. അപ്പൊ ഇത് ആരോടെങ്കിലുമുള്ള ദേഷ്യം കൊണ്ടോ വിദ്വേഷം കൊണ്ടോ അല്ല. ഒരാൾ രക്തസാക്ഷിയാണെന്ന് പറയാൻ വഹാബി മരിച്ചാലും സലഫി മരിച്ചാലും പറയാൻ നമുക്ക് അധികാരമില്ല. എന്നാൽ ഇന്ന ആളുകൾ അല്ലെങ്കിൽ ഇന്ന തരക്കാർ, ഇവരെയൊക്കെ രക്തസാക്ഷികളായി നബി പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആയേക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഉദാഹരണത്തിനൊരു ബിൽഡിംഗ് തകർന്നു വീണ് മരിച്ചു, വെള്ളത്തിൽ മുങ്ങി മരിച്ചു, തീവന്ത് മരിച്ചു. ഇതൊക്കെ ഹദീസിൽ രക്തസാക്ഷികളുടെ വിവിധ 10, 16, 17 ഇനങ്ങൾ നബി പഠിപ്പിച്ച കൂട്ടത്തിൽ വിവിധ ഹദീസുകൾ അതിലൊക്കെ പറഞ്ഞുള്ള സംഗതിയാണ്. അപ്പോൾ ഒരാൾ തൗഹീദുള്ള ഒരു മനുഷ്യൻ മുങ്ങി മരിച്ചാൽ അയാൾ രക്തസാക്ഷി ആകാൻ സാധ്യതയുണ്ട് എന്ന് പറയാം. ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഇനി രക്തസാക്ഷി പോകട്ടെ, വേറൊരാൾ മരിച്ചാൽ അയാൾ നരകത്തിലാണെന്നോ സ്വർഗത്തിലാണെന്നോ പറയാൻ നമുക്ക് അധികാരമല്ല. അതൊക്കെ അള്ളാന്റെ കയ്യിലാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് നബിയുടെ സഹാബികളിൽ 4 പേരൊഴിച്ച് ബാക്കി സഹാബികളെ മുഴുവൻ ചീത്ത പറയുന്ന, നബിയുടെ ഭാര്യമാരെല്ലാവരും വേശ്യകളും വ്യഭിചാരികളും വഞ്ചകരുമാണ്, ആയിഷ, ഹഫ്സ റളിയല്ലാഹു അൻഹുമ അടക്കം അങ്ങനെ പ്രഖ്യാപിക്കുന്ന അബൂബക്കർ സിദ്ദീഖിനെയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും ലഅനത്ത് ചെയ്യണം,
അവരെ ശപിക്കാത്തവൻ ഷിയ ആവുകയില്ല. അതുപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാനിൽ നിന്നും ഒഴിവാകണം. ഇങ്ങനെയുള്ള ഒരുപാട് വികൃതവാദങ്ങൾ ഈ ആളുകൾക്കുണ്ട്. തൗഹീദ് അവർക്കില്ല, ഖുർആൻ അംഗീകരിക്കുന്നില്ല, പ്രവാചകന്മാരെക്കാൾ സ്ഥാനം അവരുടെ 12 ഇമാമുകൾക്കാണ് എന്ന് ഇവർ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന നേരത്തെ പറഞ്ഞ 4 പേരൊഴിച്ച് ബാക്കി ആളുകളിൽ നിന്ന് ഉള്ള ഹദീസുകൾ ഇവർ അംഗീകരിക്കുന്നില്ല. ഖുർആനിന്റെ അഹ്ലുസുന്നയുടെ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഇവർ അംഗീകരിക്കുന്നില്ല. കാരണം എന്താ? ഇവരൊന്നും മുസ്ലിങ്ങളല്ല ഒരാ കണക്കിന്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ശപിക്കുന്നു എന്ന് മാത്രമല്ല, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ആ മനുഷ്യന്റെ ജാറം എന്ന പേരിൽ ഇന്നും കെട്ടിയുയർത്തപ്പെട്ട് അതിനെ ജാറമാക്കി അവിടെ ആരാധന നടത്തപ്പെടുന്നു. എന്താണ്? ബാബ ഷുജാ എന്നോ മറ്റാണ് അയാളെ അവർ വിളിക്കുന്നത്. ധീരനായ ബാബ. ബാബ എന്ന് പറഞ്ഞാൽ അറബികൾ കുട്ടികളൊക്കെ അറിയാം. ബാബ എന്ന് പറഞ്ഞാൽ ബാപ്പ, മുതിർന്ന ആളെ ബഹുമാനിച്ചു കൊണ്ടും പറയും. അപ്പൊ ബാബ ഷുജാ എന്ന പേരിൽ അദ്ദേഹത്തെ ആരാധിക്കപ്പെടുന്നു. ഹജ്ജിന് പോകേണ്ടതില്ല. ഹജ്ജിന് പോകുന്നതിന് പകരം ഇമാമുകളുടെ ശവകുടീരങ്ങളിൽ തവാഫ് ചെയ്താൽ മതി, അവിടേക്ക് സിയാറത്ത് നടത്തിയാൽ മതി, അതിന് ഇന്ന പ്രതിഫലങ്ങളുണ്ട്. അപ്പൊ ഇത്തരം വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന തൗഹീദ് എന്ന് പറയുന്നത് റുബൂബിയത്തിലും ഷിർക്ക്, ഉലൂഹിയത്തിലും ഷിർക്ക്, അസ്മാസിഫാത്തിലും ഷിർക്ക്, ഇങ്ങനെ ഷിർക്കിൽ മുങ്ങിക്കുളിച്ച ആകെ ഉള്ളത് ജാറ വ്യവസായം മാത്രം. ഈ ഖബർ വ്യവസായം മുസ്ലിങ്ങളിലേക്ക് കടന്നു വന്നത് ഷിയാക്കളിൽ നിന്നാണ്. ഷിയാക്കളിലേക്ക് കടന്നു വന്നത് ജൂത ക്രിസ്ത്യാനികളിൽ നിന്നാണ്. അപ്പോ ജൂത ക്രിസ്ത്യാനികളുടെ പാരമ്പര്യം ജൂതനായ അബ്ദുല്ലാഹിബ്ന് സബ് നിർമ്മിച്ചുണ്ടാക്കിയ ഷിയയിസം, അങ്ങനെ ജൂതായിസത്തിൽ നിന്ന് അഹ്ലു കിതാബിൽ നിന്ന് ഷിയാക്കളിലേക്ക് വന്ന് ഇന്ന് നമ്മുടെ നാട്ടിലും ലോകത്തുമൊക്കെ 10,000-കണക്കിന് ശവകുടീര വ്യവസായങ്ങളും ആരാധനാ കേന്ദ്രങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഷിയായിസം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന 2 സാക്ഷ്യവചനങ്ങൾക്ക് എതിരായ, ഇനി ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ അർക്കാനുൽ ഈമാൻ, അർക്കാനുൽ ഇസ്ലാം, ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ, ഇതിൽ ഒന്നും അംഗീകരിക്കാത്ത എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ഇതിലൊക്കെ വെച്ച് പുലർത്തുന്ന, ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്ത, അലി റളിയല്ലാഹു അൻഹു തന്നെ റബ്ബാണെന്നും ഇലാഹാണെന്നും അവരിൽ ചില കൂട്ടർ വിശ്വസിക്കുന്നു. നബിയാകേണ്ടിരുന്നത് അദ്ദേഹമായിരുന്നു, ജിബ്രീൽ തെറ്റിയതാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അബൂബക്കർ, ഉമറും ഉസ്മാനും റളിയല്ലാഹു അൻഹും ഈ 3 ആളുകൾ ഖിലാഫത്ത് തട്ടിയെടുത്തതാണ്, അലിക്കായിരുന്നു അതിന്റെ അവകാശം എന്നൊക്കെ വിശ്വസിക്കുന്ന, ഖുർആൻ വ്യാഖ്യാനിക്കാൻ, വിശദീകരിക്കാൻ, അതിന്റെ ഉൾസാര വ്യാഖ്യാനങ്ങൾ നടത്താൻ ലോകത്താർക്കും സാധിക്കുകയില്ല. അത് നബി നേരിട്ട് അലിക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. നബി പറഞ്ഞു കൊടുത്ത് അലി സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഏടുകളുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഖുർആന്റെ വ്യാഖ്യാനം. അത് അലിക്കും പിന്നെ അലിയുടെ ശേഷം വന്ന 12 ഇമാമുകളിൽപ്പെട്ട 12-ൽ 11 ആളെ വന്നിട്ടുള്ളൂ. ഒരാള് അണ്ടർഗ്രൗണ്ടിൽ എവിടെയോ ഭൂമിന്റെ അടിയിൽ കിടക്കുന്നുണ്ടെന്നാണ് അവരെ വാദം, സിർദാബിൽ. അവിടുന്ന് പിന്നെ വരും. അതാണ് അൽ ഇമാമുൽ മുൻതളർ, പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന 12ാമത്തെ ഇമാം എന്ന് വിശ്വസിക്കുന്ന ഈ ആളുകൾക്ക് ഖുർആൻ മനസ്സിലാവുകയുള്ളൂ. നിലവിൽ നമ്മുടെ കയ്യിലുള്ള ഖുർആനെയല്ല. അതിലെ നമ്മുടെ ഖുർആനിലുള്ള ആയത്തുകളുടെ 3 ഇരട്ടി ആയത്തുകൾ അതിലുണ്ടായിരുന്നു. 6000 ചില്ലറ 2 റിപ്പോർട്ടുകളിൽ കാണാം. മറ്റ് ഇവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ എഴുതിയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് അബു അബ്ദുള്ളയിലേക്ക് ചേർത്ത്, അബു അബ്ദുള്ള അവരുടെ 5ാമത്തെ 6ാമത്തെ ഇമാമാണ്, ജാഫർ സാദിഖ്, അദ്ദേഹത്തിലേക്ക് ചേർത്തുകൊണ്ട് 17,000 ചില്ലാനും ആയത്തുകൾ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ എന്നുള്ളത് ഖുർആനല്ല. ഖുർആൻ ഈ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന 12ാമത്തെ ഇമാമിന്റെ കയ്യിൽ യഥാർത്ഥ ഖുർആനുണ്ട്. അതാണ് ഖുർആൻ. അപ്പോ ഖുർആനിന് ബാഹ്യാർത്ഥങ്ങളും ആന്തരികാർത്ഥങ്ങളും ഉണ്ട്. അത് ഇമാമിങ്ങൾക്കേ മനസ്സിലാവുകയുള്ളൂ. ഏത് ഇമാമ്? നമ്മുടെ ഷാഫി മദ്ഹബ്, അബു ഹനീഫ, അഹ്മദ് ബിൻ ഹംബൽ, മാലിക്, ഈ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളല്ല. അതുപോലെ തന്നെ മറ്റ് ഹദീസ് പണ്ഡിതന്മാരോ ഖുർആൻ വ്യാഖ്യാതാക്കളല്ല. അവര് പറയുന്ന 12 ഇമാമുകൾ, ആ 12 ഇമാമുകൾക്ക് മാത്രമേ അവ കിട്ടുകയുള്ളൂ, അവരിലൂടെയാണ് ഹുജ്ജത്ത് എന്നൊക്കെ പറയുന്ന നിലവിലുള്ളത് കൃത്രിമ ഖുർആനാണ്. ഇതാണ് ഷിയാക്കളുടെ വാദത്തിന്റെ ഞാൻ ചുരുക്കം ഇങ്ങനെ ഒറ്റവാക്ക് പറഞ്ഞതാണ്. ഈ ഒരാൾക്ക് വേണ്ടി അയാളെ തൗഹീദുള്ള മനുഷ്യൻ മരിച്ചാൽ പോലും രക്തസാക്ഷി എന്ന് പറയാൻ നമുക്ക് അധികാരമില്ലാത്തടത്ത്, ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്ത ഈ ഷിയയുടെ നേതാവ്, ഇറാന്റെ ഇപ്പോഴത്തെ ഉണ്ടായിരുന്ന ഖാംനായി, ആത്മീയ നേതാവ് എന്നാ പറഞ്ഞത്. ആത്മീയ നേതാവ് മുഹമ്മദ് നബിയാണ്. ആത്മീയ നേതാവ് മുസ്ലിങ്ങൾക്ക് വേറെ ആരുമില്ല. ആത്മീയ നേതാവാണെങ്കിൽ എന്ത് വേണം? അള്ളാഹിൽ നിന്ന് വഹിയിട്ടുള്ള ആളാകണം.
ബാക്കിയൊക്കെ ആലിമീങ്ങളാണ്. അഹ്ലുസുന്ന എന്നാൽ ഷിയാക്കളല്ലാത്ത മറ്റ് സുന്നികൾ. ആ സുന്നികളിൽ അഹ്ലുസുന്നയുണ്ട്, അല്ലാത്തുണ്ട്. ഇവർക്കൊന്നും ഷിയാക്കളല്ലാത്ത ഒരാൾക്കും ഇങ്ങനൊരു ആത്മീയ നേതാവ് എന്നൊരു വിശ്വാസമല്ല. ക്രിസ്ത്യാനികൾക്ക് പോപ്പിൽ വിശ്വാസമുള്ളതുപോലെ പോപ്പ് അവരുടെ ആത്മീയ നേതാവാണ്. പോപ്പ് ഒരു നിയമം നടപ്പിലാക്കിയാൽ അത് അവരുടെ മതനിയമമാണ്. ഇന്നത് അനുവദനീയമാണ്, ഇന്നത് പാടില്ല എന്ന് പറഞ്ഞാൽ അതാണ് മതനിയമം. ആ കാരണം പോപ്പ് വത്തിക്കാനിലെ ഭരണാധികാരി മാത്രമല്ല, അവരുടെ ആത്മീയ നേതാവ് കൂടിയാണ്. എന്നാൽ പ്രവാചകന്റെയോ അതിലേറെയോ സ്ഥാനമുള്ള ആളാണ്. ഇതുപോലെയാണ് ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം, ജൂതന്മാർ സൃഷ്ടിച്ചെടുത്ത ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ മരിച്ച ഖാംനായി ആരാണ്? അള്ളാഹുവിൽ നിന്ന് പല നിലക്കും ഇൽഹാമുകളും വഹിയുകളും ചെവിയിലൂടെയും ഹൃദയത്തിലൂടെയും ഒക്കെ പ്രത്യേകമായ നിർദ്ദേശങ്ങൾ കിട്ടുന്ന കൂട്ടത്തിൽ അവർ പറയുന്ന അങ്ങനെയുള്ള മതാധ്യക്ഷനാണ്. അതുകൊണ്ടാണ് ആത്മീയ നേതാവ്, ആയത്തുള്ള, റൂഹുള്ള എന്നൊക്കെ ഇവരുടെ ആളുകളെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾ മരിച്ചാൽ ഇയാൾ രക്തസാക്ഷി എന്നെങ്ങനെ പറയാൻ പറ്റും? അങ്ങനെയുള്ള ആൾക്കും ആ നാട്ടിലുള്ള മുസ്ലിം ലോകത്തെ മൊത്തം വെറുക്കുകയും മറ്റും ചെയ്യുന്ന ഈ ആളുകൾക്ക് വേണ്ടി എങ്ങനെയാണ് ഖുനൂത്ത് ഓതുക? ഇപ്പൊ ഇസ്രായേൽ മറുപക്ഷത്തുണ്ട്. ഇസ്രായേൽ അറബികൾക്കെതിരാണ്, മുസ്ലിങ്ങൾക്കെതിരാണ്. ആ ഇസ്രായേലിനെ വളർത്തുന്ന അമേരിക്കക്കും എതിരിലാണ് ഇറാൻ യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് ഇറാന്റെ കൂടെ നിൽക്കണം എന്നതാണ് വാദം. എന്നാൽ നോക്കൂ, ഈ ഷിയാക്കളുടെ പുസ്തകങ്ങളിൽ നമുക്ക് കാണാം ഹുത്ത, എന്താണ് ഹംസീനിയ, അൽ ഹംസീൻ എന്ന് പറഞ്ഞിട്ട് 50 വർഷത്തെ പദ്ധതി. നമ്മുടെ നാട്ടിലൊക്കെ പഞ്ചവത്സര പദ്ധതി ഉണ്ട്. ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം കൊണ്ടുവന്ന പഞ്ചവത്സരം, 5 വർഷത്തേക്ക് ഒരു എന്തൊക്കെ ഇനി ഭാവി 5 വർഷത്തേക്ക് എന്തൊക്കെ പദ്ധതികൾ നടപ്പിലാക്കണം, അതിന്റെ ആസൂത്രണം, അതാണ് പഞ്ചവത്സര പദ്ധതികൾ. ഓരോ രാജ്യത്തിനുണ്ടാവും. ഈ ഇറാനിലെ ഭരണകൂടം തെരഞ്ഞെടുത്ത 50 വർഷത്തെ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്താ? ഇറാൻ ഭരണകൂടം നിലവിൽ വന്നിട്ട് അവർ ഉണ്ടാക്കിയതാണ്. ആ പദ്ധതി അനുസരിച്ച് തൊട്ടടുത്ത അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ മുഴുവൻ, നമ്മുടെ ഹറമൈനിന്റെ നാടായ സൗദി അറേബ്യ അടക്കം, കഅബ അടക്കം അവരുടെ നിയന്ത്രണത്തിൽ വരും. അതിനുവേണ്ടി 50 കൊല്ലം കൊണ്ട് പണിയെടുത്ത് ഈ രാജ്യങ്ങളെ മുഴുവൻ ശീഴി രാജ്യമാക്കി മാറ്റണം എന്നതാണ് അവരുടെ പദ്ധതി. ആ പദ്ധതിക്ക് വേണ്ടിയാണ് ഇവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവരെ എങ്ങനെ സുന്നികൾ എന്നറിയപ്പെടുന്ന, ആ സുന്നി എന്ന് പറഞ്ഞാൽ ഷിയ അല്ലാത്ത സുന്നി, നമ്മുടെ നാട്ടിലെ സമസ്ത സുന്നിയല്ല, ഷിയാക്കൾ അല്ലാത്ത ആളുകളെ കുറിച്ചാണ് ഇവിടെ സുന്നി എന്ന് ഞാൻ സംസാരത്തിൽ ഉപയോഗിക്കുക. ലോകത്തങ്ങനെ തന്നെ മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്നവർ 2 വിഭാഗമാണ്. ഒന്ന് സുന്നി, മറ്റത് ഷീഇ. അപ്പൊ ഈ ഷിയാക്കളെ, സുന്നികളെ കൊന്ന് രാജ്യം പിടിച്ചടക്കി അവരുടെ ഭരണകൂടം, വിശാല സാമ്രാജ്യം സ്ഥാപിക്കണം എന്നതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇവരെ സുന്നികൾ എന്നറിയപ്പെടുന്ന ആളുകൾക്ക്, അത് സമസ്തയാലും ശരി, ജമാഅത്തെ ഇസ്ലാമി ആയാലും ശരി, ഇഖ്വാനി ആയാലും ശരി, മുജാഹിദ് ആയാലും ശരി, സലഫി ആയാലും ശരി, ആർക്കെങ്കിലും ഈ ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ? ഇതേ പ്രവൃത്തിയാണ് അപ്പുറത്ത് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ, അവരുടെ പുസ്തകങ്ങൾ, അവരുടെ ചിന്തകൾ ഒക്കെ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ നമുക്കൊക്കെ വായിക്കാൻ കിട്ടും. നെറ്റിൽ ഇപ്പോൾ നമ്മൾ മലയാളം അറിയെങ്കിലും, മലയാളം മറ്റു ഭാഷ അറിയില്ലെങ്കിലും മലയാളം അടിച്ചാലും ഏത് ഭാഷന്റെയും ട്രാൻസ്ലേഷൻ വരും. അപ്പൊ അത് വായിച്ചു നോക്കിയാൽ ഷിയാക്കളുടെ വിശ്വാസം എന്താ? ഷിയാക്കളുടെ വിശ്വാസം അനുസരിച്ച് ഇവിടെ യഥാർത്ഥ മുസ്ലിങ്ങൾ അവരാണ്. പ്രവാചകന്റെ ശരിയായ അനുയായികൾ ഷിയാക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ പിന്മുറക്കാർ ഈ ആളുകളാണ്. നബിയുടെ സന്താന പരമ്പരയിൽ വന്ന പേരക്കുട്ടികളായ ആളുകളാണ് ഈ 12 ഇമാമിങ്ങൾ. ഒക്കെ സയ്യിദ് വംശത്തിൽപ്പെട്ടവരാണ്, സയ്യിദീങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന ഈ ആളുകൾ പറയുന്നത് ഞങ്ങളാണ് ശ്രേഷ്ഠർ, ഞങ്ങളാണ് ഈ ലോകമൊക്കെ ഭരിക്കേണ്ടെങ്കിൽ ഈ പ്രദേശങ്ങളൊക്കെ ഭരിക്കേണ്ടത്, ഇത് ഞങ്ങൾക്കുള്ളതാണ്, കഅബാലയത്തിന്റെ അവകാശികൾ ഞങ്ങളാണ്, ഹജ്ജ് ഉംറയും ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്നൊരു ഭാഗം പറയുന്നു. എന്നാൽ അതേപോലെ ഇപ്പുറത്ത് ഇസ്രായേൽ, അവരുടെ വാദം എന്താ? ജൂതന്മാരുടെ വാദം എന്താ? ജൂതന്മാരുടെ വാദം എന്താണ്? വിശുദ്ധ ഖുർആനുണ്ടല്ലോ, ബനി ഇസ്രായേലിനെ കുറിച്ച് നിങ്ങളെ നാം ലോകരിൽ ഉത്തമരാക്കി എന്നൊക്കെ പറയുന്ന, ശ്രേഷ്ഠരാക്കി എന്നൊക്കെ പറയുന്ന ആയത്തുകളെ പോലെ, അത് അവരുടെ വാദം അനുസരിച്ച് എന്താ? എക്കാലത്തേക്കും ലോകാവസാനം വരെ അവരാണ് ലോകത്തിന്റെ നായകന്മാർ, അവരാണ് ഉത്തമന്മാർ. ആ അർത്ഥത്തിലല്ല, പക്ഷെ അവർ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഗ്രന്ഥങ്ങൾ, ലേഖനങ്ങൾ ഒക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, ലോകത്തെ നയിക്കേണ്ടത് ജൂതന്മാരാകുന്നു, ലോകത്ത് ജീവിക്കാൻ അവകാശപ്പെട്ടവർ ജൂതന്മാരാണ്. അതുകൊണ്ട് മറ്റുള്ളവർ അവിടെ ജീവിക്കാൻ അവകാശപ്പെട്ടവരല്ല, അവർ നയിക്കാൻ പറ്റിയവരുമല്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് ജനസംഖ്യ ഏതൊക്കെ രാജ്യങ്ങളിൽ കൂടുന്നത് എവിടെയാണ്, എത്ര കുറക്കണം, ആർക്കൊക്കെ എത്ര അന്നം കിട്ടണം, എത്ര അന്നം കിട്ടേണ്ടതില്ല, ലോകത്ത് നടക്കുന്ന വ്യവസായങ്ങൾ, അതിൻ്റെയൊക്കെ ഉൽപാദനം എത്രയുണ്ടാകണം, എവിടെ നിയന്ത്രിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്, അതിൽ മുഖ്യ പങ്കുവഹിക്കുന്നത് ഈ ജൂത ലോബിയാണ്. ഇതൊക്കെ നമുക്ക് പരിശോധിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളാണ്.
അപ്പോൾ ഒരുപാട് രംഗങ്ങളിൽ ഇവരുടെ പ്രവർത്തനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ലോകം ഭരിക്കേണ്ടത് ജൂതന്മാരാകുന്നു. ഞങ്ങളെ മേലെ ആരും വരാൻ പാടില്ല. അവരുടെ റബ്ബിമാർ, റബ്ബി എന്ന് നമ്മുടെ മൗലവി മുസ്ലിയാർ എന്നൊക്കെ പറഞ്ഞ റബ്ബിമാര്, റബ്ബാനികൾ, ഈ റബ്ബിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അല്ലാത്തവർ പറയുന്നതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ കൊന്ന് ലോകം ജയിച്ചടക്കി അത് ഭരിക്കേണ്ട അർഹത നമുക്കായതുകൊണ്ട് നമ്മൾ ലോകം ഭരിക്കണം. അതിനുള്ള പദ്ധതിയാണ് ഇവർ നടത്തുന്നത്. ഷിയാക്കൾ അവരാണ് മെച്ചപ്പെട്ടത്. അതുകൊണ്ട് ഈ അറബ് രാജ്യങ്ങളൊക്കെ കീഴ്പ്പെടുത്തി അവരുടെ കീഴിലാക്കണം. അതേ ഭാഗത്ത് ഇപ്പുറത്ത് ഇസ്രായേലോ ജൂതന്മാരാണ് ലോകം ഭരിക്കേണ്ടത്. അതുകൊണ്ട് എന്താണ് ഗ്രേറ്റർ ഇസ്രായേൽ, അങ്ങനെ എന്തോ ഒരു പേരിലൊരു പദ്ധതി ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ? ലോകം മുഴുവൻ ജൂതന്മാരുടെ കീഴിൽ വരണം എന്നാണ്. ഇത് രണ്ടും എന്താ വ്യത്യാസം? രണ്ടു കൂട്ടരും യഥാർത്ഥ മുസ്ലിങ്ങളെ ലോകത്ത് നിലനിൽക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ പിന്നെ ഇസ്രായേലിനെ എതിർത്ത് ഇറാനെ പിന്തുണക്കുന്നതിൽ എന്താ കാര്യം? ഒരു സംഗതി അംഗീകരിച്ചു കൊടുക്കാം. ഇറാനെയും അവരെ പോറ്റി വളർത്തിയ ഇറാൻ എന്നത് അമേരിക്കയും ബ്രിട്ടനും തമ്മിലുള്ള അവിഹിത ബന്ധത്തിൽ ജനിച്ച ജാരസന്താനമാണ്. അമേരിക്കയുടെ വേട്ടപ്പട്ടി എന്നും ചില ആളുകൾ ഇസ്രായേലിനെ കുറിച്ച് പറയാറുണ്ട്. അങ്ങനെ ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ തങ്ങളുടെ ശക്തിയും അധികാരവും കൊണ്ട് സ്ഥാപിച്ച് അറബികളുടെ ഹൃദയത്തിനകത്ത് ഒരു കീറുണ്ടാക്കി അവിടെ ഈ ആളുകൾ ബ്രിട്ടനും അമേരിക്കയും കൂടി ചേർന്ന് സ്ഥാപിച്ചതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. അതെന്തിനാ? ലോകത്ത് അറബികൾക്ക് ഇനിയൊരു കാലത്തും സ്വസ്ഥതയുണ്ടാകരുത്. അതിനുവേണ്ടിയാണ് അവർ പണിയെടുക്കുന്നത്. അപ്പോ ഇതിനു വേണ്ടി പ്രവർത്തിച്ച അമേരിക്ക, ഇസ്രായേൽ, അതുപോലെ തന്നെ അവരെ പിന്തുണക്കുന്ന മറ്റു പല രാജ്യങ്ങളും, ഇവരൊക്കെ ഒരു ഭാഗത്തുണ്ട്. ഇവരോട് തൻ്റെ ഇടത്തോടു കൂടി സംസാരിക്കുന്നു, പ്രതികരിക്കുന്നു എന്നുള്ളത് ഒരു നിലക്ക് അംഗീകരിച്ചു കൊടുക്കാം എന്ന് ഞാൻ തുടക്കത്തിലും പറഞ്ഞു. എന്താ ഒരു നിലക്കെന്ന് പറയാൻ കാരണം? ഇന്ന് വരെ ഇറാൻ ഇസ്രായേലിനെതിരിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല, ഒരു യുദ്ധവും നടത്തിയിട്ടില്ല. എപ്പോഴാണ് പ്രതികരിക്കാൻ തുടങ്ങിയത്? ഹമാസിന്റെ നേതാവായ ഇസ്മായിൽ ഹനിയ ഇറാനിലേക്ക് ഒരു സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചു. അവിടെ ഇറാനിൽ വെച്ച് സ്വകാര്യമായി, അതായത് ഒരു ലോഡ്ജിൽ പ്രത്യേക സ്ഥലത്ത് സുരക്ഷയോടുകൂടി താമസിക്കുന്ന അതിൻ്റെ ഉള്ളിലേക്ക് ഇസ്രായേൽ കൊണ്ടുപോയി ബോംബിട്ടോ മിസൈൽ അയച്ചിട്ടോ അദ്ദേഹത്തെ കൊന്നു. എന്നിട്ട് പോലും തങ്ങളുടെ രാജ്യത്തേക്ക് മറ്റൊരു രാജ്യത്തിന്റെ പ്രതിനിധിയായി വന്ന ഇയാൾ അതിന്റെ ഭരണാധികാരിയായിരുന്നല്ല ഹമാസിന്റെ, അദ്ദേഹത്തെ, അതിഥിയായ അദ്ദേഹത്തെ ഞങ്ങളുടെ നാട്ടിൽ വെച്ച് കൊന്നതിന് ഇസ്രായേലിനെതിരിൽ ഒരു വിരല് ഇറാൻ ഇളക്കിയോ? ഇല്ല. പിന്നെ എപ്പോഴാണ് ഇവരുടെ രാജ്യത്തേക്ക് ഇസ്രായേലും അമേരിക്കയും കൂടി ബോംബ് കൊണ്ടുവന്നിട്ട് അപ്പോഴാണ് ഇസ്രായേലിനെ എതിർക്കാൻ ആര് വന്നത്? ഇറാൻ തയ്യാറായത്. അപ്പോ അറബികളോടുള്ള സ്നേഹമല്ല, ഹമാസിനോടുള്ള ഇഷ്ടമല്ല, മുസ്ലിങ്ങളോടുള്ള ഇഷ്ടമല്ല, സുന്നികളോടുള്ള ഇഷ്ടമല്ല, മറിച്ച് അവരുടെ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നതുകൊണ്ട് മാത്രം ഇപ്പൊ ഇസ്രായേലിനെ എതിർക്കുന്നു. അതല്ലാതെ ഇസ്രായേലിനെ എതിർക്കുകയോ ഇസ്രായേലിലേക്ക് ഒരു മിസൈലും അയക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ ഇവരുടെ ലക്ഷ്യം എന്താണ്? ഇത് നമ്മളാരെയും രക്ഷപ്പെടുത്താനല്ല എന്ന് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ ഈ പറയുന്നത് പോലെ അമേരിക്കക്കെതിരിൽ ഇസ്രായേലിനെതിരിൽ മാറി വിരിച്ചു നിൽക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ ആ വാദം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം ഒരു പരിധി വരെ, ഈ പറഞ്ഞ പരിധി വെച്ചിട്ട്. അതിനപ്പുറത്ത് ആ നിലക്ക് ഒരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ ആ ആക്രമിക്കപ്പെട്ട രാജ്യത്തിന് പ്രതിരോധിക്കാൻ അവകാശമുണ്ട്. ആ രാജ്യത്തിന്റെ ഭരണഘടനയും നിയമങ്ങളും അനുസരിച്ച് സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കാൻ അവകാശമുണ്ട്. ഇന്ന് ലോകത്ത് എല്ലാ രാജ്യങ്ങൾക്കും സഭ അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള സ്വാതന്ത്ര്യം ഹനിച്ചുകൊണ്ട് മറ്റൊരു രാജ്യം അതിൻ്റെ മേൽ ആക്രമണം നടത്തുന്നുവെങ്കിൽ സ്വാഭാവികമായി ആ ആക്രമിക്കപ്പെടുത്ത രാജ്യത്തെ മാനുഷികമായി പിന്തുണക്കാം. ആ ഒരു പിന്തുണ ഇറാന് കൊടുക്കാം. എന്നാൽ അമേരിക്ക അതല്ല. അമേരിക്കയുടെ ചൊൽപ്പടിക്ക് കീഴിൽ നിൽക്കാത്ത, എണ്ണ വ്യവസായവും വിതരണവും അമേരിക്കയുടെ നിലപാടിനനുസരിച്ച് നടക്കാത്ത ഒരു രാജ്യത്തെയും അമേരിക്ക വെച്ച് പൊറുപ്പിക്കുകയില്ല. അത്രക്ക് വൃത്തികെട്ട നശിച്ച ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ആളുകളാണ് അവിടെ ഭരണം നടത്തി കൊടുക്കുന്നത്. എല്ലാവരും അങ്ങനെ പറ്റില്ല, കാരണം മുസ്ലിങ്ങളുണ്ട് അവിടെ. ഇതിനൊക്കെ എതിർക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ എപ്പോഴും അതിൻ്റെ ഭരണ നേതൃത്വത്തിൽ അത് ആരായാലും, ബറാക്ക് ഒബാമയായാലും ബുഷ് ആയാലും ഏത് കുറ്റിച്ചെടിയാണെങ്കിലും, ഇനി ഇപ്പോഴുള്ള ആ മനുഷ്യന്റെ ഒരു മുഖം ഒരിക്കലും ചിത്രത്തിലോ എവിടെയോ നമുക്ക് കാണാൻ പറ്റാത്ത ഇപ്പോഴുള്ള ട്രംപ് ആണെങ്കിലും ശരി, ഒക്കെ ഒരേ നിലപാടുകാരാണ്. അപ്പോൾ ഈ ആളുകൾ ഇപ്പോ വെനസ്വേലയിൽ എന്ത് ചെയ്തു? ഈ എണ്ണ കിട്ടാൻ വേണ്ടി ആ രാജ്യത്തെ ഭരണം തന്നെ അട്ടിമറിച്ച് ഇവരുടെ ചൊൽപ്പടിക്ക് കീഴിൽ നിൽക്കുന്ന കളിപ്പാവകളെ ഭരണാധികാരികളായി സ്ഥാപിച്ചു. ഇതാണ് അമേരിക്ക.
അവരെ എതിർക്കുന്ന ഒന്നിനെയും അവർ അംഗീകരിക്കുകയില്ല. എതിർക്കണമെന്നില്ല, അവരെ അംഗീകരിക്കാതിരുന്നാൽ മതി. ഇത് അമേരിക്കന്റെ എന്നുമുള്ള അമേരിക്കൻ ഭരണം എന്നുണ്ടായോ അന്ന് മുതൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ആ നിലക്ക് അതിനെ എതിർക്കേണ്ടതുണ്ട്. അങ്ങനെ എതിർക്കുന്ന ആളുകൾ നിലക്ക് ഇറാൻ നമുക്ക് പിന്തുണക്കാം. ഇതിനപ്പുറത്ത് ഒന്നുമില്ല. ഇപ്പൊ സൗദി അറേബ്യ, GCC രാഷ്ട്രങ്ങൾ, അവരെയൊക്കെ അമേരിക്ക അംഗീകരിക്കുന്നത് ഇപ്പോ ആക്രമിക്കാത്തത് എന്തുകൊണ്ടാണ്? അവർക്കൊക്കെ അവരുടെ സുരക്ഷ അവരേൽപ്പിച്ചത് ആരെയാണ്? കരാറിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയാണ്. അമേരിക്കന്റെ സൈനിക താവളങ്ങളാണ് ഇവരുടെ രാജ്യത്തുള്ളത്. അത് അതിന്റെ വിഡ്ഢിത്തവും വങ്കത്വവും ഒക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. കാരണം എന്താ? ഈ അമേരിക്കൻ പ്രതിരോധ സൈന്യം ഉള്ള GCC രാജ്യങ്ങളിൽ ഇറാൻ മിസൈൽ വിട്ടു, പലതും തടുക്കുന്നു, പലതും നിലത്ത് പതിച്ചു, ബിൽഡിംഗ് പതിച്ചു, കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ലേ? അമേരിക്കന്റെ സംവിധാനമാണ് ഏറ്റവും വലുത്. അവർക്ക് എന്തുകൊണ്ട് ഇസ്രായേലിൽ തടുക്കുന്ന ആളുകൾക്ക് ഇറാൻ വരുന്നത് തടുക്കാൻ കഴിയുന്നില്ല? സൗദിന്റെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ പ്രതികരിച്ചതായി കിട്ടു, ഞങ്ങളെ സംരക്ഷിക്കേണ്ട സംവിധാനങ്ങൾ മുഴുവൻ അമേരിക്ക അത് ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി മാറ്റി. ഇവര് കൂലി എടുക്കുക, പണിയെടുക്കണം അവിടെ ഇസ്രായേലിൽ. ഇതിന് മുമ്പ് ഹമാസ് യുദ്ധമുണ്ടായപ്പോ ഇസ്രായേൽ ഖത്തറിൽ ബോംബിട്ടു, ബോംബോ മിസൈലോ എന്തോ, അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഒരു സൈറൻ പോലും മുഴങ്ങിയില്ല. ഇങ്ങനെ മിസൈൽ വരുന്നുണ്ട് എന്ന് സൈറൻ മുഴക്കേണ്ടതാരാ? ഖത്തർ ഏൽപ്പിച്ച അവരെ സംരക്ഷിക്കേണ്ടെന്ന അമേരിക്കൻ സേന. സംവിധാനം ഇല്ലാത്തതുകൊണ്ടല്ല, ഒരു സൈറൻ പോലും മുഴങ്ങിയില്ല. എന്നിട്ട് ബോംബോ മിസൈലോ വന്ന് വീണു അവിടെ. എന്താന്ന് ഇപ്പൊ എനിക്ക് കൃത്യമില്ല, ബോംബോ മിസൈൽ തന്നെ എന്തോന്ന് വന്ന് വീണു, നാശനഷ്ടം ഉണ്ടായി. അപ്പോ ഈ ഒരു സൈറൻ പോലും മുഴങ്ങാത്ത അവസ്ഥയിൽ അമേരിക്കൻ സംവിധാനങ്ങൾ അവിടെ മരവിപ്പിച്ചു വെച്ചു. ഇവരെയാണോ വിശ്വസിക്കേണ്ടത്? അവരെയാണോ സുരക്ഷ ഏൽപ്പിക്കേണ്ടത്? അത് വേറെ വശാണ്. അപ്പൊ ഈ ആളുകളെ പോലും അറബ് രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കയെ അംഗീകരിക്കുന്നു എന്നതുകൊണ്ടാണ് അവിടെ അറബ് രാജ്യം എന്നാൽ GCC മാത്രം. അതല്ലെങ്കിൽ അവിടെ തീവ്രവാദം ആരോപിച്ച് അടുത്ത പ്രശ്നം അവിടെയായിരിക്കും. ഇതിനെതിരായി ഇപ്പൊ ഇറാനിൽ നടക്കുന്നത് പോലെ ഇറാഖിൽ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്, ലബനാനിൽ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ലിബിയയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളിലും തങ്ങളുടെ ചൊൽപ്പടിക്ക് കീഴിൽ നിൽക്കാത്ത മുഴുവൻ രാജ്യങ്ങളിലും, അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിട്ടുണ്ട്, തീവ്രവാദം ആരോപിച്ച് ബോംബിട്ട് നശിപ്പിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ സിറിയയിൽ പിന്നെ റഷ്യയാണ് കുറെ ഇടപെട്ടത്. അങ്ങനെ ലക്ഷങ്ങളെ കൊന്നൊടുക്കിയ ചരിത്രം മാത്രമേ അമേരിക്കക്കുള്ളൂ. ഇപ്പൊ താൽക്കാലികമായ ഒരു സുരക്ഷ മാത്രമേ അറബ് രാജ്യങ്ങൾക്കുള്ളൂ. ആ നിലക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അതിനിടയിൽ ഇറാൻ മാത്രം കണ്ടോ പടക്കം പൊട്ടിക്കുന്നത് അവരാണ്, മിസൈൽ വിടുന്നത് അവരാണ് എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഇടമുള്ളവർ അവരാണ്. മറ്റതൊക്കെ അറബ് രാജ്യങ്ങളിലെ GCC രാജ്യങ്ങളിലെ രാജാക്കന്മാർ ആരാണ്? അമേരിക്കയുടെ വാലാട്ടികളാണ് എന്ന് വരെ എഴുതി എന്തൊക്കെയോ എഴുതി വിടുന്നുണ്ട്. അപ്പോ ഈ ഒരു നിലക്ക് ഇറാനെ തൻ്റെ ഇടമുണ്ട് എന്ന് പറയാമെങ്കിൽ പറയാം, അതിനപ്പുറത്തേക്കൊന്നുമില്ല. നമ്മൾ അതൊന്നുമല്ല വിഷയം. മതപരമായി ഇവരെ പിന്തുണക്കാൻ പറ്റുമല്ലേ, എന്താണ് അതിന്റെ നിലപാട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മൾ പരിശോധിക്കുക ഈ ആളുകളെ, എന്താണ് അവരുടെ വസ്തുത എന്നതാണ് ഇവിടെ പരിശോധിക്കേണ്ടത്. ഒന്നാമതായി വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഷീഈ അല്ലെങ്കിൽ ഷിയ, മലയാളത്തിൽ നമ്മൾ പലപ്പോഴും ഷിയ എന്ന് പറയുന്നത് ഷിഅത്ത്, ഷീന് യാ ഐന് പിന്നെ താ മർബൂത്ത, കെട്ടുള്ള താ, രണ്ട് പുള്ളിയില്ലേ, ഷിഅത്ത് എന്നതാണ്. കക്ഷി, വിഭാഗം, പാർട്ടി, പിൻപറ്റുന്നവർ, ആളുകൾ, കൂട്ടുകാർ, അങ്ങനെയൊക്കെ പല അർത്ഥങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതുകൊണ്ട് മലയാളത്തിൽ എഴുതുമ്പോൾ ഷിയ ഇയാട്ടെഴുതും, അല്ലെങ്കിൽ ഷീഇ എന്ന് എഴുതും. ഈ ഷിയ എന്ന് പറയുന്നത് ഖുർആനിലെ ഹദീസിലോ ഇവരീ പറയുന്ന അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടുകയോ ഉദ്ദേശിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് അതുമായി സംബന്ധിച്ച പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ 12 സ്ഥലങ്ങളിൽ ഷിയ അല്ലെങ്കിൽ ഷിയ എന്നിങ്ങനെയുള്ള അതിന്റെ മറ്റു പദങ്ങൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഇബ്നുൽ ജൗസി, അഹ്ലുസുന്നയുടെ പണ്ഡിതനായ ഇബ്നുൽ ജൗസി രേഖപ്പെടുത്തിയതായി കാണാം. ഈ 12 സ്ഥലത്ത് ഉപയോഗിച്ച, അതിന്റെ 12 സ്ഥലത്തും ഉപയോഗിച്ച പദങ്ങളുടെ ആശയങ്ങൾ എന്ന് പറയുന്നത് 4 അർത്ഥത്തിൽ, ഈ 12 സ്ഥലങ്ങളിൽ ഉപയോഗിച്ചത് 4 അർത്ഥത്തിലാണ് ഉപയോഗിച്ചത് എന്ന് വിശദീകരിക്കപ്പെട്ടതായി കാണാം. ഞാൻ എൻ്റെ തെളിവുകൾ വായിച്ചങ്ങനെ സമയം കളയുന്നില്ല. ഒന്ന്, ഷിയ എന്ന് പറഞ്ഞാൽ അൽ ഫിർഖ, ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു പാർട്ടി. രണ്ടാമത്തേത് അൽ അഹ്ലു വൻ നസബ്, ആളുകൾ. അപ്പൊ നമ്മുടെ ആളുകൾ, എൻ്റെ ആളുകൾ, ഇന്ന ആളുടെ ആളുകൾ
അല്ലെങ്കിൽ ഇതിന്റെ ആളുകൾ എന്നൊക്കെ പറയുന്ന അഹ്ല് അല്ലെങ്കിൽ വംശാവലി, വംശപരമ്പര എന്ന അർത്ഥത്തിൽ. മൂന്നാമത്തേത് ഒരു ആദർശത്തിന്റെ ആളുകൾ, ഏതെങ്കിലും ഒരു ആദർശത്തിന്റെ ആള്. നാലാമത്തേത് വ്യത്യസ്ത ചിന്താഗതിക്കാരായ ആളുകൾ അല്ലെങ്കിൽ അതിന്റെ കക്ഷികൾ. ഈ അർത്ഥങ്ങളിൽ മാത്രമേ ഖുർആനിൽ ഷിയ, അഷിയ എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇന്ന് ഷിയാക്കൾ വിശ്വസിക്കുന്ന പോലെ ഷിയത്തു അലി, ഷിയ എന്ന് പറഞ്ഞാൽ ഷിയത്തു അലി, അലി റളിയല്ലാഹു അൻഹുവിന്റെ കക്ഷി എന്നാണ്. അപ്പൊ അലിനെ ഒഴിവാക്കിയിട്ട് അത് പറയാനുള്ള പ്രയാസം കൊണ്ടോ അല്ലെങ്കിൽ പറയാനുള്ള എളുപ്പത്തിന് വേണ്ടിയോ വെറും ഷിയ അല്ലെങ്കിൽ അഷിയ, അസുന്നി അല്ലെങ്കിൽ അസുന്നിയ എന്നൊക്കെ പറയുന്ന പോലെ അഷിയ എന്ന് അറിയപ്പെടുന്നു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചതായി കാണാം, ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ ഷിയത്ത് എന്ന വാക്ക് പരിശോധിച്ചാൽ അധികവും ഖുർആനിൽ ഈ വാക്ക് വന്നിട്ടുള്ളത് ആക്ഷേപകരമായ രീതിയിലാണ്. കാരണം എന്താണ്? ആ ഷിയ എന്നുള്ള വാക്ക് ഒരിക്കലും യോജിപ്പ്, ഐക്യം എന്ന ആശയത്തെ സൂചിപ്പിക്കുന്നവയല്ല പൊതുവെ. കാരണം നല്ല കാര്യമാണല്ലോ യോജിപ്പ്, ഐക്യം. അപ്പൊ യോജിപ്പ്, ഐക്യം, അൽ ഇഖ്തിലാഫ് വൽ ഇജ്തിമാ എന്നതിന് എതിരായ ഭിന്നത, കക്ഷിത്വം എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുന്നതാണ് കൂടുതലും. അതുകൊണ്ട് തന്നെ ഖുർആൻ ഈ ആശയങ്ങൾ ഉപയോഗിച്ചതും അത്തരം സന്ദർഭങ്ങളിലാണ്. എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അങ്ങനെയാണ് എന്ന് പറയാൻ പറ്റൂല. കാരണം ഖുർആനിൽ വഇന്ന മിൻ ശിയഅതിഹി ലഇബ്രാഹിം എന്ന് കാണാം. തീർച്ചയായും അദ്ദേഹം മിൻ ശിയഅതിഹി, വഇന്ന മിൻ ശിയഅതിഹി, തീർച്ചയായും അദ്ദേഹത്തിന്റെ കക്ഷികളിൽപ്പെട്ടവനാണ് ഇബ്രാഹിം നബി. ഇത് ഇബ്രാഹിം നബി, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം സൂറത്തു സാഫാത്തിലെ 83-ാമത്തെ ആയത്ത്, ഈ ആയത്തിന് ശേഷം നൂഹ് നബിനെ കുറിച്ചിട്ട് പറയാൻ, നൂഹ് നബിയുടെ കക്ഷിയിൽപ്പെട്ടവൻ തന്നെയാകുന്നു ഇബ്രാഹിം. അപ്പൊ എന്താ, നൂഹ് നബിന്റെ കാലത്തെ അലിന്റെ കക്ഷി ഉണ്ടോ? ഷിയത്ത് അലി ഉണ്ടോ? അവർക്ക് അങ്ങനെ വാദമുണ്ട്, ഷിയാക്കൾക്ക് അങ്ങനെ വാദമുണ്ട്. പക്ഷെ ഇവിടെ ഉദ്ദേശം എന്താ? നൂഹ് നബിയുടെ പിന്മുറക്കാരായ എല്ലാ പ്രവാചകന്മാരും നൂഹ് നബി എന്ത് പ്രബോധനം ചെയ്തുവോ അതേ തൗഹീദും ആശയങ്ങളും പ്രചരിപ്പിച്ച ഇസ്ലാമിന്റെ പ്രവാചകന്മാരാണ്. ആ നൂഹ് നബിയുടെ ഇസ്ലാമിന്റെ കക്ഷിയിൽപ്പെട്ട ആളാണ് ഇബ്രാഹിമും എന്നാണ് ഈ പറഞ്ഞത്. പക്ഷേ ഇതിന് പോലും ശീഈ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇതിന് വ്യത്യസ്തമായ അർത്ഥം നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇന്ന ഇബ്രാഹിം മിൻ ശിയത്തി അലി. ഖുർആനിൽ എന്താ പറഞ്ഞത്? ഇബ്രാഹിം നബി നൂഹ് നബിയുടെ കക്ഷിയിൽപ്പെട്ടവനാണ്. എന്നാൽ ബലി പറയാൻ ഇബ്രാഹിം നബി അലിയുടെ കക്ഷിയിൽപ്പെട്ടവനാകുന്നു. ഈ ആയത്തിന്റെ അർത്ഥം മനസ്സിലായില്ലേ? വഇന്ന മിൻ ശിയഅതിഹി ലഇബ്രാഹിം. ആ ഹു എന്നുള്ളത് നൂഹ് നബിയിലേക്ക് മടക്കുന്നതിന് പകരം അലിയിലേക്ക് മടങ്ങി. ഏത്? ഇബ്രാഹിം നബിന്റെ കുറെ കാലം കഴിഞ്ഞിട്ട് വന്ന അലിയിലേക്ക് മടങ്ങിയിട്ട് അലിയുടെ കക്ഷിയിൽപ്പെട്ടവനാണ് ഇബ്രാഹിം. അപ്പൊ ഇബ്രാഹിം നബിന്റെ കാലത്തെ ഷിയ കക്ഷിയിട്ട് അലി വരുന്നതിന് മുമ്പ് തന്നെ. അപ്പൊ ഈ നിലക്ക് ഷിയാക്കൾ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ നിരവധി ഗ്രന്ഥങ്ങളിൽ, ബഹ്റാനി, കുമ്മി, മജ്ലിസി, കുമ്മിനെ 2 കുമ്മിയുണ്ട്, സയ്യിദുൽ കുമ്മിയുണ്ട്, അബ്ബാസുൽ കുമ്മിയുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ, ഞാൻ ബുക്കോ പേരോ നമ്പറോ ഒന്നും ഇവിടെ വായിക്കില്ല. ഇനി ഹദീസ് പരിശോധിച്ചാൽ ഷിയ എന്നുള്ള പേര് അല്ലെങ്കിൽ ആ പദം ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെട്ടത് അതും അലിയുടെ കക്ഷി എന്ന അർത്ഥത്തിലല്ല, മറിച്ച് മുകളിൽ പറഞ്ഞതുപോലെ അസ്ഹാബ്, സഖാക്കൾ അല്ലെങ്കിൽ കൂട്ടുകാർ അല്ലെങ്കിൽ അത്ബാഴ്, പിൻപറ്റുന്നവർ എന്ന അർത്ഥത്തിൽ മാത്രമാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. ഒരു ഹദീസ് നമുക്ക് കാണാം. ഹുനൈൻ യുദ്ധ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചു വന്ന ദുൽ ഖുവൈസിറ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഗനീമത്ത് സ്വത്തും മറ്റുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചു. അല്ല, ഉമർ ഖത്താബ് പറയാൻ, നബിയെ അയാൾ അങ്ങോട്ട് തരി, ദഊഹ്, അയാളൊന്ന് വിട്ടുതരൂ, നഖ്തുലുഹു അലാ നഖ്തുലുഹു, അവനെ ഞങ്ങൾ കൊല്ലട്ടെ. ആരെ? ഈ ദുൽ ഖുവൈസിറ എന്ന് പറയുന്ന ആളെ. കാരണം നബിനെ ആക്ഷേപിക്കാൻ. അപ്പൊ ആക്ഷേപിക്കുന്ന ഉമർ ഖത്താബിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് വിട്ടേക്കൂ, എന്നെ ഏൽപ്പിക്കൂ, ഞാൻ അദ്ദേഹത്തെ കൊല്ലട്ടെ. അപ്പൊ നബി പറഞ്ഞു, ലാ ദഊഹു, ഇല്ല, വിട്ടുതരൂല. ദഊഹു, നിങ്ങൾ അവനെ വിട്ടേക്കൂ. ഫഇന്നഹു സയകൂനു ലഹു ശിയ. ഈ ദുൽ ഖുവൈസിറക്ക് ഒരു കക്ഷി വരാനുണ്ട്. അതേതാ കക്ഷി? യതഅമ്മഖൂന ഫിദ്ദീൻ ഹത്താ യഖ്റുജു മിൻഹു. ഈ പറയുന്ന കക്ഷി അലിന്റെ ആളുകളല്ല, ഇത് ഖവാരിജികളെ കുറിച്ചാണ്. ദുൽ ഖുവൈസിറയുടെ പിന്മുറക്കാരായി ഒരു കക്ഷി വരാനുണ്ട്, അദ്ദേഹത്തിന്റെ പിൻഗാമികളായി. അവർ ഇസ്ലാമിലേക്ക് ആഴത്തിൽ ഇറങ്ങും. എന്നാൽ നല്ല നിസ്കാരം ഉണ്ടാവും, നോമ്പുണ്ടാവും, എല്ലാ കാര്യങ്ങളും ഭയങ്കരമായി ഖുർആനോതും ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതാണ് യതഅമ്മഖൂന ഫിദ്ദീൻ. പക്ഷേ ഹത്താ യഖ്റുജു മിൻഹു, പക്ഷേ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു കടന്നു പോകും.
ഇതൊക്കെ ഉണ്ടാവും. നിസ്കാരം ഉണ്ടാവും, നോമ്പുണ്ടാവും, ദിക്റിലും പിന്നെ ഖുർആനോതും എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇബാദത്തേക്കു. സഹാബികളെ പോലും കുറവായി തോന്നും ഇവരുടെ ഇബാദത്ത് കണ്ടാൽ എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. ആ നിലക്ക് പക്ഷേ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇതുപോലെ ഒരു മൃഗത്തിലേക്ക് അമ്പ് ചെയ്താൽ അമ്പ് മൃഗത്തെ തുളച്ച് അപ്പുറം കടന്നു പോകുന്നത് പോലെ. ഇപ്പൊ നമ്മളൊരു മാനിനെ അമ്പ് ചെയ്തു വിചാരിക്കുക, അല്ലെങ്കിൽ മാനിനെ അമ്പ് ചെയ്തു, അമ്പ് മാന്റെ ശരീരം തുളച്ചിട്ട് അപ്പുറം ചാടിപ്പോയി. ഇതുപോലെ ആണെന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ, മാൻ ഇസ്ലാം, ആ ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് കടന്നു, എന്നിട്ട് അപ്പുറം ചാടിപ്പോയി. അങ്ങനെ ഇസ്ലാമിൽ വന്നതിൽ നിന്ന് മുർത്തദ്ദായി പുറത്ത് ചാടിപ്പോകുന്ന ഒരു പിന്മുറക്കാർ ഇവർക്ക് വരാനുണ്ട്. ഇവിടെ നബി ഉപയോഗിച്ച വാക്കെന്താ, ഷീഅ. അതും ഇവരെ കുറിച്ചല്ല, ഖവാരിജികളെ കുറിച്ചാണ്. ഇമാം ബുഖാരി മുസ്ലിം മുതൽ ഹദീസ് കാണാം, ദഅഹു ഫൈന ലഹു അസ്ഹാബൻ. ദുൽഖുവൈസറയെ വിട്ടേക്കൂ, ദുൽഖുവൈസക്ക് ചില അനുയായികൾ, ആളുകൾ വരാനുണ്ട്. അപ്പോ ഈ പറഞ്ഞതുപോലെ പിൻപറ്റുന്നവരെന്നോ ആളുകൾ പിന്നെ സാഹിബ് എന്ന അർത്ഥത്തിലോ ആണ് ഈ ഹദീസിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതല്ലാതെ ഷിയാക്കൾ, ഷിയ എന്നുള്ള വാക്ക് ഷിയാക്കൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ വന്നിട്ടുണ്ട് എന്ന് അവർ എഴുതിവിട്ട ഒരുപാട് ഹദീസുകളുണ്ട്. ഞാൻ പറഞ്ഞു, ആയിരക്കണക്കിന് ഹദീസുകൾ അവരുടെ ആളുകളിൽ ഉണ്ടാക്കിയത്. ഓൽക്ക് പിന്നെ ഹദീസ് നബി എന്നെ പറഞ്ഞേക്കൊള്ളുന്നില്ല, ഇമാമിങ്ങൾ പറഞ്ഞാലും ഹദീസാണ്. കാരണം ഇമാമിങ്ങളൊക്കെ അള്ളാന്റെ വഹിയും ഇൽഹാമും ഒക്കെ അനുസരിച്ച് സംസാരിക്കുന്ന ആളുകളാണ്. ഇതൊക്കെ ഒരു ഹദീസായിട്ട് കണക്കൂട്ടുക. നമ്മുടെ ബുഖാരിയോ മുസ്ലിമോ കുത്തുബു സിത്തയോ സബോ അല്ലെങ്കിൽ തിസ്അയോ ഒന്നുമല്ല, അവരുടേത് വേറെയാണ്. അങ്ങനെ അവർക്ക് ഹദീസ് ഉണ്ട്. അവർ റിപ്പോർട്ട് ചെയ്ത വാക്കുകൾ പരിശോധിച്ചാൽ പോലും അതൊക്കെ എന്താ, ദുർബലമായവയാണ്. ഫസ്തഗ്ഫർതു ലി അലിയിൻ വശിയത്തുഹു, അതിൽപ്പെട്ടൊരു വാചകൻ, അലിക്ക് വേണ്ടി നബി പറയാണ്, ഞാൻ ഇസ്തിഗ്ഫാർ നടത്തിയിരിക്കുന്നു അലിയുടെ കക്ഷിക്കും. പിന്നെ മസലി കമസലി ഷജറത്തിൻ അന അസ്ലുഹാ വഅലിയുൻ ഫർഉഹാ വശിയതു വറഖുഹാ. മസലി, എന്റെ ഉപമ, നബി പറഞ്ഞു എന്നാണ്, നബിന്റെ പേരിലെ കള്ള ഹദീസ്. എന്റെ ഉപമ ഒരു മരത്തെ പോലെയാണ്. ഞാൻ അന അസ്ലുഹ, ഞാൻ ആ മരത്തിന്റെ മുരട്, വലിയുൻ ഫർഉഹ, ഞാനാകുന്ന മുരടിന്റെ ചില്ലക്കമ്പുകൾ, ശാഖകൾ, കൊമ്പുകൾ അലിയാണ്. അപ്പൊ ഞാൻ മുരടും അലി കൊമ്പുകളും. ആ മരത്തിന്റെ ഇലകൾ ആരാണ്? വശിയത്തു വറഖുഹ, അലിയുടെ കക്ഷിക്കാനാണ് ആ മരത്തിന്റെ ഇലകൾ. അപ്പൊ മനസ്സിലായില്ലേ ആരാ മുസ്ലിങ്ങൾ, ആരാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ ആളുകൾ? ഇവരെ ഹദീസാണ്. പക്ഷെ ഇതൊന്നും എന്താണ്, ഇതൊക്കെ ലഈഫോ അല്ലെങ്കിൽ മൗദൂഅോ ഒരസ്ലും ഇല്ലാത്തതോ സനദും ഇല്ലാത്തതോ ഒക്കെയാണ്. അന്ത വശിയത്തുക ഫിൽ ജന്ന, അലിയെ നീയും നിന്റെ കക്ഷിയും ഷിയാക്കളും സ്വർഗത്തിലാകുന്നു എന്ന് നബി പറഞ്ഞു. ഇതൊക്കെ ഇവരുണ്ടാക്കിയ കള്ള ഹദീസാണ്. ഇതേ സ്ഥാനത്ത് മുസ്ലിങ്ങളിൽപ്പെട്ട അഹ്ലുസുന്നയിൽപ്പെട്ട ചില ആളുകൾ ഷിയാക്കളെ ആക്ഷേപിക്കാൻ വേണ്ടി ചില ഹദീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം സനദുള്ള ഹദീസല്ല, ലഈഫ് ഹദീസാണ്. അങ്ങനെ ഉണ്ടാകുമല്ലോ. ഒരു കൂട്ടരെ ഷിയാക്കൾ സുന്നികൾക്കെതിരെ ഹദീസാക്കിയപ്പോൾ സുന്നികളിൽപ്പെട്ട ചില ആളുകൾ അവർക്കെതിരെയുള്ള ഹദീസ് ഉണ്ടാക്കി. ലഈഫ് ഹദീസ്, മൗദൂ ഹദീസുകൾ, അതാണ് സനദില്ലാത്ത ആരോ നിർമ്മിച്ചുണ്ടാക്കിയ, നബി പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ ചേർത്ത് ഉണ്ടാക്കുന്ന ഹദീസുകൾ. ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ ഹദീസ് ലഈഫ എന്ന് പറയുന്ന ലഈഫായ ഹദീസുകളെ ക്രോഡീകരിച്ച, എന്നാൽ രണ്ടും വേർതിരിച്ചപ്പോൾ സഹീഹ് വേറെയാക്കി ലഈഫ് വേറെയാക്കി, രണ്ടും കുറെ വാള്യങ്ങളിലായി അദ്ദേഹം രണ്ട് പരമ്പരയായി പ്രസിദ്ധീകരിച്ചു. അതാണ് സിൽസില, ദുർബല ഹദീസുകളുടെ പരമ്പര. അതിൽ 5590 നമ്പർ ഹദീസ്, അതിലൊരു ഹദീസ് ഉണ്ട്. അതിൽ പറയുന്നത്, അലി നീയും നിന്റെ ആളുകളും സ്വർഗത്തിലാണ്, നീയും നിന്റെ ഷിയയും സ്വർഗത്തിലാണ്. എന്നാൽ നിന്നെ ഇഷ്ടപ്പെടുന്നവരെന്ന് വാദിക്കുന്ന, നാവ് കൊണ്ട് ഇസ്ലാമിനെ ഉച്ചരിക്കുന്ന, ഖുർആൻ ഓതുന്ന, എന്നാൽ ഖുർആൻ തൊണ്ടക്ക് താഴേക്ക് ഇറങ്ങിപ്പോകാത്ത ചില ആളുകൾ വരും. ആ ആളുകൾ യുഖാലു ലഹും അർ-റാഫിള ഖദർ അദറകതുഹും ഫജാഹിദുഹും ഫഇന്നഹും മുശ്രികൂൻ. ആ ആളുകളെ കണ്ടാൽ നീ അവരോട് യുദ്ധം ചെയ്യണം. അവരാരാണ്? റാഫിളുകളാണ് എന്ന്, അവർ മുശ്രിക്കുകളാണ് എന്ന് നബി പറഞ്ഞു. ഇതാരുണ്ടാക്കിയ ഹദീസാ? ഷിയാക്കളെ എതിർക്കാൻ സുന്നികളിൽപ്പെട്ട ആളുകൾ ഉണ്ടാക്കിയ ഹദീസാണ്. ഇത് ലഈഫ് ഹദീസ് ഷെയ്ഖ് അൽബാനി രേഖപ്പെടുത്തി. അപ്പൊ എന്താ അവിടെ? അലിയെയും അലിന്റെ ആളുകളെയും അംഗീകരിച്ചു. അലിയും അലിന്റെ ആളുകളും സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പറയാണ്, വേറെ കൂട്ടർ വരും, ഒരു ഖുർആൻ ഓതും, പക്ഷേ അവർ ഖുർആൻ തൊണ്ടക്ക് താഴോട്ട് ഇറങ്ങിയപ്പോൾ ഹൃദയത്തിലേക്ക് പോകൂല. അവരെ കണ്ടാൽ അലിയെ നീ എന്ത് ചെയ്യണം? അവരോട് യുദ്ധം ചെയ്യണം. അവരാരാണ്? റാഫിളയാകുന്നു. ആരാ റാഫിള എന്നാൽ? റാഫിള എന്നുള്ളത് ഷിയാക്കളിലെ ഒരു വിഭാഗത്തിന് അഹ്ലുസുന്നട്ട പേരാണ്. റഫള എന്നാൽ നിഷേധിക്കുക, നിരാകരിക്കുക, നിരാകരിക്കുന്നവർ എന്നാണ്. നിരാകരിക്കുന്നവർ എന്ന് പറയാൻ കാരണം ഷിയാക്കളിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഇന്ന് ഇറാനിൽ, അതുപോലെ തന്നെ സിറിയയിലെ, അതുപോലെ തന്നെ മറ്റ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്നറിയപ്പെടുന്ന ഷിയാക്കളിൽ അധികവും, ഏകദേശം മുഴുവൻ എന്ന് തന്നെ അറിയാം, ഇതൊക്കെ ഇറാനിലുള്ള അതിന്റെ അതേ വിഭാഗക്കാരാണ്.
അവരാണ് അൽ ഇസ്നാ അശരിയ, 12 എന്നാണ്, 12ന്റെ ആളുകൾ. എന്നാൽ 12 ഇമാമുകളാണ് അവർ, പ്രവാചകന്മാർക്ക് ശ്രേഷ്ഠമുള്ള അവരുടെ നേതാക്കന്മാർ. ഈ 12 ഇമാമുകളെ അംഗീകരിക്കുന്നതുകൊണ്ട് ഇസ്നാ അശരിയ എന്നും, അങ്ങനെ ഇമാമുമാരുണ്ട് എന്ന് വാദിക്കുന്നത് കൊണ്ട് ഇമാമിയ്യ എന്നുമൊക്കെ അറിയപ്പെടുന്ന ആളുകൾ. അവരുടെ തന്നെ വേറൊരു പേരാണ് റാഫിള. റാഫിള എന്ന് പറയാൻ കാരണം ഷിയാക്കളിൽ ചെറിയൊരു വിഭാഗം, എന്താണ്, ഒരു സുലൈമാനിയ വിഭാഗം എന്നൊരു വിഭാഗമുണ്ട്. ആ സുലൈമാനിയ വിഭാഗം അവർ സഹാബികളിൽ അബൂബക്കറിനെയും ഉമറിനെയും റളിയല്ലാഹു അൻഹുമാ 2 കൂട്ടരെ അംഗീകരിക്കുന്നു, ഈ 2 ആളെ. എന്നാൽ ബാക്കി എല്ലാ ഷിയാക്കളും അബൂബക്കറിന്റെയും ഉമറിന്റെയും പേര് കേട്ടാൽ ലഅനത്ത് ചെല്ലൽ നിർബന്ധമാകുന്നു, അവർ കാഫിറുകളാകുന്നു എന്ന് പറയുകയും പ്രാർത്ഥിക്കുകയും ലഅനത്ത് നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ആര്? ഈ ഷിയാക്കൾ. അതിനെതിരെ ഈ പറയുന്ന ജാറൂദിയ എന്നാൻ്റെ ഓർമ്മ, ആ വിഭാഗം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവരൊക്കെ അബൂബക്കറിനെയും ഉമറിനെയും എതിർക്കുകയും ശപിക്കുകയും ചെയ്യുന്നു. അവരുടെ ഖിലാഫത്തിനെ എതിർക്കുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഖിലാഫത്തിനെ എതിർക്കുന്നു. ഇത് നിരാകരിക്കുന്നത് കൊണ്ട് അതിനൊക്കെ നിരാകരിക്കുന്നവർ എന്ന അർത്ഥത്തിൽ റാഫിള എന്ന പേരിലും അറിയപ്പെടും. ആ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചത്. ഇവർ റാഫിളകളാണ്, അതായത് ഖിലാഫത്ത് 3 ഖലീഫമാരുടെ ഖിലാഫത്ത് അംഗീകരിക്കാത്തവരാണ്. അപ്പൊ നബി നേരത്തെ തന്നെ ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരെ കണ്ടാൽ നീ അവരോട് യുദ്ധം ചെയ്യണമെന്ന് അലിയോട് തന്നെ നബി പറഞ്ഞിട്ടുണ്ട്. ഇതും മൗദൂഅ ഹദീസാണ്. ഇനി ഷിയ എന്ന വാക്ക് ഇസ്നാ അശരികളുടെ, അതായത് ഇന്ന് ഇറാനിലുള്ള ഷിയകളുടെ ആ വിഭാഗത്തിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അതിൽ ഏതൊക്കെ അർത്ഥത്തിൽ ഉപയോഗപ്പെട്ടു, അവരുടെ ഒരുപാട് നബിയിൽ നിന്ന് അലി, ഹസൻ, ഹുസൈൻ, പിന്നെ അവരുടെ 12 ഇമാമുകൾ, ഇവരിൽ നിന്നൊക്കെ ഉദ്ധരിക്കപ്പെടുന്ന വാക്കുകൾ, ഹദീസുകൾ, ആധാറുകൾ, പിന്നെ അവർ ഉപയോഗിക്കുന്ന സാങ്കേതിക ശബ്ദങ്ങൾ, ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഗറസ ബദ്റത്ത തശയ്യുഅ്, ഷീഈ കക്ഷി, ഷീഇസം അല്ലെങ്കിൽ അലിയുടെ പാർട്ടി എന്നതിന്റെ വിത്ത് പാകിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്നു. വസഖാഹ ഹത്താ നമത് വഅൻ ഐനഅത്, അതിനെ വെള്ളം കൊടുത്ത് നട്ടു വളർത്തിയതും അങ്ങനെ അത് വളർന്നു വലുതാവുകയും അത് കായ്ച്ച് പാകമാവുകയും ചെയ്യുന്നത് വരെ അതിനെ വളർത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് ഷിയാക്കൾ വിശ്വസിക്കുന്നു. അപ്പൊ അതിനെന്ത് വേണം? അവർക്കതിന് അനുകൂലമായ വാചകങ്ങൾ വേണം, സാങ്കേതിക പ്രയോഗങ്ങൾ വേണം, ഹദീസുകൾ ഉണ്ടാക്കണം. ഇതൊക്കെ ഇവരുടെ പണ്ഡിതന്മാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ അറിയപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് ഉസൂലുൽ കാഫി. ഉസൂൽ എന്ന് പറഞ്ഞാൽ ഉസൂലമൊക്കെ അറിയാലോ, അടിസ്ഥാന തത്വങ്ങൾ. ഉസൂലുൽ കാഫി എന്ന് പറയുന്നത് ഇവരുടെ പ്രസിദ്ധനായ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, ഹദീസ് പണ്ഡിതന്മാർ, ഖുർആൻ വ്യാഖ്യാതാക്കൾ, ഈ ഇമാമിങ്ങൾക്കൊക്കെ പുറമെ. അതിൽ കുലൈനി എന്ന് പറയുന്ന ഒരാളുണ്ട്. കുലൈൻ എന്നുള്ള സ്ഥലത്തേക്ക് വരുത്തുന്നത് ഈ തൂസി, കുമ്മി, ബഹ്റാനി എന്നൊക്കെ പറയുന്നതൊക്കെ സ്ഥലത്തിലേക്ക് ചേർത്ത് പറയുമ്പോൾ ബുഖാരി എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിന്റെ പേര് ബുഖാരി എന്നല്ലല്ലോ, ബുഹാറ, പഴയ സോവിയറ്റ് റഷ്യയിലെ ബുഹാറ എന്ന പ്രദേശത്ത് ജനിച്ചവനായതുകൊണ്ടാണ് ഇമാം ബുഖാരിക്ക് ബുഹാറക്കാരൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ പല പണ്ഡിതന്മാരും പിന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് അറിയപ്പെടുന്നു. പിന്നെ അഹ്ലുസുന്നയുടെ കൂട്ടത്തിൽ ഇമാം തബരി, തഫ്സീർ, ഖുർആൻ വ്യാഖ്യാതാവ്, അതേ പേരിൽ ഓൽക്കുണ്ട്. ഇതേ പേരിൽ ഓലെ ആളുണ്ടാക്കിയിട്ടുണ്ട്. കാരണം എന്താ, തെറ്റിദ്ധരിപ്പിക്കാനാണ്. തബരി എന്ന് പറയുമ്പോൾ അഹ്ലുസുന്നന്റെ തബരിയാണ് വിചാരിക്കും, അല്ല, അപ്പുറത്താണ്. അപ്പൊ അത് വേർതിരിച്ച് മനസ്സിലാക്കണം. ഈ പറയുന്ന കുലൈനി എന്നറിയപ്പെടുന്ന ആളുടെ ഉസൂലുൽ കാഫി, ഇനി വരുമ്പോൾ സമയമുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലത്ത് ഈ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കാണാം. ഷിയായിസത്തിന്റെ അടിത്തറ പാകിയ, അതിന്റെ അടിസ്ഥാനം ഉണ്ടാക്കിയ ആളാണ്. അവന്റെ ആ ബുക്കിന്റെ പേരാണ് അതാണ് ഉസൂലുൽ കാഫി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയുടെ ഇമാമത്തുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയത്തിൽ അതിൽ തെളിവുകളുണ്ടോ എന്ന വിഷയത്തിൽ അദ്ദേഹം പിന്നെ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഉസൂലുൽ കാഫിയിലും അതുമായി ബന്ധപ്പെട്ട് കാണാം. അതിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു അധ്യായം, അതിൽ അദ്ദേഹം പറയുന്നത് 13 അധ്യായങ്ങൾ. ഈ 13 അധ്യായങ്ങളിലും ചർച്ച ചെയ്യുന്നത് അലിയാണ് നബിയുടെ പിൻഗാമി. ഈ അലിയെയാണ്, അലിയുടെ കക്ഷികളെ മുസ്ലിങ്ങളാവുകയുള്ളൂ. ഇതിന് 13 അധ്യായങ്ങളിലായി, ആ 13 അധ്യായങ്ങളിൽ 110 ഹദീസ്, 110 ഹദീസുകൾ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ കുലൈനി അദ്ദേഹത്തിന്റെ ഉസൂൽ കാഫി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 228 മുതൽ 286 വരെ പേജുകളിൽ അദ്ദേഹം ഉണ്ടാക്കിയ അല്ലെങ്കിൽ അവരുടെ ആളുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ കോടി കൊടുത്തിട്ടുണ്ട്. അത്രയും ഹദീസ് എന്തിന്? അലിയുടെ ഷിയത്ത്, ആ കക്ഷിയെ സ്ഥാപിക്കാൻ വേണ്ടി. എന്ന് മാത്രമല്ല, ഈ അലിയുടെ കക്ഷി എന്ന് പറയുന്നത് അലിക്ക് മുമ്പേ ഉണ്ട് എന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. സൂറത്ത് സ്വാഫാത്തിലെ 83-ാമത്തെ
ആയത്തിൽ ഇബ്രാഹിം നബി നൂഹിന്റെ കക്ഷിയിൽപ്പെട്ടവനാണ് ആകുന്നു എന്ന് പറഞ്ഞതിനെ എന്ത് ചെയ്തു? ഇബ്രാഹിമിനെ അലിയുടെ കക്ഷിയിലേക്ക് ചേർത്തു. അപ്പോ ആയത്തുകൾ കൊണ്ട് തന്നെ അവർ അതിലേക്ക് തെളിവുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പറയുന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അവരുടെ പണ്ഡിതന്മാർ പറയാൻ അന്നല്ലാഹ അഖദ മീസാഖൻ നബിയ്യീന അലാ വിലായത്തി അലിയിൻ. അലി റളിയല്ലാഹു അൻഹുവിന്റെ വിലായത്ത്, അലിയാണ് നബിയുടെ വലിയാകേണ്ടത്, അലിയാണ് ഖലീഫയാകേണ്ടത് എന്നതുമായി സംബന്ധിച്ച കരാർ എല്ലാ പ്രവാചകന്മാരോടും അള്ളാഹു എടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ, ആദം നബി തൊട്ട് മുഹമ്മദ് നബി വരെയുള്ള എല്ലാ നബിമാരോടും അള്ളാഹു കരാർ വാങ്ങിയിട്ടുണ്ട്. മുഹമ്മദ് നബിന്റെ അനുയായി വലിയ ആരാണ്? അലിയാകുന്നു. അപ്പോ ആദം നബി പണ്ടേ അള്ളാഹു എടുത്തൊരു തീരുമാനം, കരാറാണ്. വഅഖദ അഹദൻ നബിയ്യീന അലാ വിലായത്തി അലിയിൻ വഅന്ന വിലായത അലി മക്തൂബുൻ ഫി ജമീഇ സുഹുഫിൽ അംബിയ. എല്ലാ പ്രവാചകന്മാരോടും ഈ കരാർ വാങ്ങിയിട്ടുണ്ട്. അലിയുടെ വിലായത്തിനെ സംബന്ധിച്ച കാര്യം പ്രവാചകന്മാർക്കൊക്കെ നൽകപ്പെട്ട ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാ നബിമാരും ഇത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ നബിമാരോടും അള്ളാഹു കരാർ വാങ്ങിയിട്ടുണ്ട്. എല്ലാ നബിമാർക്കും അള്ളാഹു കൊടുത്തിട്ടുള്ള ഗ്രന്ഥങ്ങളാകട്ടെ, തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആൻ പോലുള്ള ഗ്രന്ഥങ്ങളാകട്ടെ, ഇനി പ്രവാചകന്മാർക്ക് സുഹുഫി ഇബ്രാഹിം വ മൂസ എന്നാൽ ഇബ്രാഹിം നബിക്ക് നൽകപ്പെട്ട ഏടുകൾ, അങ്ങനെ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട ഏടുകളിലൊക്കെ അലിയെ സംബന്ധിച്ച വാക്കും കരാറുമുണ്ട് എന്നാണ് ഷിയാക്കൾ പറയുന്നത്. ഇനി ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ, ഇതൊക്കെ ഞാൻ ഒറ്റവാക്ക് പറഞ്ഞോണേ ഉള്ളൂ, അതിൽ അലിയെക്കുറിച്ച് അലിന്റെ കക്ഷിയെക്കുറിച്ച് ഷിയത്ത് അലി എന്ന് അഹ്ലുസുന്നന്റെ ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പുറത്ത് ഷാമിലെ ഗവർണറായിരുന്ന പിന്നീട് അലി റളിയല്ലാഹു അൻഹുവും മുആവിയയും തമ്മിൽ ഭരണപരമായ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ തഹ്കീമുണ്ടായി. ആ തഹ്കീമുമായി ബന്ധപ്പെട്ട തഹ്കീം എന്ന് പറഞ്ഞാൽ രണ്ടാളും കൂടി ഖുർആന്റെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള തീരുമാനമാണ്, സന്ധി. അതിനെ എതിർത്തുകൊണ്ടാണ് ഖവാരിജികൾ രംഗത്ത് വന്നത്. അവരാണ് ഖവാരിജികൾ, അലിന്റെ ഖിലാഫത്തിനെതിരെ പുറത്തു വന്ന ആളുകൾ. ഈ കരാറിൽ എഴുതപ്പെട്ട വാക്കിൽ ഷിയത്തു അലി, ഷിയത്തു മുആവിയ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഇവിടെ ഷിയത്തു അലി എന്ന് പറഞ്ഞാൽ അലിന്റെ കക്ഷി ഇവർ പറയുന്ന നബിന്റെ കാലത്തുള്ള കക്ഷിയല്ല, അല്ലെങ്കിൽ നൂഹ് നബിന്റെ കാലത്തെ കരാറെടുത്ത കക്ഷിയല്ല. കാരണം എന്താ, മുആവിയയിലേക്കും ചേർത്ത് ഷിയത്ത് തന്നെ ഉപയോഗിച്ചത്. അപ്പൊ അത് വിഭാഗം മുകളിൽ നമ്മൾ 4 അർത്ഥങ്ങൾ പറഞ്ഞു. ഖുർആനിൽ ഉപയോഗിച്ചതിന്റെ 12 പദങ്ങളിൽ അല്ലെങ്കിൽ 12 സ്ഥലങ്ങളിൽ ഉപയോഗിച്ച് 4 അർത്ഥങ്ങൾ പറഞ്ഞു. അതിൽപ്പെട്ട അഹ്ല്, അസ്ഹാബ് എന്ന അർത്ഥത്തിൽ മാത്രമാണ് അഹ്ലു സുന്നത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഈ കാര്യം ഉപയോഗിച്ചിട്ടുള്ളത്. അതിലൊരുപാട് ഉദ്ധരണികളുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനി ഇമാം മുസ്ലിം ഉദ്ധരിച്ച 746 നമ്പർ ഹദീസ് കാണാം. ഈ ഹദീസിൽ നമുക്കറിയാം, നബിന്റെ അടുക്കൽ 3 ആളുകൾ വന്നു, അല്ലേ? 3 ആളുകളെ കഥ കിട്ടില്ല നിങ്ങൾ? നബിന്റെ വീട്ടിൽ വന്നു, നബിനെ കാണാനില്ല. അപ്പൊ നബി അവിടെ പോയി ചോദിച്ചു, നബി ഇങ്ങനെ പുറത്തു പോയതാണ്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ച് മനസ്സിലാക്കി നബിന്റെ കുടുംബജീവിതം എങ്ങനെയാണ്, നബിന്റെ രാത്രി നമസ്കാരം എങ്ങനെയാണ്, നമുക്ക് നബിന്റെ നോമ്പ് എങ്ങനെയാണ്. അപ്പൊ അവർക്കത് ചെറുതായി തോന്നി, കുറച്ചായി തോന്നി. അപ്പൊ ഞങ്ങൾ കല്യാണം കഴിക്കൂല, ഒരുത്തൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കൂല, മറ്റൻ പറഞ്ഞു ഞാൻ രാത്രി മുഴുവൻ നിസ്കരിക്കും, മറ്റൻ പറഞ്ഞു ഞാൻ പകൽ മുഴുവൻ നോമ്പ് വിൽക്കും. ഈ 3 ആളുകളുടെ സംഭവം ഈ ഹദീസാണ്. അത് 3 ആളുകളുടെ സംഭവം എന്നാണ് കൂടുതലും പറയാറുള്ളത്. പക്ഷെ ആ സംഘത്തിൽ 6 പേരുണ്ടായിരുന്നു എന്ന് മുസ്ലിമിന്റെ ഈ ഹദീസിലും വേറെ ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. റഹ്തു സിത്ത, 6 ആളുകളുടെ സംഘം അതിന്റെ ഹദീസ്. ആ സിത്തത്തു റഹത്ത് അതിലുണ്ടായിരുന്ന ആ സംഭവം പറയുന്ന കൂട്ടത്തിൽ സഅദ് ബിൻ ഹിഷാം എന്ന് പറയുന്ന ഒരാൾ, പിൽക്കാലത്ത് നബിന്റെ ശേഷം സഅദ് ബിൻ ഹിഷാം എന്ന് പറയുന്ന ഒരാൾ ഇസ്ലാമിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. സ്വത്തൊക്കെ വിറ്റു, പെണ്ണുങ്ങളൊക്കെ തലാക്കെല്ലി, അങ്ങനെ യുദ്ധം ചെയ്യാനായിട്ട് ജീവിതം മാറ്റിച്ചിട്ട് വരികയാണ്. അങ്ങനെ മദീനത്ത് വന്നു. മദീനത്ത് വന്നിട്ട് ചില സഹാബികളെ കണ്ടു. അപ്പൊ സഹാബികൾ പറഞ്ഞു, ഇത് ശരിയായില്ല, അങ്ങനെ യുദ്ധത്തിന് പോകേണ്ടതില്ല, നീ അതിന് പുറപ്പെടരുത്. നബി അതിനെ എതിർത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ 3 ആളുകൾ സംഭവം വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പോ ഇയാള് കെട്ടിയ പെണ്ണിനെ, തലാക്കെല്ലിയ പെണ്ണിനെ തിരിച്ചെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ യുദ്ധത്തിന് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. ആ കൂട്ടത്തിൽ ഇബ്നു അബ്ബാസിന്റെ അടുക്ക് ചെന്നു. എന്നിട്ട് നബിന്റെ രാത്രി നമസ്കാരത്തെ കുറിച്ച് ചോദിച്ചു. രാത്രി നമസ്കാരത്തെ സംബന്ധിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ ആൾക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ രണ്ടാമത് ഇബ്നു അബ്ബാസ് പറഞ്ഞു, വിത്രിനെ കുറിച്ച് സഹാബികളിൽ വെച്ച് ഏറ്റവും നന്നായി അറിയുന്നത് ആരാണ്? നബിന്റെ പിന്നാലെ പോയ ഞാനല്ല, നബിന്റെ കൂടെ കടന്നിറങ്ങിയ നബിന്റെ ഭാര്യ ആയിഷയാണ്. ആ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ വേറെ കാര്യം മനസ്സിലാക്കണം. തറാവീഹ് ഇപ്പൊ എത്രയും നിസ്കരിക്കുക? 23 ആകാം, 23 ആകാം, 33 ആകാം, 43 ആകാം, എത്രയും ആകാം, അവസാനം ഒറ്റയായാൽ മതി. ഇങ്ങനെ ചില സലഫി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും ആകാം ഇതും ആകാം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ അപ്പറഞ്ഞ പണ്ഡിതന്മാരെന്നെ എന്ത് പറയുന്നു? ഇതൊക്കെ പറഞ്ഞ പണ്ഡിതന്മാർ പറയുന്നു അഫ്ളൽ 11 ആകുന്നു. നമുക്ക് അഫ്ളൽ വന്നാ പോരെ, അഫ്ളലിന് അപ്പുറത്തേക്ക് പോകണോ? നബി നിസ്കരിച്ച നമസ്കാരം 13 ആണ്, അത് തന്നെ അവിടെ നിസ്കരിക്കാനാണല്ല. ഏത് 11 റക്അത്ത്
4 റക്അത്ത് ഇശാ, 2 റക്അത്ത് സുന്നത്ത്, പിന്നെ ദിക്റ്, 11 റക്അത്ത് തറാവീഹ്. ഇതൊക്കെ കൂടി 13 റക്അത്തും ദിക്റും ദുആയും കൂടി 1 മണിക്കൂറാണ് തീരുന്നത്. 8:00 തുടങ്ങി 9:00 തീരും, 8:15 തുടങ്ങി 9:00 തീരും. ഇതാണ് ഇപ്പൊ എല്ലാ സ്ഥലത്തും സ്ഥിതി. ഇത് തന്നെ നിസ്കരിക്കാൻ കഴിയാത്തവനാണ് പിന്നെ 23-33 കൊണ്ട് ഇതെങ്കിലും മര്യാദ നിസ്കരിച്ചാൽ പോരെ. അപ്പോ അതും ജായിസാണ്, ഇതും ജായിസ് പോട്ടെ. അപ്പൊ ഇവിടെ ഇബ്നു അബ്ബാസിന്റെ വാക്കെന്താ? നബിന്റെ വിത്രിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൾ ആരാ? ആയിഷയാകുന്നു. അതുകൊണ്ട് ഞാനല്ല, നിങ്ങൾ ആയിഷ ബിൻ അടുത്ത് ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സയ്യിദ് ബിൻ ഹിഷാമിനെ ആയിഷ തന്നെ പറഞ്ഞേക്കാൻ. അതുകൊണ്ട് തന്നെ ആയിഷ തന്നെ ഉദ്ധരിക്കുന്ന ഹദീസ് കാണുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ 11 റക്അത്തിൽ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ അതിന് കുറെ ദുർന്യായങ്ങൾ പറയും. അത് ആയിഷ ബീബി കണ്ടത് പറഞ്ഞതാണ്. ആയിഷാവിന്റെ തല്ലാത്തെന്ന് വേറെ നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ നബി ആയിഷാബിനെ നിസ്കരിക്കുമ്പോൾ മാത്രം 11 നിസ്കരിക്കുകയും മറ്റേ ഭാര്യ 11 നിസ്കരിക്കും, അങ്ങനെ കണക്കുണ്ടോ? അപ്പോ ആ ഏറ്റവും വിത്തറിനെ കുറിച്ച്, തറാവീനെ കുറിച്ച്, ഖിയാമുൽ ലൈലിനെ കുറിച്ച്, ഖിയാം റമദാനെ കുറിച്ച് അറിയുന്ന ആയിഷ ബീവിയാണ് പറയുന്നത് 11 നമസ്കരിച്ചിട്ടുള്ളൂ, അതിന്റെ അപ്പുറത്ത് നിസ്കരിച്ചിട്ടില്ല. അവിടെ നിർത്തിയാൽ മതി, അതാണ് അഫ്ളൽ. അങ്ങനെ ഇതിനെക്കുറിച്ച് ഇബ്നു അബ്ബാസിന്റെ നിർദ്ദേശമനുസരിച്ച് ഈ സയ്യിദ് മറ്റൊരാളെ കൂടി കൂട്ടിയിട്ട് ഹക്കീം ഇബ്നു അഫ്ലഹ് എന്ന് പറയുന്ന ഒരാളെ കൂട്ടിയിട്ട് ആയിഷ റളിയല്ലാഹു വീട്ടിൽ പോവുകയാണ്. അപ്പൊ ആയിഷ റളിയല്ലാഹുവിനോട് സംസാരിക്കണം. അപ്പൊ ഈ സയ്യിദ് ഹക്കീമിനോട് പറയാണ്, നീ സംസാരിക്കണം ആയിഷ തന്നെ. കാരണം ആയിഷ റളിയല്ലാഹു അൻഹയെ ആർക്ക് പരിചയമുണ്ട്? ഈ ഹക്കീമിന് അഫ്ലഹിന് പരിചയമുണ്ട്. പക്ഷെ ഈ സയ്യിദിന് പരിചയമില്ല. അവിടെ നീ സംസാരിക്കുക. അപ്പൊ ഹക്കീം പറയാണ്, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, അതിന്റെ കൂട്ടത്തിൽ ഒരു സംഗതി പറഞ്ഞു എന്നേ ഉള്ളൂ, 2 കാര്യം, ആയിഷ ബീബിയും വിത്രും. എന്താ? ഞാൻ സംസാരിക്കൂല. അല്ല, ഹക്കീം പറയാൻ ഞാൻ സംസാരിക്കൂല, നിങ്ങൾ സംസാരിക്കണം. കാരണം ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയെ വിലക്കിയിട്ടുണ്ട്. മറ്റേ സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഹക്കീം പറയാൻ ഞാൻ സംസാരിക്കുകയില്ല. എന്താ കാരണം? ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയെ വിലക്കിയിട്ടുണ്ട്. എന്ത് വിലക്കിയിട്ടുണ്ട്? അൻ തഖൂല ഫീ ഹാതൈനി ശീഅതൈനി ശൈഅൻ. ഈ 2 ശീഅകളെ കുറിച്ച് ഒന്നും പറയരുതെന്ന്. ഏതാ ഈ ശീഅ? ഇവിടെ 2 ശീഅത്ത് ഏതാ? ശീഅത്തു അലി, ശീഅത്തു മുആവിയ. അപ്പോ ആ ഖിലാഫത്ത് കാലത്ത് ഉണ്ടായ അലി റളിയല്ലാഹുവിനെതിരിൽ 2 സഹാബിയാണ്. അലി സഹാബിയാണ്, മുആവിയ സഹാബിയാണ്. മുആവിയന്റെ പേര് കേട്ടാൽ ചില ഇഖ്വാനികളും മറ്റുള്ള ആളുകളും ലഅനത്ത് ചൊല്ലും, അല്ലേ? അലി എന്നറിയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്നറിയും, മുആവിയ എന്നാൽ തെറി പറയും. 2 സഹാബിയാണ്. 2 ആളെ പേര് കേട്ടാലും തർളിയത്തിലാണ് റളിയല്ലാഹു അൻഹു എന്ന് പറയണം. അതാണ് അഹ്ലു സുന്നത്ത് പഠിപ്പിക്കുന്നത്. അപ്പോ ഞാൻ ഈ 2 കക്ഷികളും, ഇവിടെ ഈ 2 കക്ഷി എന്ന് പറഞ്ഞാൽ 2 ആളിലേക്ക് ചേർത്തിട്ടാണ് പറഞ്ഞത്, അല്ലാണ്ട് അലിന്റെ കക്ഷിയെന്നോ അലിന്റെ ആളുകളെന്നോ ഇവർ പറയുന്ന യഥാർത്ഥ മുസ്ലിങ്ങൾ എന്ന അർത്ഥത്തിലോ അല്ല. ഇനി മുആവിയ തന്നെ ഇത് ഉപയോഗിച്ചത് കാണാം, ഒക്കെ ഞാൻ ചുരുക്കുകയാണ്. പിന്നെ ഈ വാക്ക് ഇന്ന് അറിയപ്പെടുന്ന രീതിയിൽ അശ്ശിഅ എന്നത് എന്നാണ് നിലവിൽ വന്നത്, അല്ലെങ്കിൽ ഈ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്? അത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാം. ഒന്ന്, ബഅദ മഖ്തലി അലിയിൻ, അലി റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതിന് ശേഷം. ഇത് നമ്മുടെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടാമതൊരു ചില പണ്ഡിതന്മാർ പറയുന്നത് ബഅദ മഖ്തലി ഹുസൈൻ, കർബലയിൽ ഹുസൈൻ, അലിയുടെ മകനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടതിന് ശേഷമാണ് ഇന്ന് ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥത്തിൽ അശ്ശിഅ എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹുവിന്റെ ആളുകളായ ആ ആളുകൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെട്ടത് എന്നതാണ്. ഇത് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഷിയത്തു അലി എന്ന് പറഞ്ഞാൽ അലിന്റെ കക്ഷിക്കാരല്ല ഇവർ. കാരണം ഇപ്പൊ ക്രിസ്ത്യാനികൾ ഞങ്ങൾ ഈസാ നബിന്റെ അനുയായികളാണ്, ഞങ്ങളുടെ തൗഹീദ് ഇന്നതാണ് എന്ന് പറഞ്ഞാൽ അത് ഈസാ നബിന്റെ പേരിൽ ചേർത്തി പറയാൻ പറ്റുമോ? കാരണം ഈസാ നബി അള്ളാഹുവിന്റെ പ്രവാചകൻ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി വന്നവനാണ്. ഞാൻ അള്ളാഹുവിന്റെ പുത്രനാണെന്ന് ഒരിക്കലും ഈസാ നബി പറഞ്ഞിട്ടില്ല. അപ്പൊ ഈസാ നബി പറയാത്ത കാര്യം പടച്ചുണ്ടാക്കി അതിന്റെ പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കി, അങ്ങനെ ഞാൻ നസ്രാണിയാണ്. നസ്രാണി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഉപയോഗിക്കുന്ന നസ്രാനി എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യാനി അൻസാരികളിൽ പെട്ടെന്ന് ആ നസ്രാനിയാണ്, ഹവാരി നസ്രാണിയാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയാത്തതുപോലെ തന്നെ അലി റളിയല്ലാഹുവിലേക്ക് ചേർത്ത് പറയുന്ന ആളുകൾ അതൊക്കെ അലി അതിന്റെ ഉത്തരവാദിയാണെന്ന് പറയാൻ പറ്റൂല. ഇതുപോലെ അശ്അരിയത്ത് ചേർത്തി പറയുന്നത് പോലെ. അപ്പോ അലി റളിയല്ലാഹു അൻഹു പിന്നെ ഈ പിൽക്കാലത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചു കാലം കഴിഞ്ഞിട്ട് പിന്നെ ഓരോ കാലഘട്ടം കഴിയുമ്പോൾ ഇങ്ങനെ മൂത്ത് ഏതൊരു സംഘടന എങ്ങനെ തന്നെയല്ലോ ഒരു പിളർപ്പുണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ആദർശവും ഒന്നും ഉണ്ടാവില്ല, വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തോ ചെറിയ കാര്യങ്ങളുണ്ട്, അതങ്ങോട്ടും കൂടെ പറയും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് നിലനിൽപ്പിന് വേണ്ടി ആശയപരമായി തല ഉണ്ടാക്കിയെടുക്കുകയാണ്. ഏതൊക്കെ പിളർപ്പുണ്ടോ ഗ്രൂപ്പിസ് ഉണ്ടോ അതൊക്കെ പരിശോധിച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇവരും എന്ത് ചെയ്തു, പിൽക്കാലത്ത് പിന്നെ ആശയങ്ങൾ കെട്ടിപ്പിടിച്ചുണ്ടാക്കി. അതാണ് നേരത്തെ പറഞ്ഞ കുലൈനിന്റെ ഉസൂലുൽ കാഫി, അതുപോലെ തന്നെ കുമ്മിന്റെ പുസ്തകങ്ങൾ, ബെഹ്റാന്റെ പുസ്തകം, ഇതൊക്കെ തൂസി, ഇതൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ അതാ സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ പിൽക്കാലത്ത് ഇതിന്റെ തീവ്രത ഓരോ കാലഘട്ടങ്ങളിൽ കൂടി വന്നു. അപ്പൊ എല്ലാ കാലത്തുള്ള ഷിയാക്കളും ഒരേ തരക്കാരാണെന്ന് പറയാൻ പറ്റൂല. അലി റളിയല്ലാഹു അൻഹു ഇതിന്റെ സ്ഥാപകനാണ് എന്ന് പറയാൻ പറ്റൂല.
അലി റളിയല്ലാഹു അൻഹു ഈ ഷിയത്തിനെ അംഗീകരിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനെ വർഗം വരുമെന്ന് അലിക്ക് അറിയില്ല. ഉണ്ടായ ആളുകൾ അദ്ദേഹം എതിർത്തിട്ടുമുണ്ട്. ഇനി ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ അതിനൊരു കാര്യമില്ലല്ലോ. ഷിയാക്കൾ തന്നെ ആര് പറഞ്ഞാലും ഷിയാക്കൾ തന്നെ പറഞ്ഞു കിട്ടണം. അപ്പോ അത് തന്നെ പണ്ടാരെങ്കിലും പറഞ്ഞത് കേട്ടൊരു കാര്യമല്ല. ഇന്ന് ലോകത്ത് ഷിയ എന്ന വാക്ക് ഉപയോഗിച്ചാൽ അതിൽ പല ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളും അങ്ങനെ പിന്നെ ദശക്കണക്കിന് എണ്ണാവുന്ന വിഭാഗങ്ങളുണ്ട്. പക്ഷേ ഇന്ന് ലോകത്ത് അഷിയ എന്നറിയപ്പെടുന്നത് ആരാണ്? ഈ ഇറാനിലുള്ള ടീമാണ്. കാരണം അവരാരാ? ഈ ഇസ്നാശരിയ 12 ഇമാമിനെ അംഗീകരിക്കുന്ന ആളുകളാണ്. അൽ ഇമാമിയ എന്നോ അല്ലെങ്കിൽ ഇസ്നാശരിയ എന്നോ അല്ലെങ്കിൽ അറാഫിദ എന്നോ ഒക്കെ അറിയപ്പെടുന്ന ഒറിജിനൽ കുഫറും ശിർക്കും വെച്ച് പുലർത്തുന്ന ഷിയാക്കൾ, ഇറാനിലെ ഷിയ അതാണെന്ന് യഥാർത്ഥ ഷിയ. നമ്മുടെ നാട്ടിൽ ഇവിടെ ഗുജറാത്തിൽ നിന്ന് വരുന്ന ഗുജറാത്തി ബോരികൾ, ബുഹ്റ, അറബിയിപ്പിക്കുക ബുഹ്റ, അതിനാണ് മലയാളത്തിൽ ബോറി എന്ന് പറയുന്നത്. അതുപോലെ പ്രത്യേക വേഷം, ആണിനെയും പെണ്ണിനെയും അവരെ വേഷം കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. ജൂതന്മാരെ പോലെ ലോകത്ത് എല്ലായിടത്തും വലിയ വ്യവസായികളാണ് ഇവർ. ആ കോലം കണ്ടാൽ മനസ്സിലാവും. ഇതും ഈ പറയുന്ന ഇന്നത്തെ അറിയപ്പെടുന്ന ഇസ്നാശരിയ, അതായത് ഇറാനി ഷിയാക്കളിലെ ഒരു ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവർ കാഫറുകളാണ് അഹ്ലുസുന്നത്ത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയാര് ഈ ബോറകളെ സംബന്ധിച്ച്, ബോറികളെ കുറിച്ച്. അപ്പോ ഈ ഇസ്നാശരിയ, അതായത് ഇന്നത്തെ ഇറാനിലെ ഷിയന്റെ ആളുകളിൽപ്പെട്ട കുമ്മി, ഹിജ്റ 301 മരണപ്പെട്ട കുമ്മി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഷിയ എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ കക്ഷിയാണ്. വേറെ സ്ഥലത്ത് അദ്ദേഹം പറയാൻ അത് അലി അള്ളാഹുവിന്റെ ഫിർഖത്താകുന്നു. ഫിർഖ നേരത്തെ പറഞ്ഞു, ഷിയത്തിന് ഫിർഖത്ത് എന്ന് ഖുർആനിൽ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അവർ അലിയുടെ കക്ഷികൾ എന്നറിയപ്പെടുന്നു നബിന്റെ കാലഘട്ടത്തിൽ. ശേഷമോ ബിൻഖിതാഇഹിം ഇലൈഹി വൽ ഖൗലി ബിഇമാമത്തിഹി, അലിയിലേക്ക് ചേരുകയും അലിയിലേക്ക് മുറിഞ്ഞു ചേരുകയും അലിയുടെ ഇമാമത്ത് അംഗീകരിക്കുകയും ചെയ്യുന്നുവോ ആരാണവർ? അവർക്കാണ് ഷിയ എന്ന് അറിയപ്പെടുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഷിയാക്കളുടെ വേറെ ഒരു പണ്ഡിതനാണ് മുഹമ്മദ് അൽ ഉഖ്ബരി എന്ന പേരുള്ള അൽ മുഫീദ് എന്ന സ്ഥാനപ്പേരിലാണ്. മുഫീദ് എന്നാൽ ഫായിദ് നൽകുന്ന ആളെന്നാണ് അവളുടെ പേരാ മുഫീദ്. ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ മാതിരി ഓലക്കൂട്ടത്തിൽ സ്ഥാനപ്പേരാണ് മുഫീദ് എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് അൽ ഉഖ്ബരി. അദ്ദേഹം എഴുതിയതായി കാണാം, അമീറുൽ മുഅ്മിനീന്റെ അനുയായികളാണ് ആര്? ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹു അലി പിന്നെ ഖലീഫയായത് അല്ലെങ്കിൽ അദ്ദേഹത്തെ അംഗീകരിക്കേണ്ടത് എങ്ങനെയാണ്? അലാ സബീലിൽ വലാഇ വൽ ഇഅ്തിഖാദി ലി ഇമാമത്തിഹി ബഅദർ റസൂൽ, നബിക്ക് ശേഷം നബിയുടെ പിന്മുറക്കാരനാകേണ്ടത്, വലിയാകേണ്ടത് അലിയാകുന്നു. ആ നിലക്ക് മനസ്സിലാക്കിക്കൊണ്ടും അത് വിശ്വസിച്ചുകൊണ്ടും. അപ്പോൾ നബിയുടെ പിൻഗാമി അബൂബക്കർ, ഉമർ, ഉസ്മാൻ ഒന്നുമില്ല റളിയല്ലാഹു അൻഹു. നബിയിൽ തട്ടിയെടുത്തതാണ് ഇവർ മൂന്നാൾക്കാരും. അതുകൊണ്ട് നബിയുടെ നേരെ പിൻഗാമി ആകേണ്ടത് അലിയാണ്. അതുപോലെ തന്നെ വസിയത്തിന്റെ ഒരു വിശ്വാസമുണ്ട്. അതായത് നബി വസിയത്ത് ചെയ്തിട്ടുണ്ട്, എന്റെ പിൻഗാമിയാകേണ്ടത് അലിയാണ്. അപ്പൊ ആ വിശ്വാസപ്രകാരവും അള്ളാഹു കൽപ്പിച്ചതനുസരിച്ചും നബിയുടെ വസിയത്തനുസരിച്ചും അലിയാകുന്നു ഇമാമാകേണ്ടത്. പിന്നെ ആർക്ക് വേണം? അതിനുശേഷം അലിയുടെ ആലിലും സന്താനങ്ങളിലും ഉണ്ടാകണം. അപ്പൊ അലി ഖലീഫ ആയില്ലേ എന്ന് ചോദിക്കും. ആ ഖിലാഫത്ത് പോരാ, നബിയുടെ തൊട്ട് പിറകെ, അതാണ് ബിലാ ഫസ്ലിൻ, ഇടയ്ക്കൊരു ഗ്യാപ്പില്ലാതെ. ഇവിടെ ഗ്യാപ്പ് വന്നു. ഏതാ? അബൂബക്കർ, ഉമർ, ഉസ്മാൻ. അപ്പൊ സുന്നികൾ എതിർത്തു. ആ ഗ്യാപ്പ് സുന്നികൾ ഉണ്ടാക്കിയെന്നാ അവരുടെ വാദം. ആ ഗ്യാപ്പില്ലാതെ തന്നെ നബിയുടെ പിൻഗാമിയാകേണ്ടവനായിരുന്നു. അതുകൊണ്ടാണ് അലിക്ക് മുന്നേയുള്ള ഇമാമത്തിനെ നിഷേധിക്കണം എന്നാണ് അബൂബക്കറിനും ഉമറിനും ഉസ്മാനെ അംഗീകരിക്കാൻ പാടില്ല, അവനെ ചെയ്യാവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് നിർവചനങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സാമ്പിളിന് ഒന്ന് മതി, സമയമല്ല. ഇനി ഒരു കാര്യം കൂടി, ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ച നജ്ഫ്, ഇറാഖിലെ സ്ഥലമല്ലേ നജ്ഫ്? അല്ലെ ഇറാനല്ലേ? ഇറാഖ് അല്ലെ? ഇറാഖിലെ നജ്ഫ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള അബ്ദുൽ ഹുസൈൻ അൽ അമീനി എന്ന് പറയുന്ന റാഫിളിയാക്കളിൽപ്പെട്ട ഒരാൾ 12 വാള്യങ്ങളിലായി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. 12 വാള്യങ്ങളിലായി ഒരു പുസ്തകം. ആ 12 വാള്യങ്ങളിൽ എഴുതിയ പുസ്തകത്തിന് അദ്ദേഹം പേരിട്ടത് അൽ ഗദീർ എന്നാണ്. ഹദീസുൽ ഗദീർ, ഗദീറിന്റെ ഹദീസ് എന്നൊരു ഹദീസുണ്ട്. ഗദീർ എന്നത് ഒരു വെള്ളത്തടാകത്തിന്റെ പേരാണ്. നബിന്റെ കാലഘട്ടത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിന് പോകുന്ന ഇടക്ക് ആ ഗദീർ എന്ന് പറയുന്ന തടാകത്തിന്റെ അടുക്കൽ വെച്ച് അലി റളിയല്ലാഹുവിനെ വിളിച്ച് ചില കാര്യങ്ങൾ ഏൽപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അതാണ് ഹദീസ് ഗദീർ. ഈ ഹദീസിന്റെ ബേസിൽ ഈ പറയുന്ന ആധുനികനായ ഈ റാഫിളി അബ്ദുൽ ഹുസൈൻ
കണ്ടോ, പേരെന്താ? അബ്ദുള്ള എന്നല്ല, അബ്ദുൽ ഹുസൈൻ. ഇത് ഷിയാക്കളുടെ അബ്ദുൽ നബി എന്ന് ഷിയാക്കൾക്ക് പേരാണ്. അബ്ദുൽ നബി, അബ്ദുൽ ഹുസൈൻ, ഹുസൈൻ്റെ അടിമാൻ, ഷിർക്കിന്റെ പേരാണ്. ഈ അബ്ദുൽ ഹുസൈൻ 12 വാള്യത്തിൽ പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ ഒരുപാട് ഹദീസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഹദീസ് ഇതൊക്കെ സംസാരം എന്തിനെ കുറിച്ചാ? നബി പറഞ്ഞ ഹദീസിനെ പിടിച്ചിട്ട് അതൊക്കെ അലിന്റെ വിലായത്തുമായി ബന്ധപ്പെട്ടതാണ്, വസിയത്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന്. അപ്പോൾ 12 വാള്യത്തിൽ വരെ ഇത് സ്ഥാപിക്കാൻ വേണ്ടി ഇവർ പുസ്തകം എഴുതിയിട്ടുണ്ട്. നേരത്തെ ഒറ്റ ബുക്കിൽ 6 ബാബിൽ 110 ഹദീസ് കൊണ്ടുവന്നത് നേരത്തെ പറഞ്ഞു. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു, എല്ലാ കാലഘട്ടത്തിലും ഷിയാക്കൾ ഒരേപോലെ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷിയ എന്ന് കേൾക്കുമ്പോൾ ഒക്കെ കാഫറാണ് എന്ന് പറയാൻ പറ്റില്ല. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇമാം ബുഖാരി അടക്കം തശയ്യു, ഷിയ ചായ്വുള്ള അല്ലെങ്കിൽ ഷിയായിസമുള്ള ആളുകളിൽ നിന്ന് ഹദീസ് സ്വീകരിച്ചിട്ടുണ്ട്. അതെന്താ കാര്യം? ഇന്നത്തെ കുഫറിന്റെയും ഷിർക്കിന്റെയും തശയ്യ അല്ല, അങ്ങനത്തെ ആളുകളല്ല. പക്ഷേ അലിന്റെ ആളുകൾ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ അലിയെ സംബന്ധിച്ച് ചില തെറ്റായ ധാരണകളും വിശ്വാസങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ്. പക്ഷെ കള്ളന്മാരോ കളവ് പറയുന്നവരോ അലി റബ്ബാണെന്നോ ഇലാഹാണെന്നോ പറയുന്നവരോ അബൂബക്കറിനെയും ഉമറിനെയും ഉസ്മാൻ റളിയല്ലാഹുവിന്റെയും ഖിലാഫത്ത് എതിർക്കുന്നവരോ അവ ശപിക്കുന്നവരോ ഒന്നുമല്ല. എന്നാൽ അലിയോടുള്ള ആ ആദ്യ കാലഘട്ടത്തിൽ അലിയോടൊരു ചായ്വുള്ള ആളുകൾ, അത്തരം ആളുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യകാലത്തുണ്ടായ ഷിയാക്കൾ എന്ന് പറയുന്നത് യുഖദ്ദിമൂൻ അലിയൻ അലാ ഉസ്മാൻ. അബൂബക്കറും ഉമറും കഴിഞ്ഞാൽ ഉസ്മാൻ അല്ല, അലി റളിയല്ലാഹു അൻഹു അദ്ദേഹമായിരുന്നു ഖലീഫയാകേണ്ടത്. അപ്പോൾ ഉസ്മാനെ എതിർത്ത് അബൂബക്കറിനെ ഉമറിനെ അംഗീകരിച്ച് പിന്നെ വരേണ്ടിയിരുന്നത് അലിയാണ് എന്ന് പറയുന്നത്. ഓലും എന്താ, അവരും ഷിയത്ത് അലി എന്നറിയപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷിയാക്കൾ പല കക്ഷികളായി. ഇന്ന് ലോകത്ത് കാണുന്നതൊക്കെ ഷിയ എന്ന പേരിൽ അറിയപ്പെട്ടാൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. എല്ലാവരും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്, ഒക്കെ ഒരൊറ്റ മുഖമൂടി അണിഞ്ഞ, തശയ്യുഇന്റെ മുഖമൂടി അണിഞ്ഞ ആളുകളാണ്. ഏത് ഷിയ പേരുള്ളതാണെങ്കിലും അവരൊക്കെ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും ശത്രുതയുള്ള, അതിനെതിരിൽ കുതന്ത്രം കാണിക്കുന്ന ആളുകളൊക്കെ മറയായി സ്വീകരിച്ച, മുഖമൂടിയായി സ്വീകരിച്ചത് തശയ്യു എന്ന പേരാണ്. അപ്പൊ എല്ലാ ഇസ്ലാമിന്റെ ശത്രുവിനും കീറിക്കൂടാൻ പറ്റിയ ഒരിടമാണ് ഷിയ. അപ്പൊ ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകളൊക്കെ അതിൽ കീറിക്കൂടുന്നു. അങ്ങനത്തെ ഒരു പ്രസ്ഥാനമായി മാറി. അതുകൊണ്ട് തന്നെ അവർ ഈ പറയുന്ന സഹാബികളെയും എല്ലാവരെയും അവർ എതിർക്കുന്നു. സഹാബത്തിന്റെ കാലഘട്ടത്തിലും അതിന്റെ അടുത്ത കാലഘട്ടത്തിലുമൊക്കെ ഈ പറയുന്ന കടുത്ത ശീസമുള്ള ആളുകൾ, അവർ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കുറിച്ച്, അതുപോലെ തന്നെ അലിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും മറ്റുമായ സുബൈർ, ത്വൽഹ, പിന്നെ അലിന്റെ എതിരിലാണ് മുആവിയ, എതിരിൽ ഭരണപരമായ പ്രശ്നങ്ങളുണ്ടായത് മുആവിയ, ഇങ്ങനെയുള്ള അലിയോട് യുദ്ധം ചെയ്തവരിൽപ്പെട്ട ആരൊക്കെയുണ്ടോ ഈ ആളുകളെ ഒക്കെ എതിർക്കുന്നവർ, അവരും എന്ത് പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട്? ഷിയത്ത് അലി എന്നറിയപ്പെട്ടിട്ടുണ്ട്. ഇവർക്കൊന്നും എന്ത് വിശ്വാസമല്ല, ഈ പറഞ്ഞ ഇമാമിയത്ത് വാദോ മറ്റൊന്നുമില്ല. എന്നാൽ നമ്മുടെ കാലഘട്ടത്തിൽ അറിയപ്പെടുന്നത് മുഴുവൻ എന്താണ്? ഈ സഹാബികളെ മുഴുവൻ കാഫറാക്കുന്ന, പിഴച്ച, നബിയുടെയും സഹാബത്തിന്റെയും അള്ളാഹുവിന്റെയും തന്നെ പേരിൽ വ്യാജ വാർത്തകൾ കെട്ടിയുണ്ടാക്കുന്ന ഷിയാക്കളാണ്. ഇപ്പൊ നമ്മളിവിടെ നോട്ടീസ് കൊടുത്ത എന്താ? അഹ്ലുസുന്നയും ഷിയക്കളും എവിടെ വേർതിരിയുന്നു? തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞതിലൊക്കെ അഹ്ലുസുന്നയും ഷിയാക്കളും തമ്മിൽ വേർതിരിയുന്നു. അപ്പൊ ഇവർക്ക് വേണ്ടിയാണോ കുനൂത്ത് ഓതേണ്ടത്? അത് എതിർത്തതിനെയാണോ പിന്നെ ചീത്ത പറയേണ്ടത്? അല്ലേ? സലഫികൾ എന്ന് പറഞ്ഞാൽ ജൂതന്മാരാണ്. എന്താ കാര്യം? ഖാംനൈക്ക് വേണ്ടി ഖാംനൈ രക്തസാക്ഷിയാണ് എന്ന് പറഞ്ഞില്ല, അതാ കാരണം. സലഫികൾ ജൂതന്മാരാണ്, ഇസ്രായേലിന്റെ ആൾക്കാരാണ്, നെതന്യാഹുവിന്റെ ആളുകൾ. ഇതൊക്കെ എഴുതി വിട്ടത്, അവിടെ എഴുതി വിടുന്നത് പറയുന്നതും. അതുപോലെ പറഞ്ഞോട്ടെ, നമുക്ക് നോക്കേണ്ടതില്ല. ഇനി ഷിയായിസത്തിന്റെ എന്ന് തുടങ്ങി അതിന്റെ താഴ്വേര് നോക്കിയാൽ നമുക്ക് കാണാം, അത് ഉസൂലുൽ കാഫി എന്ന് പറയുന്ന കുലൈന്റെ പുസ്തകം അബുൽ ഹസനിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. വിലായത്തു അലി മക്തൂബത്തുൻ ഫി ജമീഇ സുഹുഫിൽ അംബിയ. നേരത്തെ നമ്മൾ പറഞ്ഞു, എല്ലാ പ്രവാചകന്മാരുടെ ഏടുകളിലും അലി റളിയല്ലാഹു അൻഹുവിന്റെ വിലായത്തിനെ കുറിച്ച്, കക്ഷിയെക്കുറിച്ച് മാത്രമല്ല, അലിയാണ് നബിയുടെ വലിയാകേണ്ടത് എന്ന് എല്ലാ ഗ്രന്ഥങ്ങളിലും, അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിലും എഴുതപ്പെട്ടിട്ടുണ്ട്. പിന്നെയോ ഖുർആനിലെ ഒരു ആയത്ത് കാണാം, വലഖദ് അഹിദ്നാ ഇലാ ആദമ മിൻ ഖബൽ ഫനസിയ വലം നജിദ് ലഹു അസ്മാ. ആദമിനോട് നാം ഉപദേശം നൽകി, നിർദ്ദേശം കൊടുത്തു, കൽപ്പന കൊടുത്തു മുമ്പ്. പക്ഷേ ആദം മറന്നു കളഞ്ഞു. ആദമിന് ഒരു ദൃഢനിശ്ചയം നാം കണ്ടില്ല. ആദം നബിയെ കുറിച്ച് അള്ള പറയാണ്. കാരണം എന്താ? ആ മരത്തുനിന്ന് പഴം തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞത് ആദം നബി മറന്നുപോയി, അങ്ങനെ പഴം തിന്നു.
അതിനെക്കുറിച്ച് ഇവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് അഹിദന ഇലൈഹി ഫി മുഹമ്മദിൻ വൽ അഇമ്മത്തി മിൻ ബഅദിഹി ഫതറക വലം യകുൻ ലഹു അസ്മുൻ. അഹിദന ഇലൈഹി ഫി മുഹമ്മദ് നബിന്റെ കാര്യത്തിലും മുഹമ്മദ് നബിക്ക് ശേഷം വരുന്ന ഇവരുടെ ഇമാമുകളെ കുറിച്ചും ആദമിനോട് നമ്മൾ ഉപദേശം കൊടുത്തിരുന്നു. ആര്? അല്ലാഹ്. ആരെക്കുറിച്ച്? നബിന്റെ ശേഷം അലിയാണ്, പിന്നെ ഇമാമിങ്ങളാണ് വരേണ്ടതെന്ന് ആദമിന് നിർദ്ദേശം കൊടുത്തിരുന്നു. പക്ഷേ ആദം അത് മറന്നു എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഇതൊക്കെ വല്ല തഫ്സീറിൽ എഴുതിച്ച. ഇവരുടെ വാദങ്ങൾ വിട്ട് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരുടെ വാക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും, ഷിയായിസം എന്നൊരു സംഗതി ഒരു സുപ്രഭാതത്തിൽ മുട്ടിപ്പൊളച്ചതല്ല. ഒരു പാർട്ടി, ഒരു ഗ്രൂപ്പ് ഉണ്ടാകുന്നത് പോലെ. മറിച്ച് ഇന്ന ഷിയ കഫിക്രിൻ വഅഖീദത്തിൻ ലം തൂലദ് ഫജ്അ, പെട്ടെന്നുണ്ടായ ജനിച്ചു വീണ ഒരു കുഫറിന്റെയും അഖീദയുടെയും കക്ഷിയല്ല. മറിച്ച് അത് കാലങ്ങളെടുത്ത് ഘട്ടം ഘട്ടമായി വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു വന്നതാകുന്നു. അപ്പൊ എന്തുണ്ടാവും? ഓരോ ഘട്ടങ്ങളിലും അതിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒന്നാമത്തെ നിർമ്മാതാവ് ആരാ? അള്ളാഹു ആണോ? അല്ല. ആദം നബി എന്നുള്ള പ്രവാചകന്മാരാണോ? അല്ല. മുഹമ്മദ് നബിയാണോ? അല്ല. അലി റളിയല്ലാഹു ആണോ? അല്ല. ഷിയായിസം ഉണ്ടാക്കിയത് അബ്ദുല്ലാഹിബ്നു സബ എന്ന് പറയുന്ന ജൂതനാകുന്നു. അബ്ദുല്ലാഹിബ്നു സബ എന്ന് പറയുന്ന ജൂതൻ. അതുകൊണ്ടാണ് ഷിയായിസം എന്ന് പറയുന്നത് ജൂത സൃഷ്ടിയാണ്, ജൂതന്മാരുണ്ടാക്കിയതാണ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇറാൻ ഇസ്രായേലിനെ അവരുടെ നാട്ടിൽ കൊണ്ടുപോയി ബോംബിടുന്നത് വരെ ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചിട്ടില്ല. ഇപ്പോഴുള്ള പ്രതികരണം ഇസ്ലാമിനെയോ ഔലുസുന്നയോ അറബികളെയോ സംരക്ഷിക്കാനല്ല, അവർക്ക് അടി കിട്ടിയപ്പം തിരിച്ചു കൊടുക്കാന്നേ ഉള്ളൂ. അത് ഇസ്ലാമിനുള്ള കൂറല്ല. കാരണം ജൂതന്മാരുണ്ടാക്കിയതാണ്. ആരെ? ഷിയായിസത്തെ. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? അബ്ദുല്ലാഹിബ്നു സബ. ഇതിന് ഒരുപാട് തെളിവുകളുണ്ട്, ഖുർആനുമായി ബന്ധപ്പെട്ട തെളിവുകളുണ്ട്. ഇതൊക്കെ ആരാ? നമ്മളാരും പറയണല്ല. ഇവരുടെ ഗ്രന്ഥങ്ങളിൽ, ജൂതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച കാഫി, നേരത്തെ പറഞ്ഞ ഉസൂലുൽ കാഫി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അബൂ അബ്ദില്ല എന്നിവർ പറയുന്നത് അവരുടെ ഇമാമിങ്ങളിൽ 5ാമത്തെ 6ാമത്തെ ആളായ ജഅഫർ സാദിഖ് എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനാണ്. അദ്ദേഹം നബിന്റെ പരമ്പരയിൽപ്പെട്ട ആളാണ്. അയാൾ പിന്നെ കള്ളവാർത്ത ഉണ്ടാക്കുന്നവനോ അല്ലെങ്കിൽ ഈ വാദമുള്ളവനല്ല. പക്ഷെ അദ്ദേഹത്തെ അവർ ഇമാമായി പ്രഖ്യാപിച്ചു. അതുകൊണ്ടാണ് ജഅഫർ സാദിഖ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ജഅഫർ സാദിഖിന്റെ പേരിൽ കൊട്ടക്കണക്കിന് കള്ള ഹദീസുകളും തഫ്സീറുകളും വ്യാഖ്യാനങ്ങളും വാക്കുകളും ഉണ്ടാക്കിയിരുന്നു. കാരണം എന്താ? ഇവർക്ക് അസ്ഥിവാരം ഉണ്ടാക്കാൻ. അപ്പൊ അവർ നുണ പറയുന്നു. അതുകൊണ്ട് തന്നെ ജഅഫർ സാദിഖ് പറഞ്ഞു എന്ന് എവിടെങ്കിലും കണ്ടാൽ വിശ്വസിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാരൊക്കെ അറിയുന്നത് ബി സഅമിഹിം എന്ന് എഴുതി കാണാം. അവർ പറയുന്നതനുസരിച്ച് ജഅഫർ സാദിഖ് പറഞ്ഞതായി അവരെന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഈ പറയുന്ന അവരുടെ ഇമാമിങ്ങളിൽ ഒരാളായ ജഅഫർ സാദിഖ് എന്ന അബൂ അബ്ദില്ല എന്നറിയപ്പെടുന്ന ആള് പറഞ്ഞിരിക്കുന്നു, വ ഇന്ന ഇൻദനാ ലമുസ്ഹഫ് ഫാത്തിമ അലൈഹിസ്സലാം. നമ്മുടെ കയ്യിലുള്ള ഖുർആനല്ല. ഇപ്പൊ ഈ അടുത്ത് ഇന്നലെ മെനിയാന്നോ അബ്ദുൽ അസീസ് പൊന്മുണ്ടം, ഈ അബ്ദുൽ അസീസ് പൊന്മുണ്ടം എഴുതിയ നീണ്ട കുറിപ്പാണ്. 2 കുറിപ്പ് കൊണ്ട് തന്നെ ഒന്ന് വേറെ അറിയില്ല. ഏതായാലും അതിലേതൊരു കുറിപ്പിൽ അവസാനത്തിലുണ്ട് ഇറാനിലെ ഷിയാക്കൾക്ക് ഇങ്ങനെ ന്യായീകരിക്കാൻ. ആ കൂട്ടത്തിൽ നമ്മുടെ ഖുർആൻ അല്ലാത്തൊരു ഖുർആൻ ഷിയാക്കൾക്കുണ്ട് എന്ന് ഈ സലഫികൾ പറയുന്നു. വാചകം അതല്ലട്ടോ, ഇനി നമുക്ക് കെട്ടിപ്പിടിക്കേണ്ട, ആശയം പറയാൻ എഴുതിയത്. എന്നാൽ ഇറാനിൽ ഇന്നും പ്രിന്റ് ചെയ്ത് ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന അതേ ഖുർആൻ തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ആ വാദം ശരിയാകാൻ? എന്നാ കേട്ടോ, ആ പറയുന്ന പൊന്മുണ്ടം കേൾക്കാനാണ്. ഏത് പൊന്മുണ്ടാണെങ്കിൽ അല്ലെങ്കിൽ എഴുതി ഇഖ്വാനി ഏതോ അവൻ. വ ഇന്ന ഇൻദനാ ലമുസ്ഹഫ് ഫാത്തിമ, ഉസൂലുൽ കാഫിയിൽ കുലൈനി എഴുതാൻ, നമ്മുടെ കയ്യിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മുസ്ഹഫ് ഉണ്ട്. അബുൽ ബസീർ എന്നാണ് ഈ റിപ്പോർട്ടറാണ്, ബല ഹദീസിന്റെ റിപ്പോർട്ടർ, ബല വലിയ ഇമാമാണ്, നേതാവാണ് അബു ബസീർ. അദ്ദേഹം പറയാണ്, ഖുൽതു വമാ മുസ്ഹഫ് ഫാത്തിമ. അപ്പൊ ജഅഫർ സാദിഖിനോട് ഈ അബു ബസീർ ചോദിച്ചു, എന്താണ് ആ മുസ്ഹഫ്, ഫാത്തിമന്റെ മുസ്ഹഫ് എന്നാണ്. ഫാത്തിമ നബിന്റെ മകൾ, ഫാത്തിമ അലിന്റെ ഭാര്യ റളിയല്ലാഹു അൻഹു. മുസ്ഹഫ് ഫാത്തിമ എന്ന് പറഞ്ഞാൽ ഫീഹി മിസ്ലു ഖുർആനിക്കും ഹാദാ സലാസ മർറാത്ത്. ഫാത്തിമന്റെ മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഖുർആനിന്റെ 3 ഇരട്ടിയാകുന്നു. അപ്പൊ നമ്മളെ ഖുർആനുള്ളതിന്റെ 2 ഇരട്ടി കൂടി വേറെ ഉള്ളൊരു ഖുർആനുണ്ട്. ആ ഖുർആൻ അണ്ടർഗ്രൗണ്ട് കിടക്കുന്ന സിർദാബില് അണ്ടർഗ്രൗണ്ട് കിടക്കുന്ന ഇനി വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആ ഇമാമിന്റെ കയ്യിലാകുന്നു. അതിൽ നേരത്തെ പറഞ്ഞ അത്ര ആയത്തുകളുണ്ട്. 6,000 ചില റിപ്പോർട്ടനുസരിച്ച് 17,000 ആയത്തുകളുണ്ട്. അപ്പൊ 6,000 കൂട്ടിയാൽ തന്നെ എന്തായി? നമ്മുടെ ഖുർആനുള്ളതിന്റെ 3 ഇരട്ടി അപ്പുറത്തുണ്ട്. 3 അപ്പോ ആ മുസ്ഹഫ് നമ്മുടെ കയ്യിലുണ്ട്. വല്ലാഹി മാ ഫീഹി മിൻ ഖുർആനിക്കും ഹർഫുൻ വാഹിദുൻ. നിങ്ങളുടെ കയ്യിലുള്ള ഖുർആനിൽ നിന്ന് ഒരായത്ത് പോലും ആ ഫാത്തിമന്റെ മുസ്ഹഫിലില്ല. അപ്പൊ നമ്മൾ ഓതുന്ന ഖുർആനിലുള്ള 2200 ചില്ലാനും ആയത്തുകളിൽ ഒരായത്ത് പോലും ഇല്ലാത്ത
വേറെ 6000 ചില്ലാനും ആയത്തുകളുള്ള ഖുർആൻ ഫാത്തിമന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇത് വ്യാജ ഖുർആനാകുന്നു. സമയം കുറഞ്ഞുകൊണ്ടാണ്. ഇത് എന്റെ കയ്യിലുള്ള പുസ്തകം അസ്സൗറത്തുൽ ഈറാനിയ്യ ഫി മീസാനിൽ ഇസ്ലാം. ഇതിൽ ഉറുദുവിലുണ്ട്. ഈ പുസ്തകം ഉറുദുവിൽ എഴുതിയ പുസ്തകമാണ്. ആ ഉറുദുവിൽ എഴുതിയ പുസ്തകത്തെ ഡോക്ടർ സമീർ അബ്ദുൽ ഹമീദ് ഇബ്രാഹിം എന്ന് പറയുന്ന ആൾ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഇത് വേറെ ആരും എഴുതിയല്ല, നമ്മുടെ ഇന്ത്യക്കാരനായ, നമ്മുടെ ഈ ഗുജറാത്തിലല്ലാത്ത അതിൻ്റെ അടുത്ത് രാജസ്ഥാനിൽ അവിടെയുള്ള ആ സ്ഥലം ഞാൻ മറന്നുപോയി, ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ. അദ്ദേഹം പിന്നെ എഴുതിയ പുസ്തകമാണ് ഇത്. മുഹമ്മദ് മൻസൂർ നൊഴമാനി, മൻസൂർ എന്നുള്ള ഉറുദുക്കാരെ മൻസൂർ എന്ന് പറയും, മൻസൂർ നൊഴമാനി അഹ്ലുസുന്നയുടെ പണ്ഡിതനാണ്, സലഫി അല്ല, പക്ഷെ തൗഹീദുള്ള മനുഷ്യനാണ്. ആ മൻസൂർ നൊഴമാനി എഴുതിയ ഇതിന്റെ ഇപ്പൊ അതാ ഇറാനിലെ വിപ്ലവം, ഇസ്ലാമിക തുലാസിൽ, ഇതാണ് ബുക്കിന്റെ പേര്. ഇത് ഞാൻ ലക്നോ നെതുവയിൽ പഠിക്കുന്ന കാലത്ത് അന്ന് മാസത്തിൽ 30 ഉറുപ്പ്യ സ്റ്റൈപ്പൻഡ് കിട്ടുന്നുണ്ട്. എത്ര? 30,000 അല്ല, 30 ഉറുപ്പിക. ബാപ്പ 100 ഉറുപ്പ്യ അയച്ചു ഒരു മാസത്തെ ചെലവിന്. 2 നേരം 2 തന്തൂരി ഇട്ടും ബാക്കിയുള്ള ഭക്ഷണത്തിനും മറ്റു ചെലവിനും കൂടെ ഇട്ട് 100 ഉറുപ്പ്യ ബാപ്പ അയച്ചു തരും. അവിടെ തന്നെ പട്ടിണി മാറൂല. പക്ഷെ ഈ 30 ഉറുപ്പ്യ ഞാൻ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് കൊല്ലാകുമ്പോൾ അതിന് മുഴുവൻ പുസ്തകം വാങ്ങും. അങ്ങനെ അവിടുന്ന് ചില്ലറ പൈസക്ക് ഈ ലക്നോ നദ്വന്റെ ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങിയ പുസ്തകം ഇത്. അതൊക്കെ നിങ്ങൾ വായിച്ച ഉറുദു വരുന്ന ആൾക്കാർക്ക് ഇത് മലയാളത്തിൽ ചിലപ്പോൾ അങ്ങനെ പുസ്തകം കിട്ടില്ല. ഇതിന്റെ ഉറുദു ഉണ്ട്, ഉറുദു വാങ്ങി പഠിക്കണം. ഇതിൽ വിശദീകരിക്കുന്നുണ്ട് ഇവർ കൊടുത്തിട്ടുള്ള ദുർവ്യാഖ്യാനങ്ങൾ. അതുപോലെ തന്നെ ഫാത്തിമ മുസഫിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് വിശദീകരണങ്ങൾ ഇതിൽ കൊടുത്തു കാണാം. അപ്പൊ അതിന്റെ ചുരുക്കം മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ എന്താ ഇവരുടെ വിശ്വാസം? ഈ ഖുർആനല്ല, നമ്മുടെ കയ്യിലുള്ള ഖുർആനല്ല, ഇതല്ലാത്തൊരു ഖുർആൻ ഉണ്ട് എന്നതാണ്. ആ നിലക്ക് അവർ ഖുർആൻ നടത്തിയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ആയത്തന്നെ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ആയത്തുകളിൽ അലിന്റെ പേര് കൂട്ടിച്ചേർത്തുക, അങ്ങനെയുള്ള ആയത്തുകൾ കാണാം. ഉദാഹരണത്തിന് ഒറ്റ ഉദാഹരണം വായിക്കാം. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമ. നമുക്കൊക്കെ അറിയണ ആയത്താണ്, എല്ലാവരും മിക്ക വെള്ളിയാഴ്ച കേൾക്കുന്ന ആയത്താണ്. ആ ആയത്ത് ഇവർ പറയുന്ന ഖുർആനിൽ ഇവരുടെ വാദമനുസരിച്ച് ആ ആയത്ത് ഇറങ്ങിയത് വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫീ വിലായത്തി അലിയിൻ വൽ അഇമ്മത്തി മിൻ ബഅദിഹി ഫഖദ് ഫാസ ഫൗസൻ അലീമ. അപ്പൊ എന്താ? അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുകയും ഇവരെഴുതിണ്ടാക്കിയ എന്താ? പിന്നെ അലിയുടെ വിലായത്തിന്റെ കാര്യത്തിൽ അള്ളാഹിനെ റസൂലിനെ അനുസരിക്കേണ്ടത് ഏത് കാര്യത്തിലാ? അലിയുടെ വിലായത്ത്, അലിയാണ് നബിയുടെ വലിയാകേണ്ടത് എന്ന കാര്യത്തിലും അലിക്ക് ശേഷം ഉള്ള 12 ഇമാമുകളുടെ കാര്യത്തിലും ആര് അള്ളാഹുവിനും റസൂലിനെയും അനുസരിക്കുന്നുവോ അവൻ മഹത്തായ വിജയം നേടിയിരിക്കുന്നു. കണ്ടോ? ആയത്ത് തിരുത്തുക. പിന്നെ ഈ പറയുന്ന കാര്യത്തെ സംബന്ധിച്ച് അവരുടെ കയ്യിലുള്ള ഖുർആൻ എണ്ണം ഇതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 199 വരെയുള്ള അതിന്റെ 5-6 പേജ് മുതൽ ഇങ്ങോട്ട് 96 മുതൽ 99 വരെ 4 പേജ്. ഈ പേജുകളിൽ ആ കാര്യം അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ വായിക്കേണ്ട പുസ്തകമാണ്. അപ്പൊ ഇങ്ങനെ യഥാർത്ഥ ഖുർആനെ നിഷേധിക്കുകയും ഖുർആനിൽ തന്നെ തിരുത്തലുകൾ നടത്തുകയും പിന്നെ ഖുർആന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഒക്കെ ഒരുപാടുണ്ട്, എത്ര മണിക്കൂർ പറഞ്ഞാൽ തീരൂല. ഖുർആനിന്റെ തഫ്സീർ അതല്ല, ലാഹിറായ അർത്ഥം, ബാത്തിനായ അർത്ഥം. ഇപ്പൊ സൂഫികളുള്ള ബാത്തിനിയാക്കൾ അൽ ബാത്തിനിയ്യ എന്നറിയപ്പെടുന്നു. ഇത് ഷിയാക്കളുണ്ട് ബാത്തിനിയ്യ, സൂഫികളെ പോലെ. നമ്മുടെ നാട്ടിലെ കുബൂരി സൂഫികൾക്ക് എന്താ ബാത്തിനിയ എന്നാൽ ത്വരീഖത്തിന്റെ ഇമാമുമാർക്ക് ഖുർആനിൽ നിന്ന് നമ്മളാരും വായിച്ചാലും കിട്ടാത്ത, സഹാബത്തിനൊന്നും മനസ്സിലായിട്ടില്ലാത്ത, മൗലൈമാർക്കോ പണ്ഡിതന്മാർക്കോ തിരിയാത്ത ഉൾസാര വ്യാഖ്യാനങ്ങൾ ആർക്ക് കിട്ടും? ത്വരീഖത്തിന്റെ ഇമാമുമാർക്ക് കിട്ടും. ഇത് നമ്മളുടെ ഖുറാഫിയുടെ വിശ്വാസമാണ്. ഇതേ വിശ്വാസമാണ് ഖുർആന്റെ കാര്യത്തിൽ ഷിയാക്കൾക്കുള്ളത്. കാരണം ഇത് രണ്ടും ഒന്നാണ്. രണ്ടും ഖബർ പൂജയാണ്, ഖബർ വ്യവസായമാണ്, ഷിർക്കാണ്, ഇസ്തിഗാഥയാണ്, കുഫറാണ്. സമസ്ത കുബൂരി സൂഫി എന്നൊക്കെ പറഞ്ഞത് അതന്നെ ഷിയാക്കളുള്ളത്, അതന്നെ ജൂതന്മാരിലുള്ളത്, ഒക്കെ ഒരു പതിപ്പാണ്, വേറെ പേരുകളിൽ നടക്കുന്നു മാത്രം. അപ്പോ ഷിയാക്കളിലും അതേ വിശ്വാസമുണ്ട്. അത് നേരത്തെ പറഞ്ഞു. പ്രവാചകന് കിട്ടാത്ത വിവരങ്ങൾ ഇവരുടെ 12 ഇമാമുകൾക്ക് കിട്ടുന്നു. ആ 12 ഇമാമുകൾക്ക് നബിക്ക് കിട്ടിയ വഹീന് പുറമെ ഇവർക്ക് വഹിയുണ്ട്, ഇൽഹാമുണ്ട്. അതുപോലെ തന്നെ എന്താണ്? നുക്കത്തുൻ ഫിൽ ഖുലൂബ് നഖറും ഫിൽ അസ്മാ. ചെവികളിൽ ഇങ്ങനെ കുറുകിക്കൊടുക്കൽ, ഹൃദയത്തിലുള്ള കുത്തുകൾ, ഇത് അള്ളാഹിനെടുക്കുന്ന നേരിട്ട്. അതാണ് സൂഫികൾ പറയും എന്താണ്? ലദുനിയായ ഇൽമു കിട്ടുന്ന പണ്ഡിതന്മാർ. ലദുനി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പക്കൽ നേരിട്ട് ഇൽമു കിട്ടുക. നബിക്ക് ഇൽമിട്ടിയത് നേരിട്ടല്ല, പിന്നെ എവിടുന്ന നേരിട്ട് കിട്ടി? അള്ളാഹു ഇടക്കൊരാളുണ്ട്. ആരാ? ജിബ്രീൽ. ജിബ്രീലിൽ കൂടെയാണ് പ്രവാചകന്മാർക്ക്, നബിക്കുന്നില്ല, എല്ലാ പ്രവാചകന്മാർക്കും വഹി കിട്ടത് ജിബ്രീലിലൂടെയാണ്. എന്നാൽ ഇടയിൽ ഒരു മധ്യവർത്തി ഇല്ലാതെ, ഒരു മീഡിയ ഇല്ലാതെ നബിയിൽ അള്ളാഹുവിൽ നേരിട്ടാണ് ഷിയാക്കളുടെ ഇമാമുകൾക്ക് വഹി കിട്ടുന്നത്. അപ്പൊ ഖുർആനാണോ മെച്ചം? ഖുർആനേക്കാൾ മെച്ചം ഇവരുടെ വ്യാഖ്യാനാണോ? ഇവരുടെ വ്യാഖ്യാനാണ്. അമാനിമൂലിന്റെ പരിഭാഷണം എടുത്താൽ സൂറത്തുൽ മായിദയിലെന്തോ മായിദ അന്നാമിലോ ഒരു 3 ആയത്തിന്റെ എണ്ണത്തിന് വ്യത്യാസം കാണും. അത് അമാനിമൂലിനെ തഫ്സീറിന്റെ കുഴപ്പമില്ല, ചില മുസാഫിലുള്ള വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതിന്റെ 3 ഇരട്ടി വരും. 17,000 ചില്ലറ നേരത്തെ പറഞ്ഞില്ലേ? ആ 10,000 ചില്ലറ എന്ന് പറഞ്ഞാൽ
മൂന്നിരട്ടിയായി. അത് അബു അബ്ദുള്ള ജാഫർ സാദിഖിന്റെ ഒരു വാക്കായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ എണ്ണം പറഞ്ഞ് തെറ്റിപ്പോയതാ. അപ്പോ ഈ നബിമാരെക്കാൾ വിവരമുള്ള ആളുകളാര്? ഇമാമുമാർ, ഷിയാക്കൾ ഇമാമുമാർ. കാരണം എന്താ? നബിക്ക് ജിബ്രീലിലൂടെ വിവരം കിട്ടി, ഇമാമുമാർക്ക് നേരിട്ട് കിട്ടുന്നു. അപ്പൊ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠന്മാരുമാണ് ആര്? ഇമാമിയങ്ങൾ. പ്രവാചകന്മാരെക്കാൾ വിവരം കിട്ടുന്നവരുമാണ്. ഇതെന്നാണ് സൂഫികളും വിശ്വാസം. തരീഖത്തിന്റെ ശൈഖന്മാർക്ക് ഖാദിരിയ തരീഖത്തിന്, ഊരിയ തരീഖത്തിന്, നക്ഷബന്ദി തരീഖത്തിന്, അങ്ങനെ 1900 തരീഖത്തിനല്ല, സമസ്തക്കാർ അംഗീകരിച്ച 55 തരീഖത്തുണ്ട്. മലാത്തിലെ പുസ്തകമാണ് 55 തരീഖൽ. 55 തരീഖത്ത് സമസ്ത അംഗീകരിച്ചത്, അത് അംഗീകരിക്കാത്ത വേറുണ്ട്. അപ്പോ ഈ ജാതി തരീഖത്തിനൊക്കെ ഇമാം ഉണ്ടാവും. ആ ഇമാം പറയുന്നത് അള്ളാന്റെ കലാമാന്നാണ്. സൂഫികള് ഖുബൂരികളുടെ വിശ്വാസം അതാണ്, സമസ്തക്കാരന്റെ വിശ്വാസം അതാണ്, ഷിയാക്കളുടെ വിശ്വാസം തന്നെയാണ്, ക്രിസ്ത്യാനിയുടെ വിശ്വാസം അതാണ്. കാരണം പോപ്പ് സംസാരിക്കുന്നത് എവിടുന്ന? ദൈവത്തിൽ നിന്ന്, പിതാവിൽ നിന്ന്. ഇനി പിന്നെ ജൂതന്മാരുടെ റബ്ബികൾക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്, എനിക്ക് ഉറപ്പില്ല. അപ്പൊ ഒക്കെ ഒരു ടൈപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആന്റെ വ്യാഖ്യാനം എന്ന് പറയും, ഖുർആനിൽ ഇന്ന് ഹുജ്ജത്തില്ല എന്ന് അവർ പറയുന്നത്. ഇതൊന്നും ഇബാദത്ത് സമയമില്ലാത്തതുകൊണ്ട് വായിക്കില്ല. ഖുർആനിൽ ഇന്ന് ഹുജ്ജത്തില്ല. എന്താ കാര്യം? ഖുർആന്റെ ആശയം നമുക്ക് മനസ്സിലാവില്ല, അലിക്ക് നബിക്ക് മനസ്സിലായി. നബി അത് അലിക്ക് പഠിപ്പിച്ചു കൊടുത്തു. നബി ഓതിക്കൊടുക്കുകയും അലി കൈകൊണ്ടെഴുതുകയും ചെയ്തവ. അതാണ് നേരത്തെ പറഞ്ഞ ഫാത്തിമക്ക് കൊടുത്തു, പിന്നെ ഇമാമിങ്ങ കിട്ടി, അങ്ങനെ വന്നത്. അപ്പൊ അത് ഇമാമിങ്ങൊക്കെ മനസ്സിലാവുള്ളൂ. ഇപ്പോഴും ഇമാമിങ്ങൾക്കും കൃത്യമായി തിരിയില്ല. കാരണം ആ കിട്ടണുണ്ടാവും. ഫാത്തിമന്റെ അടുക്കലുള്ള 17,000 ചില്ലറ ആയത്തുള്ള മുസാഫ് എന്ന് പറയുന്നത് ആരും കണ്ടിട്ടില്ല, ഇവരും കണ്ടില്ല. ഇപ്പൊ അത് സിതാബ് കിടക്കാണ്. അപ്പോ സുന്നി പണ്ഡിതന്മാരായ ഈ പണിത് ലില്ലാഹി സുമ്മ ലിത്താരിഖ്, അള്ളാഹുവിനും പിന്നെ ചരിത്രത്തിനും വേണ്ടി എന്ന് പറയുന്ന ഇമാം കുമൈനിയുടെ ശിഷ്യനായ, കുമൈനിയുടെ കൂടെ യാത്ര ചെയ്ത ഹുസൈൻ അൽ മൂസവി എന്ന് പറഞ്ഞാൽ മൂസ അൽ ഖാലിം എന്ന് പറയുന്ന ഷിയാക്കളുടെ ഇമാമിലേക്ക് ചേർത്ത് നബീന്റെ പേരക്കുട്ടികളിൽപ്പെട്ട ഇമാമിങ്ങളൊക്കെ നബീന്റെ പരമ്പരപ്പെടുന്നാണല്ലോ. ഇവിടുത്തെ തങ്ങന്മാരും പറഞ്ഞിട്ടില്ല നബീന്റെ പരമ്പരയിലാണെന്ന്. അതുപോലെയാണ് ഷിയാക്കളെ ഇമാമുകളൊക്കെ. അപ്പൊ മൂസ അൽ ഖാലിമിന്റെ പേരക്കുട്ടികളിലേക്ക് അദ്ദേഹത്തിലേക്ക് ചേർത്തിട്ടാണ് മൂസവി എന്ന്. കുറേ മൂസവിമാരുണ്ട്. ഈ മൂസവിമാർ തന്നെ ഇദ്ദേഹമല്ലാതെ വേറെ മൂസവിയും. ഇദ്ദേഹം ഷിയ ആയിരുന്നു, ഖുമൈനിന്റെ ശിഷ്യനായിരുന്നു, ഖുമൈനത്ത് ഇൽമെടുത്ത ആളാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പുസ്തകത്തിൽ. ആ ഖുമൈനിയുടെ ഷിയായിസത്തിൽ നിന്ന് വിട്ട് അഹ്ലുസുന്നയിലേക്ക് വന്ന് ഖേദിച്ച് തൗബ ചെയ്ത് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ലില്ലാഹി സുമ്മ ലിത്താരിഖ്. ഇതിന്റെ മലയാള പുസ്തകമുണ്ട്. മലയാളത്തിലേക്ക് ഇത് അഹ്ലുസുന്ന പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഈ ബുക്ക്, ഷാഫി സലഹിന്റെ അഹ്ലുസുന്ന. അപ്പോ ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഖുർആൻ ഹുജ്ജത്തല്ല. കാരണം എന്താ? അതിന്റെ ശരിയായ ആശയം അർത്ഥമൊക്കെ കിട്ടുള്ളൂ, ഇമാമിൻകേ കിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ താഴത്തുള്ളത് അവിടെ അണ്ടർഗ്രൗണ്ട് കിടക്കണ ഇമാമിന്റെ അടുത്തുള്ളത്. എന്നിട്ട് ഇദ്ദേഹം ഹുസൈൻ അൽ മൂസവി ചോദിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ എന്തിനാണിത്? ഇത്രയും ആയത്തിലെ ഗ്രന്ഥം എന്ത് ഉപകാരമുള്ളത്? അണ്ടർഗ്രൗണ്ടിൽ കിടക്കുന്ന ഇമാമ് വരുമെന്ന് ഇവർ പറയുന്നു. അങ്ങനെ ഇമാമുണ്ടോ? ഇല്ല, ഇവർ പറയാണ് വരും. ആ ഇമാമ് മഹദിയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഇമാം മഹദിനെ കുറിച്ച് ഒരു ക്ലാസ് ഇന്നലെ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ ഗ്രൂപ്പ് കണ്ടത്, മംഗലാപുരത്ത് നമ്മളെ അതായിരിക്കുന്ന മജീദ് ഖാന്റെ നാട്ടിൽ അവിടെ വിട്ടിലിൽ ജനുവരിയിൽ നടത്തിയ ക്ലാസ്സാണ്. അതിൽ മഹദി ഇവരുടെ 12ാം ഇമാമാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. അപ്പൊ ആ അണ്ടർഗ്രൗണ്ടിൽ വെച്ചിട്ട് ഈ ഖുർആൻ കൊണ്ട് എന്താ കാര്യം? ഇവിടെ നിന്ന് ജീവിച്ചിരിക്കുന്ന ഷിയാക്കൾക്ക് അതിന്റെ കാര്യം മനസ്സിലാക്കാൻ പറ്റുമോ? ഷിയാക്കൾക്ക് മാത്രം, ലോകത്തുള്ള ആളുകൾക്കൊക്കെ കിട്ടണ്ടേ? അപ്പൊ ഇനി അണ്ടർഗ്രൗണ്ട് കൊണ്ട് 10,000 വെച്ചിട്ട് എന്താ കാര്യം എന്ന് ഈ ഹുസൈൻ അൽ മൂസവി ഈ ഗ്രന്ഥത്തിൽ ചോദിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോ ഇതാണ് അവരുടെ ഖുർആനെ സംബന്ധിച്ചുള്ള വിശ്വാസങ്ങൾ, ഖുർആന്റെ അർത്ഥം. ഇനി ഖുർആൻ അല്ലാതെ തന്നെ വേറെ ഒരുപാട് ഗ്രന്ഥങ്ങൾ പിന്നെ എന്തുണ്ട് ഇവർക്കുണ്ട് എന്ന് ഈ ആളുകൾ വാദിച്ചുകൊണ്ടിരിക്കുന്നു. ഖുർആൻ മാത്രമല്ല, വേറെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങൾ അതിന്റെ ചുരുക്കം മാത്രം പറയാം, ഒരു പേര് മാത്രം പറഞ്ഞു പോകാം. അൽ ജാമിഅ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ അൽ ജാമിഅ എന്ന് പറയുന്നതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞ അബു അബ്ദില്ല, അതായത് ജാഫർ സാദിഖിൽ നിന്ന് നേരത്തെ പറഞ്ഞ റിപ്പോർട്ടർ അബു ബസീർ, അദ്ദേഹം പറഞ്ഞതായി നമുക്ക് കാണാം. അതിന്റെ നീളം എന്ന് പറയുന്നത് 70 മുഴമാണ്. ഒരു മുഴം എന്ന് പറഞ്ഞാൽ ഒരു ഏവറേജ് ഹൈറ്റുള്ള മനുഷ്യന്റെ ഒരു മുഴം എന്ന് പറഞ്ഞാൽ 1/2 മീറ്റർ ഉണ്ടാവും. 1/2 മീറ്റർ. അപ്പോ 1/2 മീറ്റർ, അപ്പൊ 70 മുഴം എന്ന് പറഞ്ഞാൽ 35 മീറ്ററാണ് അതിന്റെ നീളം. അത് നബിയുടെ ഫീ എന്ന് പറഞ്ഞ ഫാ എന്ന് പറഞ്ഞ വായാന്ന് അർത്ഥമുണ്ട്. അപ്പൊ ഫീഹി, നബിയുടെ വായന്റെ ഈ കീറിലൂടെ, ഈ വായയിലൂടെ പറഞ്ഞു കൊടുക്കുകയും വഹത്തി അലിയും ബിയമീനിഹി, നബിയിൽ നിന്ന് കേട്ടത് അലി തന്റെ വലത് കൈ കൊണ്ട് രേഖപ്പെടുത്തുകയും ചെയ്ത ഗ്രന്ഥമാകുന്നു. അതിൽ എല്ലാ ഹലാലുമുണ്ട്, എല്ലാ ഹറാമുമുണ്ട്. മനുഷ്യർക്ക് ആവശ്യമായ, ലോകം നശിക്കുന്നതുവരെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ആ ഗ്രന്ഥത്തിലുണ്ട്. അപ്പൊ എന്തായി? ഇപ്പറഞ്ഞ 17,000-ലധികം ആയത്തുള്ള ഖുർആന്റെ പുറമെ ഈ അൽ ജാമിഅ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്.
അതുകൂടാതെ സഹീഫത്തുൻ നാമൂസ് എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. ഈ നാമൂസ് എന്ന് പറയുന്നത് ആര് പറഞ്ഞു? ഇവരുടെ ഇമാമുമാരിൽ ഒരാളായ നബിയുടെ പേരക്കുട്ടികളിൽപ്പെട്ട 8ാമത്തെ ഇമാമായ അലി ഇബ്നു മൂസ അർ-റിള. വലിയ പുസ്തകത്തിലൊക്കെ അർ-റിള എന്ന് മാത്രമേ കൊടുക്കുള്ളൂ. നമ്മളിപ്പോൾ അർ-റിള എന്ന് പറഞ്ഞാൽ നബിയാന്ന് വിചാരിക്കേണ്ട. റിളാര ഇവരുടെ 8ാമത്തെ ഇമാം ആ അലി ഇബ്നു മൂസ അദ്ദേഹം പറഞ്ഞതായി ഇവർ രേഖപ്പെടുത്തുകയാണ്. എന്താണ് സഹീഫത്തുൻ നാമൂസ് എന്ന് പറഞ്ഞാൽ? അത് സഹീഫത്തുൻ ഹാദിഹില്ലത്തി തത്തസിഉ ലി അസ്മാഇ ശിഅ. ഈ ബുക്കിന്റെ സവിശേഷത നോക്കണം. ലോകത്തുള്ള എത്ര ഷിയാക്കളുണ്ടോ, അപ്പൊ വില കണക്കരിച്ച് ഷിയ എന്ന എന്ന് തുടങ്ങിന് ആദൻ നബിന്റെ കാലത്ത് തുടങ്ങിയിട്ടുണ്ട്. ആദൻ നബി മുതൽ ഇങ്ങോട്ടുള്ള ആളുകളൊക്കെ ഷിയാക്കളാണല്ലോ ബലവാദം അനുസരിച്ച്. ഇനി പോട്ടെ, അത് വിടുക. നബിയിലും പിന്നെ അബൂബക്കർ സിദ്ദീഖ്, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും ഓലയും വിടാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അലി അള്ളാഹുവിന്റെ കാലം തൊട്ടുള്ള ഷിയാക്കൾ, ആ ആളുകളുടെ ഇതിൽ പറയുന്നത് ഷിയത്ത് പേരുകളാണ്. അപ്പോ അവിടെ നിന്ന് തുടങ്ങണം. എന്നിട്ട് ഖിയാമത്ത് നാൾ വരെയുള്ള ഷിയാക്കളുടെ പേരുകളുണ്ട് അതിൻ്റെ അകത്ത്. ഇദ്ദേഹം ചോദിക്കാൻ ഈ ബുക്ക് എഴുതിയ ഹുസൈൻ അൽ മൂസവി, ഇയാള് ഷിയ എന്ന് സുന്നിയായ ആളാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, പോകട്ടെ, ഇയാൾ ഇറാഖുകാരനാണ്, ഇറാഖിൽ ഉള്ള ഷിയാക്കളുടെ ഇന്നത്തെ ഷിയാക്കളുടെ പേരെഴുതിയാൽ തന്നെ 100 വാള്യങ്ങൾ എഴുതിയാൽ തികയില്ല. ഏത് ഇറാഖിലെ? അപ്പൊ പിന്നെ ഇറാനിലെയും പിന്നെ ലബനാനിലെയും അതുപോലെ ഇന്ത്യ, പാകിസ്ഥാൻ ഇതൊക്കെ പറയുന്നുണ്ട്. ഇതുപോലുള്ള രാജ്യങ്ങളിലുള്ള ഷിയാക്കളായ ആളുകളുടെ പേരെഴുതാൻ എത്ര വാള്യം വേണ്ടി വരും? ഇനി ലോകാവസാനം വരെയുള്ള ഷിയാക്കളുടെ പേരെഴുതാൻ എത്ര വേണ്ടി വരും? ഇനി അതിന്റെ മുമ്പ് കഴിഞ്ഞു പോയ ആളുകളുടെ പേരെഴുതാൻ എത്ര വേണ്ടി വരും? അപ്പൊ ഇതൊക്കെ എന്ത് നടക്കുന്ന കാര്യമാണ്? ഈ ജാതി വങ്കത്തരമാണ് ഇവർ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോ സഹീഫത്തുൻ നാമൂസ് എന്ന് പറയുന്ന ഒരു ഏട് ഖുർആൻ അല്ലാത്ത ഒരു കാര്യം അവരിലുണ്ട്. അതുപോലെ തന്നെ നല്ലവരാര് ചീത്തവരാര്. പിന്നെ സഹീഫത്തു അൽ അബീത്ത, അബീത്ത എന്നാണ്, ഇനി ഉബൈത്ത എന്നാണെന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. സഹീഫത്തുൽ അബീത്ത ലഭിച്ചിട്ടില്ല. അപ്പോ അങ്ങനെ ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു മുസ്ഹഫ് ഉണ്ട്, അത് ഒരുപാട് കഷ്ണങ്ങളാണ്, അത് അഹ്ലു ബൈത്തിൻ്റെതാണ്. വൈന ഫിഹാ ലസഫിഹ സഹീഫ, അതിൽ ഒരു പേജുണ്ട്, അതിന് പറയുന്ന പേരാണ് അബീത്ത എന്നിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. പിന്നെ അതിന്റെ കുറെ സവിശേഷതകളും കാര്യങ്ങളൊക്കെ കാണാം. അതിന്റെ കൂടാതെ സഹീഫത്തു അലി, ഈ പറയുന്ന സഹീഫത്തു അൽ അബീത്ത എന്ന് പറയുന്നത് അതിന്റെ സവിശേഷത പറയാൻ, അതിൽ ഒരക്ഷരമുണ്ട്. ആ ഒരക്ഷരം, അതിന്റെ അക്ഷരങ്ങൾ ഒന്നും തന്നെ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. ഒരക്ഷരം പുറത്തു വന്നാൽ ആ ഏട് നിറച്ച് അക്ഷരങ്ങളാണ്. ഒരക്ഷരം പുറത്തു വന്നാൽ ഒരക്ഷരത്തിൽ നിന്ന് 1000 അക്ഷരം പുറത്തു വരും. അപ്പൊ എത്ര അക്ഷരമുണ്ട്? എത്ര അക്ഷരം എണ്ണം പറഞ്ഞില്ല. ഒരക്ഷരത്തിൽ നിന്ന് 1000 അക്ഷരങ്ങൾ പുറത്തു വരുന്ന ഗ്രന്ഥമാകുന്നു ഈ സഹീഫത്തു അബീദ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ സഹീഫത്തു അലി എന്ന് പറഞ്ഞിട്ട് വേറൊന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഫാത്തിമന്റെ അല്ലാതെ സഹീഫത്തു അലി. ഈ പറയുന്ന അബീത്ത എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് സവിശേഷത ഉണ്ട്. അലിയുടെ വാളുറക്കുള്ളിലുണ്ടായിരുന്ന ഒരു ഏടാണിത് എന്നാണ്. അലി അള്ളാഹിന്റെ വാളിന്റെ ഉറക്കുള്ളിലുണ്ടായിരുന്ന ഒരു ഏട്. അതേ അലിയുടെ വാളുറക്കുള്ളിലുള്ള വേറൊരു ഏടാണ് സഹീഫത്തു അലി. അപ്പൊ ഈ പറയുന്ന അബീത്ത, അതിന്റെ ഓർമ്മ സഹീഫത്തു അലി. പിന്നെ വേറൊന്നുണ്ട് അൽ ജഫ്രു. ജഫ്ർ എന്ന് പറഞ്ഞാൽ ചുവന്നതും വെളുത്തതും 2 ജഫറുണ്ട്. ജഫർ എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങളുടെ ആശയങ്ങൾ അവ ഭൂമിയിൽ എന്ത് സ്വാധീനം ചെലുത്തുന്നു എന്ന് പറയുന്ന ഒരു ശൈത്താനിക ശാസ്ത്രമാണ്. അതിനുപയോഗിക്കും. അതാണ് അവിടെ ഉദ്ദേശിച്ചത് അറിയില്ല. ഏതായാലും ജഫർ, അപ്പൊ ചുവന്ന ജഫർ, വെളുത്ത ജഫർ. ഈ ജഫർ എന്താണെന്ന് അബു അബ്ദുള്ളയോട് ഞാൻ ചോദിച്ചു. അപ്പൊ അദ്ദേഹം വിശദീകരിച്ചു പറഞ്ഞു, അയാള് പിന്നെ ദാവൂദിന്റെ സബൂറുണ്ട്, മൂസയുടെ തൗറാത്തിന്റെ, ഈസയുടെ ഇഞ്ചിയിലുണ്ട്, ഇബ്രാഹിമിന്റെ സുഹഫുകളുണ്ട്, എല്ലാ ഹലാലും ഹറാമും ഉണ്ട്. വൈന്ദി അൽ ജഫറുൽ അഹ്മർ, എന്റെ അടുക്കൽ ചുവന്ന ഹഫറുണ്ട്, ചുവന്ന ജഫറുണ്ട്. അപ്പോ അതിന്റെ റിപ്പോർട്ടർ ചോദിച്ചു, അബുൽ അല ചോദിച്ചു, എന്താണ് ചുവന്ന റിപ്പോർട്ട്? അത് മറ്റത് വെളുത്തത്, ചുവന്നത് എന്താ? അപ്പൊ പറഞ്ഞു അസ്സിലാഹു, അത് രക്തമാണ്. ഇനി എന്താണ് രക്തം? വാചകം വായിക്കുന്നില്ല. ആ രക്തം എന്ന് പറഞ്ഞാൽ വാള് ശത്രുക്കളെ കൊല്ലാൻ വേണ്ടി ഊരുന്ന ആളുകൾക്ക് വേണ്ടി, രക്തത്തിന് വേണ്ടി തുറക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ആയുധമാകുന്നു അത്. എന്നിട്ട് പറഞ്ഞു അതിൻ്റെ അകത്ത് ഉള്ള ആളുകൾ അവർ ആരെയൊക്കെ കൊല്ലും, എന്തൊക്കെ ആക്കുമെന്നൊക്കെ അവിടെ സ്വീകരിക്കുന്നുണ്ട്. അതിൽ പറയുന്നൊരു വാചകം കാണാം, ആ തുറക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അത് യഫ്തഹു സാഹിബുസമാൻ അജ്ജലല്ലാഹു ഫർജഹു, സാഹിബുസമാന് വേണ്ടി സൂക്ഷിച്ചതാണ്, അദ്ദേഹമാണ് തുറക്കുക. ആരായി സാഹിബുസമാൻ? അണ്ടറിൽ കണ്ടിരിക്കുന്ന 12ാമത്തെ ഇമാം. ആ 12 ഇമാമത്താണ് അത് തുറക്കുക. അള്ളാഹ് അദ്ദേഹത്തിന്റെ തുറവി, അതായത് അണ്ടർഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അള്ളാഹു എളുപ്പമാക്കട്ടെ, വേഗത്തിലാക്കട്ടെ ഒക്കെ ഇയാളെ പ്രാർത്ഥനയാണ്. എന്നിട്ട് അതിൽ നിന്ന് ഒരു തുള്ളി രക്തം പുറത്തേക്ക് വരും. ആ ഒരു തുള്ളി രക്തം കൊണ്ട് നവാസിബ് എന്ന് ഉപയോഗിക്കുന്ന നസബ എന്ന് പറഞ്ഞാൽ നാട്ടുക എന്നാണ്, പ്രതിഷ്ഠിക്കുക, നസ്ബ്. അപ്പൊ നവാസിബ് എന്ന് ഷിയാക്കൾ ഉപയോഗിക്കുന്നത് അഹ്ലുസുന്നയെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ്.
എന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച് നമ്മൾ റാഫില എന്ന് ഉപയോഗിക്കുന്നത് പോലെ അവർ നമുക്കെതിരെ ഉപയോഗിക്കുന്ന വാക്കാണ്. അഹ്ലുസുന്നന്റെ ആളുകൾ നാസിബയാകുന്നു, നവാസിബാൻ. എന്താ നവാസിബ് പറഞ്ഞാല് അലിന്റെ ആളുകളോട് ശത്രുത പുലർത്തുന്നവർ, ശത്രുത നാട്ടിയവർ. അതാണ് ആ വാക്കിന്റെ അവരുദ്ദേശിക്കുന്ന അർത്ഥം. വാക്കിനർത്ഥമല്ല. വാക്കിന് നാട്ടുക, പ്രതിഷ്ഠിക്കുക, കുത്തുക, സ്ഥാനാഹരണം നടത്തുക എന്നൊക്കെയാണ്. ആ ഒരു തുള്ളി രക്തം പുറത്തു വന്നാൽ അത് ഈ ഷിയാക്കളുടെ ശത്രുക്കളായ സർവ്വ അഹ്ലുസുന്നയെയും, അഹ്ലുസുന്നന്റെ ബുക്കിലുള്ള നമുക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞില്ല, ബുക്കിലും അയാൾ ആശയമായി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരെ മുഴുവൻ അത് കൊന്നുകളയും. ആ രക്തം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ ഒലിച്ചു വരും. എന്നിട്ട് 2 ഖുറൈശി വിഗ്രഹങ്ങളോട് പ്രതികാരം ചോദിക്കും. ആരാ ഖുറൈശി വിഗ്രഹങ്ങൾ? അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹും. പിന്നെ ആയിഷ, ഹഫ്സ, ഉസ്മാൻ, ഇവരോടും അബ്ബാസിന്റെ മക്കളോടും ബനുൽ അബ്ബാസിന്റെയും അവരുടെ ഖബറുകളൊക്കെ മാന്തും. അപ്പൊ ഇതൊക്കെ 12ാമത്തെ ഇമാമത്ത് വന്ന് ലോകത്ത് നടക്കാൻ പോകുന്നുണ്ട്. അതാണ് ഈ അലിയുടെ പിന്നെ സഹീഫത്തു അലിയുടെ സഹീഫത്തുൽ അഹ്മറിലുള്ള കാര്യത്തിലെ രക്തം ആയുധം എന്നാണ് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ മുസാഫ് ഫാത്തിമ അത് വേറെയാണ്. മുസാഫ് ഫാത്തിമക്ക് കൂടാതെയാണ് ഇതിൽ ഖുർആൻ എണ്ണീട്ടുള്ളത്. ആ ഖുർആനിലെ എണ്ണം നേരത്തെ പറഞ്ഞു. എന്നിട്ട് പറയാൻ മദ്ദഅഹദു മിനന്നാസി അന്ന ജമീഅൽ ഖുർആനി കുല്ലുഹു ഇല്ലാ കദ്ദാബുൻ വമാ ജമഅഹു വഹഫിളഹു കമാ നസല ഇല്ലാ അലി ഇബ്നു അബി ത്വാലിബ് വൽ അഇമ്മത്തു മിൻ ബഅദിഹി. ആരെങ്കിലും വാദിച്ചാൽ, ഇത് നേരത്തെ പറഞ്ഞ അബൂ ജഅഫർ പറയാൻ, ആരെങ്കിലും വാദിക്കുകയാണ് ഞാൻ ഖുർആൻ മുഴുവൻ ശേഖരിച്ചിരിക്കുന്നു, ഖുർആൻ മുഴുവൻ ഞാൻ ഹിഫ്ളാക്കിയിരിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ കള്ളനാകുന്നു. അപ്പൊ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ ക്രോഡീകരിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രിന്റ് എടുത്ത് 6 കോപ്പികൾ എടുത്ത് പല രാജ്യങ്ങളിലേക്കും കൊടുത്തയച്ചു. അതൊക്കെ ഉദ്ദേശിച്ചിട്ട് വേണ്ടി പറയുന്ന, അങ്ങനെ ആരെങ്കിലും വാദിച്ചാൽ താൻ ഖുർആൻ ക്രോഡീകരിച്ചിരിക്കുന്നു, ജനങ്ങളിൽ വല്ലവനും വാദിച്ചാൽ അവൻ കള്ളനാകുന്നു. അപ്പൊ അബൂ സിദ്ദീഖ് കള്ളനാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കള്ളനാണ്, സഹാബികൾ കള്ളന്മാരാണ്. എന്നാൽ ഖുർആനിനെ ശേഖരിക്കുകയും അതിനെ സൂക്ഷിക്കുകയും ചെയ്തത് അലിയല്ലാതെ വേറെ ആരുമല്ല, പിന്നെ അലിന്റെ പിൻഗാമികളായ ഇമാമിങ്ങളുമാകുന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തി കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഈ ഖുർആനെ കുറിച്ച് അവർ പറഞ്ഞിട്ടുള്ളതാണ്. ഇവരുടെ ഒരു വിശ്വാസമുണ്ട്. ഇപ്പൊ ഇന്നും ഇന്ത്യയിൽ ഇതിന്റെ മുഹമ്മദൻ ലോ അല്ലെ, മുസ്ലിങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ട നമ്മളെ പേഴ്സണൽ ലോ ബോർഡ് എന്ന് പറയുന്ന മുഹമ്മദൻ ലോ എന്ന പേരിൽ നമ്മുടെ ഭരണഘടന പ്രകാരം എഴുതിവെക്കപ്പെട്ട മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ എന്തൊക്കെ അവകാശങ്ങൾ, ഏതൊക്കെ പിന്നെ വിവാഹം, അനന്തരാവകാശം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള കാര്യങ്ങൾ രേഖ, അതിലുള്ള മുഹമ്മദൻ ലോ, അതിലൊരു വാചകം എന്താണ്, മുത്അ മാരേജ്. അത് ഇന്ത്യയിലേക്ക് എഴുതുമ്പോൾ ഇംഗ്ലീഷ് മോട്ട മാരേജ് എന്നായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പലതും വായിച്ചിട്ടുണ്ട്. മോട്ട മാരേജ്, മോട്ട എന്നാൽ മുത്അ എന്നത് ഇംഗ്ലീഷിൽ കൊണ്ടുവന്ന മുത്അ എന്നുള്ളത് മലയാളത്തേക്ക് ഇംഗ്ലീഷിലേക്ക് എങ്ങനെ ഉണ്ടാവും, മലയാളത്തിൽ വായിക്കാൻ കഴിയില്ല, വായിക്കുമ്പോൾ വേറെ ആർത്തായി പോകും. അപ്പം അതിനാണ് മോട്ട എന്ന്, മോട്ട മാരേജ്. മോട്ട മാരേജ് എന്ന് പറഞ്ഞാൽ മുത്അ മാരേജ് എന്നാണ്. മുത്അ മാരേജ് എന്ന് പറഞ്ഞാൽ താൽക്കാലിക വിവാഹം. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് അത് ഹറാമാക്കി, ഇനി ആരും ചെയ്യാൻ പാടില്ല. മുത്അ എന്ന അർത്ഥം പെണ്ണുങ്ങൾ തലാക്കില്ലാൽ മുത്ത കൊടുക്കുന്നുണ്ട്, മത്തായ കൊടുക്കുക, എന്താ താൽക്കാലിക വിഭവം, കുറച്ചു കാലത്തേക്കുള്ളത്. അപ്പൊ തൽക്കാലത്തേക്കുള്ള കല്യാണം ഒരു ദിവസത്തേക്കോ, ഒരു മണിക്കൂറോ, ഒരാഴ്ചക്കോ, ഒരു മാസത്തേക്കോ ഒക്കെ നിബന്ധന വെച്ചിട്ട് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുക. ഇതാണ് മുത്അ വിവാഹം എന്ന് പറയുന്നത്. ഇത് ഷിയാക്കൾക്ക് അനുവദനീയമാണ് എന്ന് മാത്രമല്ല, അത് പുണ്യകരമാണ്, ദറജ കിട്ടുന്നതാണ്. ഒരു മുത്അ വിവാഹം കഴിച്ചാൽ അവൻ ഹസൻ അലിയുടെ സ്ഥാനത്തും, 2 മുത്അ വിവാഹം കഴിച്ചാൽ അവൻ ഹുസൈൻ അലിയുടെ സ്ഥാനത്തും, 3 മുത്അ വിവാഹം കഴിച്ചാൽ അവൻ അലി അലിയുടെ സ്ഥാനത്തും, 4 മുത്അ വിവാഹം കഴിച്ചാൽ അവൻ അലി അലിയുടെ സ്ഥാനത്തുമാകുന്നു. ഇതൊക്കെ ഈ 2 പുസ്തകത്തിലുണ്ട്, വല്ല എല്ലാ പുസ്തകം പരിശോധിച്ചാലും കാണാം. പിന്നെ ഈ മുത്അ വിവാഹം കഴിച്ചാൽ അവന് ഇതിനേക്കാളൊക്കെ പുറമെ എന്താണ് 70 വട്ടം കഅബ തവാഫ് ചെയ്ത കൂലിട്ടും. 70 വട്ടം കഅബ സന്ദർശിച്ച എന്നാ ഒരു തവാഫല്ല, 70 ഉംറ, 70 വട്ടം കഅബ സന്ദർശിച്ച കൂലി മുത്അ വിവാഹം നടത്തിയവനുണ്ട് എന്ന് ആര് പറഞ്ഞു? സാദിഖ് പറഞ്ഞിട്ടുണ്ട്. ജാഫർ സാദിഖ് വിലയിരുത്തിയതാ. അതാകുന്നു എന്റെ ദീൻ. അതിനെ ആരെങ്കിലും എതിർക്കുന്നു, അതനുസരിച്ച് ആര് പ്രവർത്തിക്കുന്നുവോ അവനാണ് എന്റെ ദീനിൽ. മുത്അ വിവാഹത്തെ ആരെതിർക്കുന്നുവോ അവൻ എന്റെ ദീനിനെ എതിർത്തവനാകുന്നു. അപ്പൊ അലി അള്ളാഹുവിന്റെ മതത്തെ ഷിയായിസത്തെ എതിർക്കുന്നവൻ കാഫറാണ്, അല്ല മുത്അ വിവാഹത്തെ എതിർക്കുന്നവൻ കാഫറാണ്, അലിന്റെ മതത്തിന് പുറത്താണ്. ഇതൊക്കെ അവർ പണ്ഡിതമറിയിച്ച പറയാണ്. ഞാൻ അതൊന്നും പറയാനല്ല പോയത്. അപ്പൊ ഇത് ഞാനീ പറഞ്ഞല്ലോ, ഈ ഹുസൈൻ അൽ മൂസവി, ഇദ്ദേഹം ഷിയ ആയിരുന്നു, ഖുമൈനിയുടെ കൂടെ നടന്നിട്ടുണ്ട്, ഖുമൈനിയുടെ ശിഷ്യനാണ്, ഇതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാൻ, അദ്ദേഹം ഒരു യാത്രയിൽ ഖുമൈനിയെ അനുഗമിച്ചു. എങ്ങോട്ട്? ഇറാഖിലേക്ക് വന്ന്. കാരണം ഇറാനിൽ നേരത്തെ ഇസ്ലാമിക രാജ്യം എന്ന് പറയുന്ന ഇറാനി ഷിയ രാജ്യമുണ്ടാക്കി അതിന്റെ ഉടനെ തന്നെ എങ്ങോട്ട് കടന്നിട്ടുണ്ട്? ഇറാഖിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പോഴല്ല, മുമ്പ് സഫവി ഭരണകൂടം, അതാണ് ഇറാനിലെ ആദ്യത്തെ ഷീ ഭരണകൂടം, സഫവി ഭരണകൂടം.
അത് ഒരു 230-ലധികം കൊല്ലം നിലനിന്ന് പിന്നെ തകർന്നു പോയി. പിന്നെ ഏകദേശം 200 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഖുമൈനിന്റെ ഇറാൻ വിപ്ലവം വന്നിട്ട് അവിടെ ഷീ ഭരണം ഉണ്ടാക്കുന്നത്. പിന്നെ അവര് ഖുമൈനി ഇറാഖിലും പോയി. ഇറാഖ് പോയ സമയത്ത് അവിടെ ഒരു സ്ഥലത്തേക്ക് മൗസിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, മൂസിൽ എന്ന് പറയും, ആ സ്ഥലത്തേക്ക് പിന്നെ ഒരു സൽക്കാരത്തിന് ക്ഷണിച്ചു. അങ്ങനെ പോയി അവിടെ ഒരു വീട്ടിൽ പോയി സൽക്കാരമൊക്കെ കഴിഞ്ഞു. പിന്നെ തിരിച്ചു വരുമ്പോ ഈ ഖുമൈനി പിന്നെ ഇയാളോട് പറഞ്ഞു, നമുക്കൊരു ഇന്ന സ്ഥലം വരെ പോകാം. എന്താണ് സ്ഥലത്തിന്? അത്തീഫ എന്ന് പറയുന്ന സ്ഥലം വരെ. ഈ അത്തീഫ എന്ന് നേരത്തെ വായിച്ച ഗരുഡന്റെ പേരും അത് തന്നെ തോന്നുന്നു. ആ സ്ഥലം വരെ പോകാം. അങ്ങനെ അവിടെ പോയി. അവിടെ സയ്യിദ് സാഹിബ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അങ്ങനെ അയാൾ വീട്ടിൽ പോയി. അയാൾക്ക് ഭയങ്കര സന്തോഷമായി. അവിടെ സൽക്കരിച്ചു. അവിടെ കാണാൻ വേണ്ടി പല ആളുകൾ വന്നു. അയാളെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. വന്നവരൊക്കെ തിരിഞ്ഞുപോയി. പിന്നെ ഈ വീട്ടുകാരനും ഖുമൈനിയും ഈ ഹുസൈൻ മൂസവിയും കൂടി, അന്ന് ഇയാൾ ഷിയാണ്. അങ്ങനെ അവിടെ നിന്നു. അപ്പൊ കിടക്കാൻ നേരായി. എല്ലാവരും പിരിഞ്ഞു പോയപ്പോ ഒരു ചെറിയ കുട്ടി, ഇത് ഖുമൈനിന്റെ, ഇവര് പറയുന്ന ഇസ്ലാമിക വിപ്ലവത്തിന്റെ ഇറാനിലെ ഇസ്ലാമിക സാമ്രാജ്യം ഈ സ്ഥാപിച്ച ജമായത്തുകാരനും ഇഖ്വാനിയും പറയുന്ന ഇറാനിലെ ഖുമൈനിന്റെ കഥയാണ് ഈ പറയുന്നത്. അദ്ദേഹം ഒരു 4-5 വയസ്സുള്ള ഒരു സുന്ദരിയായ പെൺകുട്ടി ഇങ്ങനെ നടന്നു പോകുന്നത് ഈ ഖുമൈനി ഈ വീട്ടിൽ വെച്ച് കാണുകയാണ്. ഈ വീട്ടുകാരനായ സയ്യിദ് സാഹിബിന്റെ മകളാണ്, കുട്ടിയാണിത്. അപ്പൊ ഖുമൈനി ഈ ബാപ്പയോട് ആവശ്യപ്പെട്ടു, ഈ കുട്ടിയെ എനിക്ക് തരണം. അങ്ങനെ അന്നൊരു രാത്രിയിലേക്ക് ഖുമൈനി ഈ 4-5 വയസ്സായ കുട്ടിയെ മുത്തുവ വിവാഹം നടത്തി. എന്നിട്ട് അദ്ദേഹം പിന്നെ നേരം വെളുക്കണ വരെ ആ കുട്ടിയുടെ കൂടെ കിടന്നു. വനഹ്നു നസ്മഉ ബുകാഅഹാ വസരീഹഹാ. ഖുമൈനി ഈ കുട്ടിയെ നടത്തിയ പീഡനം കാരണം കുട്ടിയുടെ കരച്ചിലും അട്ടഹാസവും ഞങ്ങൾ കേട്ടിരുന്നു. ആര്? കൂടുള്ള ആളുകൾ, വീട്ടുകാരും കേൾക്കുമല്ലോ. ആരാ പറയുന്നത്? ഖുമൈനിന്റെ കൂടെ ഇതിന് സാക്ഷിയായ ഹുസൈൻ അൽ മൂസവി, ലില്ലാഹി ദുമ്മ ലിത്താരീഖ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ഗ്രന്ഥകർത്താവ്. എന്നിട്ട് ഖുമൈനിക്ക് ഇത്ര കൂടി അഭിപ്രായമുണ്ട് എന്ന് ഖുമൈനി പറഞ്ഞതായി അദ്ദേഹം രേഖപ്പെടുത്തുന്നു. പെണ്ണുങ്ങളെ മാത്രമല്ല, 4 വയസ്സായ കുട്ടിയെ മാത്രമല്ല, ഉമ്മയുടെ മുല കുടിക്കുന്ന ചെറിയ മക്കളെപ്പോലും, 2 വയസ്സ് പൂർത്തിയാകാത്ത മക്കളെപ്പോലും മുത്തുക വിവാഹം കഴിച്ച് അവരെ ലൈംഗിക ബന്ധമല്ലാത്ത നിലക്കുള്ള ആസ്വാദനങ്ങളൊക്കെ നടത്താം എന്ന് ഖുമൈനി പറഞ്ഞിട്ടുണ്ട്. ആരാ പറഞ്ഞത്? ശിഷ്യൻ. ചുരുക്കത്തിൽ അപ്പൊ റുബൂബിയത്തിലും ഉലൂഹിയത്തിലും മസബാക്കൊന്ന് വിശദീകരിക്കാൻ സമയത്ത് അതൊക്കെ ഇതിനകത്തുണ്ട്. അല്ല, മുഴുവൻ ശിർക്ക്, അതായത് സമസ്തക്കാരന്റെ അതേ ശിർക്ക്. സമസ്തക്കാർ റുബൂബിയത്തിലും ഉലൂഹിയത്തിലും ശിർക്ക് വെക്കുന്നു, അസ്മാ സിഫാത്തിൽ ശിർക്ക് വെക്കുന്നു. അതേ ശിർക്കാർക്കുണ്ട്, ഷിയാക്കൾക്കുണ്ട്. കാരണം അതിന്റെ ബാക്കിയാണിത്. അതിന്റെ തലയേതാ? ജൂതായിസമാണ്, സഭ ആണ്, അബ്ദുല്ലാഹിബ്ൻ സഭ ആണ്. ഇനി ഇപ്പോ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഖുമൈനി ഉണ്ടാക്കിയ ഭരണകൂടം, അത് ഇസ്ലാമിക വിപ്ലവം. ഇപ്പൊ ഈ ജമായത്തുകാരിൽ എല്ലാവരും ഈ ആൾക്കാരെന്ന് ഞാൻ പറയുന്നില്ല. ജമായത്തുകാരൻ സാധാരണ എഴുതലും പറയുന്നത് എന്താ? ഇസ്ലാമിക വിപ്ലവം. ഇറാനിലേക്ക് നോക്കൂ, ആയത്തുല്ലാ റൂഹുല്ലാ ഖുമൈനിയിലേക്ക് നോക്കൂ. ഇസ്ലാമിക വിപ്ലവം 1500 ഈ സഫവി ഭരണകൂടം ഉണ്ടാക്കുന്നത് ഇറാഖിൽ. ആദ്യം AD 1500. സഫവി എന്ന് പേര് കിട്ടാൻ കാരണം പിന്നെ സഫിയുദ്ദീൻ ഇസ്ഹാഖ് എന്ന് പറയുന്ന തുർക്കിക്കാരനായ ഷാഫി മദ്ഹബുകാരനായ ഒരാൾ തുർക്കിയിൽ നിന്ന് അവിടെ വന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ പേരക്കുട്ടികളിൽപ്പെട്ട ജുനൈദ് എന്ന് പറയുന്ന ഒരു പേരക്കുട്ടി, സുന്നിയായ ഈ വല്യാപ്പക്ക് ജനിച്ച പേരക്കുട്ടി, വല്യാപ്പയിൽ നിന്ന് വന്ന പേരക്കുട്ടി എന്ത് ചെയ്തു? പിന്നെ ഷിയായി. ആ ഷിയായ പേരക്കുട്ടി അവിടെ ഷിയായിസം പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ആ പരമ്പരയിൽ വന്ന ഈ പറയുന്ന സഫിയുദ്ദീൻ എന്ന് പറയുന്ന ആളുടെ 5ാമത്തെ പേരക്കുട്ടിയാണ് ഇറാനിലെ 1ാമത്തെ ഇസ്ലാമിക ഷിയ ഭരണകൂടം ഉണ്ടാക്കുന്നത്. അതാണ് സഫവി ഭരണകൂടം. 1501, 2 എന്നൊക്കെ പല ആൾക്കാരും പറയണേക്കാം. ഈ ആളുകൾ കാട്ടിക്കൂട്ടിയത് എന്താണ് എന്ന് പരിശോധിച്ചാൽ, അപ്പോ ഈ ആളുകൾ, അതിന്റെ 1ാമത്തെ രാജാവാണ് ഷാ ഇസ്മായിൽ. ഈ പറയുന്ന സഫിയുദ്ദീൻ എന്ന് പറയുന്ന ആളുടെ 5ാമത്തെ പേരക്കുട്ടി. ഇയാളും ഷിയാണല്ലോ. ജുനൈദിന്റെ പേരക്കുട്ടി വന്നു. അദ്ദേഹം 1502 ഇറാനിൽ ആദ്യത്തെ ഇറാനി ഷീ ഭരണകൂടം ഉണ്ടാക്കുന്നു. അവർ ചെയ്തതെന്താ? അദ്ദേഹം ചെയ്തത് സുന്നികളായ ആളുകൾ, സുന്നി പണ്ഡിതന്മാർ, സുന്നി എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്ന എന്ന് വിചാരിക്കണ്ട, സുന്നി എന്ന് പറഞ്ഞാൽ ഷിയ അല്ലാത്തതൊക്കെ, അതാണ് സുന്നി. അവിടെ ഖബറിനെ ആരാധിച്ചവരുണ്ട്, പിന്നെ സൂഫികളുണ്ട്, തരീഖത്തുകാരുണ്ട്, അങ്ങനത്തെ എല്ലാ ശിർക്കിന്റെ ആളുകളുണ്ട്. ആ മൊത്തത്തിൽ സുന്നി എന്നാണ് ഉണ്ടായിപ്പെടുക. ആ സുന്നികളിൽപ്പെട്ട പണ്ഡിതന്മാരുടെ ഖബറുകൾ മാന്തി എല്ലുകൾ വാരിയെടുത്ത് അത് കത്തിച്ച് കളയുക. ഈ ചങ്ങായി ചെയ്ത പണിയാണ്. ആര്? 1ാമത്തെ ഷീ ഭരണകൂടത്തിന്റെ സ്ഥാപകനായ ഷാ ഇസ്മായിൽ. ഷാഹ് എന്ന് എഴുതുക, പേർഷ്യൻ വാക്കാണ്, ഉറുദുവിൽ ഉപയോഗിക്കും. ഷാ എന്ന് പറഞ്ഞാൽ രാജാവ്. നമ്മളിവിടെ മുഹമ്മദ് ഷാ എന്നൊക്കെ ഇന്ത്യൻ ഭരിച്ച ആൾക്കാരല്ലേ, ആ ഷാ തന്നെ ഷാഹ്.
അപ്പോ നോക്കണം, ജീവിച്ചിരിക്കുന്നവരോട് മാത്രമല്ല മയ്യത്തിനോട് പോലും ഖബറിലുള്ള എല്ലുകൾ എടുത്തിട്ട് കരിച്ച് സന്തോഷം, അത് കണ്ടിട്ട് ഇയാൾ ആനന്ദിക്കുമായിരുന്നതാണ്. ഇതൊക്കെ നിരവധി പുസ്തകങ്ങൾ എഴുതപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും. ഇദ്ദേഹം തന്നെ ഷിർവാൻ, നമ്മൾ പുസ്തകത്തിലെ പണ്ഡിതന്മാരെ ഷിർവാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വെള്ളിയാഴ്ച വന്നു, വ്യാഴാഴ്ച വന്നു, പിറ്റേന്ന് വെള്ളിയാഴ്ച. എന്നിട്ട് സുന്നികളുടെ ഒരു പള്ളിയിൽ കയറി ഇയാൾ മെമ്പർമ കയറി ഒരു ഖുതുബ നടത്തി. എന്നിട്ട് അദ്ദേഹം ഖുതുബയിൽ ആവശ്യപ്പെട്ടു സുന്നിയത്തിൽ നിന്ന് ഒഴിവാകണം, തബറു ബറാത്ത് കാണിക്കണം, അബൂബക്കറിനെയും ഉമറിനെയും ശപിക്കണം. ഇടക്കൊക്കെ പോലീസുകാരെ പട്ടാളക്കാർ അടകൂടുള്ള സൈന്യത്തെ നിർത്തിയിരുന്നതാണ്, രണ്ടാളുകൾ വിട്ട് പട്ടാളക്കാർ. അപ്പൊ അത് പലരും സുന്നികളാരും അംഗീകരിക്കാൻ തയ്യാറായില്ല. അവരെ മുഴുവൻ ആ പള്ളിയിൽ വെച്ച് ഇടക്കുന്ന് കയറി നിന്ന പട്ടാളക്കാർ കൊന്നൊടുക്കിയതാണ്. അങ്ങനെ ഒരുപാട് പേരെ, ആ പള്ളിയിൽ ഉണ്ടായിരുന്ന ആളുകളെ മുഴുവൻ കൊന്നൊടുക്കി. പിന്നെ തിബിരീസി എന്ന പേരിൽ പണ്ഡിതന്മാരുടെ പേര് കാണാം, അവരെ കൂട്ടത്തിലുണ്ട്, നമ്മളെ കൂട്ടത്തിലുണ്ട്. ഈ തിബിരീസിൽ ഈ സൈന്യം പ്രവേശിച്ചു, ഇദ്ദേഹത്തിന്റെ ഷാ ഇസ്മായിലിന്റെ. എന്നിട്ട് 1,40,000 പേരെ കൊന്നൊടുക്കി. വീട്ടിൽ കയറുക, വീട് ഷിയാണോ സുന്നിയാണോ നോക്കുക, സുന്നിന്റെ വീടാണോ തീയിടുക. പക്ഷേ സ്വത്തൊന്നും എടുത്തില്ല എന്നാണ്, കാരണം സുന്നിയുടെ സ്വത്ത് പാടില്ല എന്നിട്ട് അതൊക്കെ കൂട്ടിയിട്ട് ചുട്ട് കളഞ്ഞു എന്നാണ്. അത്രക്ക് ക്രൂരനായിരുന്നു. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിബ്രീസ് എന്ന് അല്ല, നാലാമത്തത് ഇതൊക്കെ കഴിഞ്ഞ് ഇറാഖിൽ പ്രവേശിച്ചു. ഈ ഷാ ഇസ്മായിൽ 5-6 കൊല്ലം കയറ്റി 1507 ക്രിസ്താബ്ദം 1507 ഇറാഖിൽ പ്രവേശിച്ചു. എന്നിട്ട് അവിടെ പിന്നെ ഒരുപാട് മദ്രസകൾ, പിന്നെ പള്ളികൾ, ഇസ്ലാമിക സാംസ്കാരിക കേന്ദ്രങ്ങൾ, പഴയ ചരിത്ര പൈതൃകങ്ങൾ അതൊക്കെ നശിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം കൊന്നു തീർത്തത് 10 ലക്ഷം സുന്നികളെയാണ്. 10 ലക്ഷം സുന്നികളെ ഇറാഖിൽ പോയി ഒന്നാമത്തെ ഇവരുടെ പറയുന്ന ഇങ്ങനെ ആവേശം കൊള്ളുന്ന ഇസ്ലാമിക വിപ്ലവത്തിന്റെ അങ്ങോട്ട് നോക്കുന്ന അതിന്റെ ഒന്നാമത്തെ ആളുണ്ടല്ലോ ഷാ ഇസ്മായിൽ, അപ്പത്രേ ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളെ. തിബിരീസിൽ കൊന്നത് 1,40,000 നേരത്തെ എണ്ണം പറയാൻ പറഞ്ഞത്. തിബിരീസിൽ 1,00,000 എണ്ണം പറഞ്ഞു തോന്നില്ല, 1,40,000. ഇവിടെ 10 എത്രയായി 11,40. അതിന്റെ പുറമെ തിബിരീസിലെ പള്ളിയിൽ കയറി കൊന്നത് അതിന്റെ എണ്ണം പറഞ്ഞിട്ടില്ല. പിന്നെ 1736 ഈ ഭരണകൂടം അവസാനിച്ചു. അത് കഴിഞ്ഞിട്ട് 1979 ഖുമൈനി വരുന്നത്. ഖുമൈനിയാണ് നമ്മള് ഖുമൈനി മലയാളത്തിൽ ഖുമൈനി. ഇദ്ദേഹം സഫവി ഭരണത്തിന് ശേഷം ഈ ഷിയ ഭരണം അവിടെ സ്ഥാപിച്ചു. എന്നിട്ട് 1988 മാത്രം 30,000 യുവാക്കളെ അദ്ദേഹം കൊന്നു എന്നാണ് ഈ ഖുമൈനിന്റെ ഭരണകൂടം. 30,000 സുന്നി ചെറുപ്പക്കാരെ കൊന്നു. പിന്നെ അവരുടെ ഭരണത്തെ അംഗീകരിക്കാത്ത, നേരത്തെ നിങ്ങളും കൂടി നമ്മളെ കൂടെ കൂടിക്കോളൂ അന്നുണ്ടായിരുന്ന ഭരണത്തിനെതിരിൽ അങ്ങനെ സുന്നികളും കൂടി ഭരണം കിട്ടിയപ്പോ രാജ്യത്തെ ഔദ്യോഗിക മതം ഇസ്നാഅശരിയ മതമാക്കി പ്രഖ്യാപിച്ചു. അതിലും കുറെ ആൾക്കാരെ കൊന്നു. അതിന്റെ പുറമെയാണ് ഈ പറയുന്ന 30,000 ആളുകളെ കൊന്നത്. അത് കഴിഞ്ഞിട്ട് ഇറാനിലെ ഷിയാക്കൾ സിറിയയിൽ ബഷാർ അൽ അസദ്, ഇപ്പോ റഷ്യയിൽ കൂടിപ്പോയ ചങ്ങായില്ലേ ബഷാർ അൽ അസദ്, റഷ്യയിൽ കൂടാൻ കാരണം റഷ്യ അതിൽ ഇടപെട്ടിട്ടുണ്ട്. ഏത് സിറിയന്റെ കാര്യത്തിൽ. സിറിയയിൽ വളരെ ചുരുങ്ങിയ ശതമാനം, ഞാൻ മുമ്പെന്ന് വായിച്ചനുസരിച്ച് 6, 7, 10, 13 അങ്ങനെ ചെറിയ ശതമാനം മാത്രമേ ഷിയാക്കളുള്ളൂ. ബാക്കിയൊക്കെ സുന്നികളാണ്. ഈ ചെറിയ ഒരു വർഗം ബഷാറുൽ അസദിന്റെ പേരിൽ അവിടെ ഭരണകൂടം സ്ഥാപിച്ചു, ക്രൂര ഭരണം നടത്തി. ഇതൊക്കെ നമ്മൾ വായിച്ചതാണ്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ആ ജയിലിൽ നിന്ന് ഇപ്പൊ അടുത്ത് അവിടെ സുന്നികളായ ആളുകൾ ബഷാറുൽ അസദിനെ അടിച്ചോടിച്ച് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ പോയി അതുപോലെ തന്നെ ജയിലുകൾ തുറന്നു. അതിൽ നിന്ന് പുറത്തു വന്ന മനുഷ്യ കോലങ്ങൾ എന്ന് പറയുന്ന കൊല്ലങ്ങളോളം, ഈ വെളിച്ചം കടക്കാത്ത ഇരുട്ടറയിൽ കൊല്ലങ്ങളോളം താമസിപ്പിച്ചാൽ ഉണ്ടാവും. അങ്ങനെ ക്രൂരമായി പീഡിപ്പിച്ച ചങ്ങായി ബഷാറുൽ അസദ്. ഈ ബഷാറുൽ അസദിനെതിരിൽ സമരം നടത്തി അവിടുത്തെ സുന്നികൾ. ആ സമയത്ത് സഹായിച്ചതാരാ ഷിയാക്കളെ? ഇറാൻ അവരുടെ അൽ ഫലക്ക്, അതുപോലെ തന്നെ ഈ എന്താണ് IR ഇസ്ലാമിക് പിന്നെ റവല്യൂഷണറി ഗാർഡ് IRG, പിന്നെ യമനിലെ ഹൂത്തി, പിന്നെ ഈ മറ്റേ ടീമുണ്ടല്ലോ ഹിസ്ബുല്ലൊക്കെ പേരാത്തോണ്ട് എന്താ അല്ല ഖുർആനിൽ പറഞ്ഞ പേരാണ്. ഖുർആനിൽ പറഞ്ഞ ഹിസ്ബുല്ല എന്നാൽ ഈ ഷിയാക്കളെ കക്ഷിയാണ്. ഹിസ്ബുല്ല എന്നാൽ ഹിബു സൈത്താനാണ്. ഇവരൊക്കെ കൂടി അയച്ചിട്ട് ഇറാഖിലേക്ക് അയച്ചിട്ട് സിറിയയിലേക്ക് അയച്ചിട്ട് ഈ ബഷാർ അൽ അസദിനെ സഹായിച്ചു. ആരെ കൊല്ലാൻ? സുന്നികളെ കൊല്ലാൻ. ഇറാന്റെ ആവശ്യപ്രകാരം റഷ്യ പടക്കോപ്പും പലതും അയച്ച് ബഷാർ അൽ അസദിനെ സഹായിച്ചു. അങ്ങനെ 10 ലക്ഷം സുന്നികളെ എവിടെ? സിറിയയിൽ കൊന്നൊടുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ഇപ്പം വിപ്ലവം നടത്തിയിട്ടാണ് അവിടെ ഇപ്പൊ സുന്നികൾ ബഷാർ അൽ അസദിനെ ഓടിച്ചിട്ട് ഇപ്പൊ പുതിയ ഭരണകൂടം സ്ഥാപിച്ചത്. അപ്പോൾ 10 ലക്ഷം ആളുകൾ.
10 ലക്ഷം പേരെ അവിടെ കൊന്നു. 1.5 കോടി ജനങ്ങളെ സിറിയയിൽ നിന്ന് പുറത്താക്കി. പള്ളികൾ തകർത്തു, മദ്രസകൾ തകർത്തു. പിന്നെ 2012 ഇറാഖിൽ ഈ ഷിയാക്കൾ, ഇറാനിലെ ഷിയാക്കളുടെ പ്രവർത്തനത്തിന്റെ ഫലമായി നൂരി അൽ മാലിക്കി എന്ന് പറയുന്ന ഷീ നേതാവിനെതിരിൽ സുന്നികൾ പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഇറാനിലെ ഭരണകൂടം എന്ത് ചെയ്തു? ഖാസിം സുലൈമാനി കേട്ടിട്ടുണ്ടാവും, ഈ അടുത്ത് മറ്റൊരു ബോംബിട്ട് മിസൈലിട്ട് കൊന്നത് ഖാസിം സുലൈമാനി. ഒരു ഭയങ്കരമായിട്ട് ഇറാനിക ഷിയാക്കളെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവമാണ്. അത്രക്ക് വലിയ ദുഷ്ടനും ക്രൂരനും മനുഷ്യന്ന് പറയാൻ പറ്റില്ല, ആജാതി ജന്തുവാണ് ഈ ഖാസിം സുലൈമാനി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഇറാഖിലേക്ക് അയച്ചിട്ട് 10 ലക്ഷം സുന്നികളെ കൊന്നൊടുക്കി. 1,40,000 അല്ല, 30,000 അല്ല, 1 ലക്ഷം അല്ല, 10 ലക്ഷം സുന്നികളെ ഇറാഖിൽ കൊന്നൊടുക്കിയത് ആരാണ്? ഇറാൻ അയച്ച ഈ ഖാസിം സുലൈമാനിയുടെ നേതൃത്വം. ഭയങ്കര തലയാണ് ഇദ്ദേഹം. ആയുധ നിർമ്മാണ പട്ടത്തില് ഈ ടീമാണ്. ഇവരെ അനുകൂലിക്കണമോ? ഇവർക്ക് വേണ്ടി കുനൂത്തോതണമോ? ഇതാണോ ഇസ്ലാമിക വിപ്ലവം? ഇതാണോ ഇസ്ലാം? ഇനി പോകട്ടെ, യമനിൽ ഷിയാക്കളുണ്ട്, സുന്നികളുണ്ട്. അവിടെയുള്ള ഷിയാക്കളെ സുന്നികൾക്കെതിരിൽ വിപ്ലവത്തിന് വേണ്ടി കോപ്പ് കൊടുക്കുന്നതും പ്രേരിപ്പിക്കുന്നതും ആരാ? അപ്പുറത്ത് ലെബനാനിലുള്ള ഹിസ്ബുള്ള, ഇപ്പുറത്ത് ഇറാന്റെ വക. എന്നിട്ട് ആ യമനിലെ ഹൂത്തി നമ്മൾ ഹൂസി എന്നാണ്. ഹൂസികൾ അതൊരു ഇതുപോലത്തെ വേറൊരു ടീമാണ് ഷിയാക്കളിൽപ്പെട്ട. ഈ ഹൂസികൾ മിസൈൽ അയക്കുന്നു. എങ്ങോട്ട്? സൗദി അറേബ്യയിലേക്ക്. മാത്രല്ല ഹറമിലേക്ക് മിസൈൽ അയക്കുന്നു. ഈ കഅബ പൊളിക്കാൻ വേണ്ടി യമനിൽ നിന്ന് മിസൈൽ അയക്കാൻ ഹൂസികളെ സഹായിക്കുന്ന, ആയുധം കൊടുക്കുന്ന ഇറാനും ഹിസ്ബുള്ളയും. ഇവർക്ക് വേണ്ടിയാണോ കുനൂത്തോതേണ്ടത്? ഇതാണോ ഹിസ്ബുള്ള? ഇവരെയാണോ സഹായിക്കേണ്ടത്? അവർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കേണ്ടത്? പിന്നെ അതിന്റെ മുമ്പ് 1987 ഹറമിൽ ഹജ്ജിനായി വന്ന് വാതിലൊക്കെ അടച്ചുപൂട്ടി ഹാജിമാരെ വെടിവെച്ചു കൊന്ന ആളുകളാണ് ഇവർ. നമ്മുടെ നാട്ടിൽ നിന്ന് പോയ അബ്ദുർ റഊഫ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം അന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബം ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഇപ്പോ യമൻ സൗദിന്റെ ബോർഡറായ ഇവിടുന്ന് ജീസാനിൽ നിന്ന് പുറകെ പോയി യമൻ ബോർഡറിൽ നിന്ന് 5 കിലോമീറ്റർ അപ്പുറത്ത് ഒരു സ്ഥലത്ത് താമസിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബം, ഫാമിലി. നിർത്തുകയാണ്, ഇനി 2-3 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും പറഞ്ഞാൽ തീരൂല. ഇത് മുമ്പ് 4 മണിക്കൂർ ഈ വിഷയം ക്ലാസ് എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോ ഇതൊക്കെ മനസ്സിലാക്കാന്ന് വെച്ചാൽ ഇത് എവിടെയോ കിടക്കുന്ന കാര്യമല്ല വിചാരിക്കേണ്ട. മുസ്ലിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇന്ത്യയിൽ ഷിയാക്കളുണ്ട് ഒരുപാട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരെ ഈ മുഹറമത്തിന്റെ ഒക്കെ ജാതിയും മറ്റും മറിച്ചും ലക്നോ പഠിക്കുന്ന കാലത്ത്. ഇപ്പോ നമ്മുടെ നാട്ടിൽ കേരളത്തിലും ഷിയാക്കളുണ്ട്. അവർ പള്ളികളല്ലെങ്കിലും കേന്ദ്രങ്ങൾ എന്ന പേരിൽ ചില സ്ഥലങ്ങളും പള്ളികളും അവർ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ. ഇപ്പം അടുത്ത് വന്നതാ. ഇതിനൊക്കെ വകവെച്ചു കൊടുത്തതാരാ? ഇവിടുത്തെ സമസ്തക്കാർ ഇറാൻ സന്ദർശിച്ചിട്ടുണ്ട്. ഇഖ്വാനികൾ ജമാഅത്തെ ഇസ്ലാമി സന്ദർശിച്ചതുപോലെ ഇഖ്വാനികൾ ഇറാൻ സന്ദർശിച്ചിട്ടുണ്ട്. ഇവർക്ക് അവിടെ സ്വീകരണം കൊടുത്തിട്ടുണ്ട്. ഇവിടെ സമസ്തക്കാരുടെ പഠന ക്യാമ്പുകളിൽ പങ്കെടുപ്പിച്ച് ക്ലാസ് എടുപ്പിക്കുന്നത് ഷീഇ ഹംസ എന്ന് മലയാളികൾ പറയുന്ന അരീക്കോട്ടുകാരൻ ഹംസയാണ്. ഓന് ഒരു സർട്ടിഫിക്കറ്റും ഇല്ല. സ്കൂളിൽ പോയ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു, 4ാം ക്ലാസ് അങ്ങനത്തെ ഉള്ളൂ. വേറൊരു സർട്ടിഫിക്കറ്റും ഇല്ല. പക്ഷെ അറബി അറിയാം, ഫാർസി അറിയാം, ഉറുദു അറിയാം, ഇംഗ്ലീഷ് അറിയാം, പല ഭാഷ അറിയാം, നല്ല മെമ്മറിയാണ്. അങ്ങനെ ഉദ്ധരിക്കും വാചകങ്ങൾ. ഈ ഷിയാനെ കൊണ്ടുവന്ന് സമസ്തക്കാരന്റെ ക്ലാസ്സുകളിൽ പണ്ഡിതന്മാർ ക്ലാസ് എടുക്കുന്നു, മൂല്യമാർക്ക്. ഇവരാണ്, കാരണം അതിന്റെ ബാക്കിയാണ് പറയുന്നില്ലെങ്കിലും ഉള്ളതാണ്. ഇവരുടെ സഹായത്തോടും, കാരണം ഇവർക്ക് സമസ്തക്കാരന് ഷിയാകുന്നതിന് വലിയ വ്യത്യാസം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മളെ റഹ്മത്തുള്ള കാസിമി മൂത്താടം, ഇയാൾ നേരത്തെ പറഞ്ഞല്ലോ ഷിയായിസത്തിന്റെ പിതാവ് അലിയാണെന്നാണ്.